Hello, good evening, students. So today we are going to start. I hope my audio is audible for you all. So today we are going to start our revision series regarding category 3 English of K TET. Okay, audio is clear. Okay, thank you for responding. So we are going to start. So today's session will be a very quick recap on what all things we'll have to look. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളൊന്ന് brush up ചെയ്ത് പോവേണ്ടത്, the major important ആയിട്ടുള്ള topics from your category 3 English, especially focusing on the subject area, subject specific area basis ആയിട്ട് എന്തൊക്കെ type questions നിങ്ങൾക്ക് expect ചെയ്യാം, ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾ കവർ ചെയ്ത് പോകേണ്ടത് എന്നുള്ള ഒരു ക്വിക്ക് റിവിഷൻ, വെരി ക്യാപ്സ്യൂൾ ഫോർമാറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഷൂട്ട് ചെയ്യാം. പ്ലീസ് ഡു മെൻഷൻ യുവർ ഡൗട്ട്സ് ഇൻ ദ കോമെന്റ് സെക്ഷൻ. ചാറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഐ ബി ക്ലിയറിംഗ് ദാറ്റ് ഫോർ യു. ആൻഡ് നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് വി ക്യാൻ സ്റ്റാർട്ട്. ഐ ഹോപ്പ് യു ഓൾ ആർ റെഡി. ഓക്കെ, സോ കാറ്റഗറി 3 ഇംഗ്ലീഷ് ആർ പേപ്പർ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റത്തെ 40 മാർക്സ് വിൽ ബി ഓഫ് adolescent psychology ആയിരിക്കും. Then the 30 marks will be of language ആയിരിക്കും. Then the subject specific നിങ്ങളുടെ ഇംഗ്ലീഷ് പാർട്ട് 3 ഏരിയ എന്ന് വരുന്നത് വെരി സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ദാറ്റ് ഓഫ് 80 മാർക്സ്. അപ്പൊ 80 മാർക്സിന് നിങ്ങൾ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഏതൊക്കെ ഏരിയ എന്നാണ്, ഏതൊക്കെ ഏരിയ വൈസ് ആയിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടത് നമുക്ക് വി ക്യാൻ ഡിസ്കസ് ഇറ്റ് നൗ. ആൻഡ് സോ വിൽ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് പാർട്ട്. കുറച്ച് പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പാർട്സിന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാമെന്ന് വി ക്യാൻ ഹാവ് എ ക്വിക്ക് റീക്യാപ്പ് ഇൻ ബിറ്റ്വീൻ വെൻ വി ആർ ഡിസ്കസിങ് ദ ടോപ്പിക്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഷൂട്ട് ഇറ്റ്. സോ ഐ നോ ഒരു 2 hour സെഷനിൽ നമുക്ക് കംപ്ലീറ്റ് ഒരു ഓവർവ്യൂ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വെരി ഡീറ്റെയിൽ കോർ കോൺസെപ്റ്റ്സിലോട്ട് പോകാൻ പറ്റില്ല. സോ ഐ ബി ജസ്റ്റ് ഗിവിംഗ് യു എ വെരി പോയിന്റേഴ്സ് ലിസ്റ്റ് റിഗാർഡിംഗ് വാട്ട് ആർ ക്വസ്റ്റ്യൻസ് യു ക്യാൻ expect regarding subject specific area. So subject specific area le first the area എന്താ വരാം, pedagogy. Okay, pedagogy എന്നാണ് നമുക്ക് questions വരാൻ ചാൻസ് ഉള്ളത് regarding language learning and language acquisition. ഒരു ലാംഗ്വേജിന്റെ learning versus acquisition differences, what are all the methods that we use regarding acquisition of the language and regarding the learning of language. English ഒരു ആസ് എ ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ മെത്തഡോളജീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ദിസ് ഇസ് എ മേജർ പാർട്ട്. നിങ്ങളുടെ ഒരു 80 മാർക്സ് ക്വസ്റ്റ്യനിൽ ഒരു 30 മാർക്സും ഇതിലോട്ട് പോകും. ഏതില് പെഡഗോജിയിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കും. അതായത് 50-30 പാർട്ടിഷൻ ആണ് ഉണ്ടാവുക. 50 വിൽ ബി ഫോർ ദ കോർ ഏരിയാസ് ഓഫ് ലിറ്ററേച്ചറിന്റെ പീരിയഡ്സ് റിഗാർഡിംഗ് ആയിട്ടുള്ളത്, പീരിയഡ്സിന്റെ ബേസിസ്, റൈറ്റേഴ്സ്, അവരുടെ ടെക്സ്റ്റ് ബുക്സ്, ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും 50 മാർക്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ 30 മാർക്സ് വിൽ ബി ദാറ്റ് ഓഫ് പെഡഗോജി. ആൻഡ് ലിറ്ററേച്ചർ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ഏരിയയിൽ നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഫ്രേസസ്, ഇഡിയംസ്, ബേസിക് ഗ്രാമാറ്റിക്കൽ തിങ്സ് ബിയോണ്ട് ദ ലാംഗ്വേജ്. നിങ്ങളുടെ ലാംഗ്വേജ് പാർട്ടിനേക്കാൾ കൂടുതൽ ഇവിടെ കുറച്ചും കൂടി സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹോപ്പ് യു ആർ റെഡി. നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് പാർട്ട് 1 ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പെഡഗോജി. ആ പെഡഗോജിയിൽ ഫസ്റ്റ് പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് ലേണിംഗ് വേഴ്സസ് എക്വസിഷൻ. സോ വാട്ട് ഡു ഐ മീൻ ബൈ ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് എക്വസിഷൻ? എക്വസിഷൻ ജനറലി നമ്മൾ മദർ ടങ് ഒക്കെ നമ്മൾ എക്വറ്റ് ചെയ്തെടുക്കില്ലേ. വിൽ ജസ്റ്റ് nobody will force us. നമ്മൾ ആരും വന്നിട്ട് മലയാളം ഇങ്ങനെ എഴുതി ഇതൊക്കെയാണ് ഇതിന്റെ ഗ്രാമർ റൂൾസ് ഒന്നും പറഞ്ഞ് പഠിപ്പിച്ചതല്ല. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വി acquired through the process of the exposure that we got. നമുക്ക് എത്രത്തോളം എക്സ്പോഷർ ആ ലാംഗ്വേജിൽ കിട്ടി, അതനുസരിച്ച് ഒരു നാച്ചുറൽ പ്രോസസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ള കാര്യമാണ്. The first
ലാംഗ്വേജ് അല്ലെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ മദർ ടങ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ സിമിലർ വേ നമുക്ക് ഒരു ലാംഗ്വേജുമായിട്ട് എക്സ്പോഷർ കിട്ടുമ്പോൾ നമ്മളത് അറിയാതെ, അതായത് ഓർഗാനിക്കലി നമ്മൾ ഗ്രാമാറ്റിക്കൽ റൂൾസും ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറും ഇതൊന്നും ഇരുത്തി പഠിക്കാതെ, നോട്ട് ത്രൂ ദ റിജിഡ് സ്ട്രക്ചർ ഓഫ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഫോളോ ചെയ്യാതെ, നമ്മൾ നാച്ചുറലി ത്രൂ ദി ഓർഗാനിക് എക്സ്പോഷർ ടു ദാറ്റ് ലാംഗ്വേജ് പഠിക്കുന്നതിനാ ഗെറ്റിംഗ് ദാറ്റ് ലാംഗ്വേജ്, ഇതിനാണ് നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയാം. ആൻഡ് ദർ ഈസ് എ സ്പെസിഫിക് മോഡൽ ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ, Stephen Krashen's model. Stephen Krashen's model is quite important when you learn language acquisition. നിങ്ങൾ കേട്ടിട്ടിന് പ്രിപ്പയർ ചെയ്തിട്ട് പോകുമ്പോൾ ക്രാഷന്റെ മോഡൽ യു വിൽ ബി ആസ്ഡ് സ്പെസിഫിക്കലി. ആ ഒരു ഹൈപ്പോത്തസിസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. സോ പ്ലീസ് ഡു റിമെമ്പർ. ആൻഡ് ഓൾസോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ്. സോ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോർമൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എ ലാംഗ്വേജ് ബേസ്ഡ് ഓൺ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആൻഡ് നമ്മളിങ്ങനെ ആക്റ്റീവ് വോയിസ് ഇതാണ്, പാസീവ് വോയിസ് ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമർ ഇങ്ങനെ ഇരുന്ന് പഠിക്കില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് അവർ ഫസ്റ്റ് ലാംഗ്വേജ്, ഇറ്റ്സ് എ സെക്കൻഡ് ലാംഗ്വേജ് ഓർ എ ഫോറിൻ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. സോ അതുകൊണ്ട് നമുക്കത് പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മുടെ ചുറ്റും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വി acquire it. That is acquisition. But learning through systematic study, through formal rule-based knowledge is called language learning. Language learning indeed, language acquisition indeed, difference in mansilakka. Language learning or teaching of English has a different methodologies through which we learn a specific language. നമ്മൾ ആ specific language പഠിക്കാൻ വേറെ കുറേ there are a lot of methods. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഇങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിലൂടെ നമുക്കൊന്ന് ബ്രഷ് അപ്പ് ചെയ്ത് പോവാം. ആൻഡ് ഓൾസോ ലിംഗ്വിസ്റ്റിക്സിലോട്ട് വരുമ്പോൾ ഹൗ ഇറ്റ് ട്രാൻസ്ഫോംസ് എന്നും കൂടി നോക്കാം. സോ ലാംഗ്വേജ് ലേണിംഗ് വേഴ്സസ് എക്വസിഷൻ, ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദി പോയിന്റേഴ്സ് ഹിയർ. ലാംഗ്വേജ് എക്വസിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ ആയിരിക്കും. ഇറ്റ്സ് നോട്ട് സംതിങ് ഫോഴ്സ്ഡ്. നമ്മൾ ഫോഴ്സ് ചെയ്തൊരു സ്റ്റഡി, സിസ്റ്റമാറ്റിക് സ്റ്റഡിയുടെ ഭാഗമാവേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ ബി നാച്ചുറൽ, ഇറ്റ് വിൽ ബി ഓർഗാനിക്. സബ്കോൺഷ്യസ്ലി നമ്മളുടെ മൈൻഡ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കും. സ്റ്റാർട്ടിങ്ങിൽ ഗ്രാമർ ബേസ്ഡ് റൂൾസ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ പതിയെ പതിയെ നമ്മൾ പഠിക്കും. സിമിലർ ഹൗ വി ഗോട്ട് ദ നേറ്റീവ്, നമ്മളുടെ മദർ ടങ് എങ്ങനെയാണോ നമ്മൾ എക്വയർ ചെയ്തെടുത്തത്, അതുപോലെ നമുക്ക് നാച്ചുറലി ഒക്കർ ചെയ്യുന്നതിനാണ് ലാംഗ്വേജ് acquisition എന്ന് പറയാം. ആൻഡ് ത്രൂ മീനിങ്ഫുൾ എക്സ്പോഷർ, ലാംഗ്വേജ് acquisition എങ്ങനെയാണ് നടക്കുന്നത്? ത്രൂ മീനിങ്ഫുൾ എക്സ്പോഷർ. ആൻഡ് സ്റ്റീഫൻ ക്രാഷന്റെ മോണിറ്റർ മോഡൽ ആണ് ലാംഗ്വേജ് അക്വസിഷന് ലാംഗ്വേജ് ലേണിംഗിൽ നിന്ന് എത്രത്തോളം ഡിഫറെന്റ് ആണെന്ന് കാണിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഹൈപ്പോത്തസിസ് ഓർ ദ ബെസ്റ്റ് മോഡൽ വിത്ത് വിച്ച് വി കൻ അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് അക്വസിഷൻ. സ്റ്റീഫൻ ക്രാഷന്റെ മോഡല് നിങ്ങൾ ലാംഗ്വേജ് അക്വസിഷനുമായിട്ട് കൂട്ടി പഠിക്കേണ്ടതാണ്. ആൻഡ് ഓൾസോ ലാംഗ്വേജ് ലേണിംഗ്. സോ വെൻ ഇറ്റ് കംസ് ടു ലാംഗ്വേജ് ലേണിംഗ്, വാട്ട് ആൾ പോയിന്റ്സ് വി ഹാവ് ടു റിമെമ്പർ? നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡ് പോയിന്റ്സ് ആക്കിയിട്ട് ചിലപ്പം MCQ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ആർ ദ കാറ്റഗറീസ്, ഏതൊക്കെ ക്വാളിറ്റീസ് ആണ് ലാംഗ്വേജ്, ഈ ഒരു ക്വാളിറ്റീസ് ഫുൾഫിൽ ചെയ്യുന്നത് ലേണിംഗ് അക്വസിഷൻ ആണോ ലാംഗ്വേജ് ലേണിംഗ് ആണോ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അല്ലെങ്കിൽ മോണിറ്റർ മോഡൽ തന്നിട്ട് ഇത് ഏത് കാറ്റഗറി എന്നൊക്കെ ചോദിക്കാം. സോ പ്ലീസ് ഡു റിമെമ്പർ ദ വെരി കീ പോയിന്റ്സ് ഓഫ് ഓൾ ദീസ് കാറ്റഗറീസ്. സോ ലാംഗ്വേജ് ലേണിംഗ് എങ്ങനെയാ വരുന്നത്? ഇറ്റ് വിൽ ബി വെരി കോൺഷ്യസ്. Language acquisition is a subconscious process. Language learning in the process it's a conscious process. It is formal. ഒരു റൂൾ ബുക്ക് ഉണ്ടാവും, നമുക്ക് ആ റൂൾ ബുക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ഫോളോ ചെയ്യാം. സോ ദർ വിൽ ബി എ റൂൾ ബേസ്ഡ് അണ്ടർസ്റ്റാൻഡിങ്, എക്സ്പ്ലിസിറ്റ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ഇൻസ്ട്രക്ഷൻ. സോ ഈ കാറ്റഗറി ഒക്കെ ഫോളോ ചെയ്യുന്നത് ലാംഗ്വേജ് ലേണിംഗ് ആണ്. ഇറ്റ് ഈസ് കോൺഷ്യസ്, ഇറ്റ് ഈസ് ഫോർമൽ, ഇറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ് ഗ്രാമർ, വൊക്കാബുലറി ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ എ റൂൾ ബുക്ക്. And whereas language acquisition is natural, subconscious, here it is subconscious, here it is conscious. Please understand the difference. So let's move on to the next slide. Krashen's hypothesis. So this is very important when you learn language acquisition. നിങ്ങൾ over deep knowledge പോവാതെ please understand the categories. ഏതൊക്കെ സ്റ്റേജസ് ആണ്, ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ്, ഏതൊക്കെ കീ തിയറീസ് ആണ് സ്റ്റീഫൻ ക്രാഷൻ ഹൈപ്പോത്തസിസിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുക. ഇത് 30 മാർക്സിനാണ് നിങ്ങൾക്ക് പെഡഗോജി വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഡെപ്തിൽ മാത്രം യു ഗിവ് ഇമ്പോർട്ടൻസ്. ഓക്കെ,
ഈ ഒരു കാറ്റഗറീസ്, ഈ ഒരു കീ തിയറീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിമെമ്പർ ചെയ്തിരിക്കുക. ഇൻപുട്ട് ഹൈപ്പോതെസിസ്, ദാറ്റ് മീൻസ് കംപ്രിഹെൻസിബിൾ ഇൻപുട്ട് സ്ലൈറ്റ്ലി ബിയോണ്ട് കറന്റ് ലെവൽ. നമ്മളുടെ കറന്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നമുക്കൊരു ഇപ്പൊ ഒരു ലാംഗ്വേജിനെ പറ്റിയുള്ള ഒരു കറന്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതിന്റെ കൂടെ കുറച്ചും കൂടി ഇൻപുട്ട് ആഡ് ചെയ്താൽ നമുക്ക് I+1, I ഇസ് ആർ കറന്റ് ലെവൽ, +1 എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്യാം. സോ ഈ ഒരു കാര്യം ഇൻപുട്ട് ഹൈപ്പോതെസിസ്, ഇങ്ങനെ ലാംഗ്വേജ് എക്വയർ ചെയ്യും. നമ്മളുടെ ഓൾറെഡി മൈൻഡിലുള്ള കുറച്ച് കറന്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതിന്റെ കൂടെ കുറച്ചും കൂടി ഇൻപുട്ട് നമ്മൾ ആഡ് ചെയ്യും റിഗാർഡിങ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദാറ്റ് ലാംഗ്വേജ്. അതിനാണ് ഇൻപുട്ട് ഹൈപ്പോതെസിസ് എന്ന് പറയാം. നിങ്ങൾ ഓവർ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെഫിനിഷൻസ് ഒന്ന് പോയി ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ. ഓക്കെ, ആൻഡ് നമുക്ക് ഇന്ന് ടൂ മച്ച് ഡീപ് കോർ ലെവലിലോട്ട് പോകാൻ സമയം ഉണ്ടാവില്ല. സോ ഐ എം ലിസ്റ്റിംഗ് ഓൾ ദോസ് സ്റ്റേജസ്, ഓൾ ദോസ് തിയറീസ്. സോ പ്ലീസ് ഡു ലുക്ക് ഓൾ ദോസ്. ഓക്കെ. And next one is effective filter. Effective filter means motivation, confidence, low anxiety, aid acquisition. Effective filter is something that happens in our mind, in our psyche. അതായത് നമുക്ക് ഒരു കാര്യം ചലഞ്ചിങ് ആയിട്ട് നമുക്ക് എടുക്കണം എന്ന് തോന്നിയാൽ വിൽ ജസ്റ്റ് ലേൺ ഇറ്റ് വെരി നാച്ചുറലി. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ക്വിക്ക് പേസിൽ നമ്മൾ ലേൺ ചെയ്യും വെൻ ദ സിസ്റ്റം ഡിമാൻഡ്സ്. അപ്പൊ നമ്മളുടെ കോൺഫിഡൻസ്, നമ്മളുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലേ മോട്ടിവേഷൻ കിട്ടുന്നതും, നമ്മളുടെ കോൺഫിഡൻസ് റിഗാർഡിങ് ദാറ്റ് ഏരിയ, അതൊക്കെ നമ്മളുടെ ലാംഗ്വേജ് അക്വിസിഷനെ എഫക്ട് ചെയ്യും. ദാറ്റ് ഈസ് എഫക്റ്റീവ് ഫിൽറ്റർ. ഇറ്റ് എഫക്ട്സ് വാട്ട് ഓൾ കാറ്റഗറീസ് എഫക്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഫക്ട് ചെയ്യും നമ്മളുടെ ലാംഗ്വേജ് അക്വിസിഷൻ എന്നാണ് പറയുന്ന ഒരു തിയറിയാണ് എഫക്റ്റീവ് ഫിൽറ്റർ. ദെൻ കംസ് നാച്ചുറൽ ഓർഡർ. നാച്ചുറൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഗ്രാമർ സ്ട്രക്ചേഴ്സ് എക്വയർഡ് ഇൻ പ്രെഡിക്റ്റബിൾ സീക്വൻസ്. അപ്പൊ ഇവരൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഓക്കെ, ഇങ്ങനെയാണ്. ഇപ്പം നമ്മളോട് ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഹീ, സബ്ജക്റ്റ് വേണം, എന്നിട്ട് വേർബ് വേണം, എന്നിട്ട് ഒബ്ജക്റ്റ് വേണം. ഇങ്ങനെയാണ് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുക. അപ്പൊ നമ്മൾ സബ്ജക്റ്റ് ഇതൊക്കെ കോൺകോഡ് പഠിക്കും, സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് പഠിക്കും, ഗ്രാമർ റൂൾ, ഓരോ ടെൻസസ് പഠിക്കും, പ്രസന്റ്, പാസ്റ്റ്, ഇങ്ങനെ ഫ്യൂച്ചർ ടെൻസ്, ഇതൊക്കെ ഏതൊക്കെ ടെൻസസ്, ആർ, വാസ്, ഇതൊക്കെ എവിടെ യൂസ് ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. എനിബഡി സ്പീക്കിംഗ്? എനി ഡൗട്ട്? ഓക്കെ. സോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടിട്ട് നമുക്ക് നാച്ചുറലി വിൽ ഗ്രാബ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ മലയാളത്തിൽ നമ്മൾ അവൾ അത് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതായത് ഇത് ഫസ്റ്റ് സബ്ജക്റ്റ് യൂസ് ചെയ്യണം, പിന്നെ വേർബ് യൂസ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ മലയാളം ലാംഗ്വേജ്, നമ്മുടെ മദർ ടങ്ങിൽ നമ്മൾ അങ്ങനെ ഇരുന്ന് സബ്ജക്റ്റ് വേർബ്, ഇങ്ങനത്തെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ്, ഗ്രാമാറ്റിക്കൽ ഓർഡർ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. And similarly, when it comes to language learning of English, we do study all those things. പക്ഷെ നമ്മളൊരു സ്ഥലത്ത്, നമ്മളിപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ പെട്ടുപോയി, അപ്പൊ അവിടുത്തെ ചുറ്റുമുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ലാംഗ്വേജ് എക്വയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർ സംസാരിക്കുന്ന നാച്ചുറൽ ഓർഡർ അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യും. അങ്ങനെ എടുക്കുന്നതിനാണ് നാച്ചുറൽ ഓർഡർ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഗ്രാമർ സ്ട്രക്ചേഴ്സ് വി എക്വയർ ബേസ്ഡ് ഓൺ ദ പ്രെഡിക്റ്റബിൾ സീക്വൻസ്. ഇങ്ങനെയാണ് ബാക്കിയുള്ളവർ സംസാരിക്കുന്ന ഒരു പ്രെഡിക്റ്റബിൾ സീക്വൻസ് ഇങ്ങനെയാണ്. സോ വി ആർ ഫോളോയിങ് ദാറ്റ് എന്ന് പറഞ്ഞ് ഫോളോ ചെയ്യുക. അല്ലാതെ ഗ്രാമർ റൂൾ ബുക്ക് ഒന്നും ഫോളോ ചെയ്യുന്നതല്ല. നാച്ചുറൽ ഓർഡർ തിയറിയിൽ സ്റ്റീഫൻ ക്രാഷൻ അങ്ങനെയാ പറയുന്നത്. ഇനി മോണിറ്റർ ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ഗ്രാമർ എഡിറ്റ്സ് ഔട്ട്പുട്ട് ബട്ട് ഡസന്റ് എൻഷുർ ഫ്ലുവൻസി. നമ്മൾ ലാംഗ്വേജ് എക്വയർ ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പീരീഡിൽ നമ്മൾ ഫ്ലുവൻസിനെ വെരി കോൺഷ്യസ് ആയിട്ട് ഗ്രാമർ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഔട്ട്പുട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഗ്രാമർ ചേഞ്ചസ് അനുസരിച്ച് വിൽ ആഡ് ഓൺ ദാറ്റ്. നമ്മൾ എമെന്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് മോണിറ്റർ ഹൈപ്പോതെസിസ്. മോണിറ്റർ ഹൈപ്പോതെസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മോണിറ്ററിങ് ഓഫ് ദാറ്റ് ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ ഈ ഒരു കീ തിയറീസ് പ്ലീസ് ഡു റിമെമ്പർ. നിങ്ങൾ ഓവർ ഡീപ്പ് അനാലിസിസിലോട്ട് പോകണ്ട. മേക്ക് ഷുവർ ദാറ്റ് യു കീപ് ദിസ് ഇൻ യുവർ റിവിഷൻ നോട്ട്സ്. നിങ്ങൾ പെഡഗജി നോക്കുമ്പോൾ ദ ഫസ്റ്റ് ഏരിയ നോക്കുമ്പോൾ നമ്മളുടെ പാർട്ട് 3, അതായത് സബ്ജക്ട് സ്പെസിഫിക് ഏരിയയിൽ നോക്കുമ്പോൾ ഈ ലാംഗ്വേജ് അക്വിസിഷൻ വേഴ്സസ് ലാംഗ്വേജ് ലേണിംഗിൽ ഈ ഒരു ക്രാഷൻസ് ഹൈപ്പോതെസിസ് യു ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട് എന്ന് മേക്ക് ഷുവർ. ഓക്കെ, സോ നോam ചോംസ്കി ലിംഗ്വിസ്റ്റിക്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ never ever forget this name, Noam Chomsky. And he is the one who spoke about universal grammar.
ലാംഗ്വേജ് എക്വസിഷൻ ഇസ് ഇന്നേറ്റ്, നമ്മളുടെ ഉള്ളിൽ നടക്കുന്നതാണ്. അത് ഒരു പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആവും. ഹ്യൂമൻസ് ഹാവ് എ യൂണിവേഴ്സൽ ഗ്രാമർ എനേബിളിംഗ് ലേണിംഗ് സിസ്റ്റം ഇൻസൈഡ് ദം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നൊവാം ചോംസ്കി. ഇപ്പൊ യൂണിവേഴ്സൽ ഗ്രാമറിനെ പറ്റിയും ലാംഗ്വേജ് എക്വസിഷൻ ഇന്നേറ്റ് ആണെന്ന് പറഞ്ഞതും ആരാന്ന് ചോദിച്ചാൽ what you have to answer, it is നൊവാം ചോംസ്കി. ആൻഡ് നൊവാം ചോംസ്കിന്റെ ലിംഗ്വിസ്റ്റിക്സിലുള്ള കോൺട്രിബ്യൂഷൻസ് ഓൾസോ യു ഷുഡ് ബി ലുക്കിംഗ് ഫോർ. അപ്പൊ നൊവാം ചോംസ്കിന്റെ പേര് നെവർ ever forget. Okay, that's a point from my side. Next one, principles of language teaching. നമ്മൾ പെഡഗോജിന്റെ നെക്സ്റ്റ് ഏരിയ ആയിട്ട് വരുന്നതാണ് ലാംഗ്വേജ് ടീച്ചിങ്. നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ വേഴ്സസ് ലാംഗ്വേജ് ലേണിംഗ് പഠിച്ചു. അപ്പൊ ഇനി ലാംഗ്വേജ് എങ്ങനെ പഠിപ്പിക്കും കുട്ടികൾക്ക്. ഓക്കെ, ലാംഗ്വേജ് എങ്ങനെ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പിന് നമ്മൾ അവർക്ക് ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സ് ഈസി ആക്കി കൊടുക്കാൻ വേണ്ടി ലാംഗ്വേജ് ടീച്ചിങ്ങിലോട്ട് ഇൻവോൾവ് എന്നുള്ളത് നോക്കാം. സോ ഹിയർ ലാംഗ്വേജ് ടീച്ചിങ്, ഇത് വെരി ബേസിക് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ലാംഗ്വേജ് ടീച്ചിങ് ഇസ് ഫ്രം നോൺ ടു അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ടു കോംപ്ലെക്സ് ലെവലിൽ കൂടി നമ്മൾ ഓരോ സിമ്പിൾ ഫസ്റ്റ് നമ്മൾ ബേസിക് ലെവൽ കൊടുക്കും, പിന്നെ ഇന്റർമീഡിയറ്റ് ലെവൽ പോകും, പിന്നെ അഡ്വാൻസ്ഡ് ലെവൽ, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓരോ ഗ്രാമാറ്റിക്കൽ ഫോംസ്, ആക്റ്റീവ് പാസീവ് റിപ്പോർട്ടഡ് സ്പീച്ച്, ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയായിരിക്കും പറയാം, കോമ്പണൻസ് ആയിരിക്കും. വിൽ ഡിസ്കസ് റിഗാർഡിംഗ് ദ പാർട്സ് ഓഫ് സ്പീച്ച്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക പാർട്സ് ഓഫ് സ്പീച്ചിലൂടെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഗ്രാമാറ്റിക്കൽ പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാ, വേർബ്സ്, നൗൺസ്, adjectives, adverbs, pronouns, prepositions, conjunctions, ഇങ്ങനത്തെ പാർട്സ് ഓഫ് സ്പീച്ചസ് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ടീച്ച് ചെയ്യുക. ദെൻ വി മൂവ് ഓൺ ടു ദി അതർ ലെവൽസ്. നമ്മൾ പാസീവ് ക്വസ്റ്റ്യൻസ്, ഫ്രേസൽ വേർബ്സിലോട്ട് പോകും, ഇഡിയംസിലോട്ട് പോകും, ടാഗ് ക്വസ്റ്റ്യൻസിലോട്ട് പോകും. സോ വി ഇൻക്രീസ് if questions, if sentences, ഇതിലോട്ടൊക്കെ പോകും. സോ ഗ്രാമാറ്റിക്കലി നമ്മൾ അങ്ങനെ ഓരോ ലെവൽ കവർ ചെയ്തിട്ടായിരിക്കും പോവാ, ഫ്രം ബേസ് ടു ഇന്റർമീഡിയറ്റ് ടു അഡ്വാൻസ്ഡ്. ദെൻ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് അണ്ടർസ്റ്റാൻഡിങ്, ലേണർ സെന്റേർഡ് ആയിരിക്കും, ഇന്ററാക്റ്റീവ് ആയിരിക്കും, കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കും. ലാംഗ്വേജ് ഷുഡ് ബി കോണ്ടെക്സ്റ്റുവൽ, മീനിങ്ഫുൾ, ഫങ്ഷണൽ. ദീസ് ആർ ദ കാറ്റഗറീസ് വിത്ത് വിച്ച് ലാംഗ്വേജ് ഷുഡ് ബി ടോട്ട്. ഇൻ ലിസണിങ് നമ്മൾ മേജർ ആയിട്ടൊരു പ്രിൻസിപ്പിൾ കവറിംഗ് ഏരിയ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. ലാംഗ്വേജ് ടീച്ചിങ്ങിൽ നമ്മൾ ഫസ്റ്റ് കോഴ്സ് ഔട്ട്കം ആയിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ LSRW സ്കിൽസ് വാലുവേറ്റ് ചെയ്യും. വാട്ട് ആർ ദോസ് LSRW സ്കിൽസ്? LSRW സ്കിൽസ് എന്ന് പറഞ്ഞാൽ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ 4 ഏരിയാസിനായിരിക്കും ഫോക്കസ് കൊടുക്കുക. ലിസണിങ് ഇംപ്രൂവ് ചെയ്യും, സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യും, റീഡിംഗ് ഇംപ്രൂവ് ചെയ്യും, റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യും. ഈ 4 കാറ്റഗറീസ് ആയിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, ഇവരെ അസസ് ചെയ്യുക, ഇവരെ പഠിപ്പിക്കുക ആൻഡ് ഓൾസോ അസസ് ചെയ്യുക. ഈ ബേസിസിലായിരിക്കും നമ്മൾ എത്രത്തോളം ആ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിന് ലാംഗ്വേജ് ടീച്ചിങ് എഫക്റ്റീവ്ലി കിട്ടിയെന്ന് വിൽ ബി ഇവാലുവേറ്റിംഗ് റിഗാർഡിംഗ് LSRW skills. So please do remember that. ആൻഡ് സപ്പോർട്ടീവ് എറർ കറക്ഷൻ. ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ ദർ ആർ എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്, അവരെ അസസ് ചെയ്തിട്ട് ദർ ആർ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊരു മെത്തേഡ് എടുക്കുക, ഇറ്റ് ഇസ് റെമഡിയൽ ടീച്ചിങ്. റെമഡിയൽ ടീച്ചിങ് ഇസ് ബേസ്ഡ് ഓൺ ഏതൊക്കെ എറേഴ്സ് ആ ഗ്രൂപ്പിലുള്ളത്, എന്നിട്ട് അതിനെ കട്ട് ഓഫ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ ടാക്കിൾ ചെയ്ത് ടീച്ചിങ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട്, ലാംഗ്വേജ് കുട്ടികൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും എന്ന് നമ്മൾ എറർ ചെക്ക് ചെയ്തിട്ട് അതിനെ ടാക്കിൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെമഡിയൽ ടീച്ചിങ് എന്ന് പറയാം. സോ പ്ലീസ് ഡു റിമെമ്പർ ഓൾ ദോസ് പോയിന്റ്സ്. Okay, now I have listed some of the major methods of teaching English. നിങ്ങൾ കുറെ BEd ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു. നിങ്ങൾ ഈ ഒരു ഏരിയാസിലോടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് യു മൈറ്റ് ഹവ് ഗോൺ ത്രൂ, KTET നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ യു മൈറ്റ് ഹവ് ഗോൺ ത്രൂ ഓൾ ദീസ് തിങ്സ്. ആൻഡ് ഇതിന് കുറച്ചും കൂടി ഡെപ്തിൽ നിങ്ങൾ നോക്കണം. ഐ ഹവ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് മറക്കാതിരിക്കാൻ വേണ്ടി പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുള്ളതാണ്. കുറച്ചും കൂടി ഡെപ്തിൽ നിങ്ങൾ പഠിക്കുക ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് കാറ്റഗറിയിൽ വരുമ്പം. അതായത് ഗ്രാമർ ട്രാൻസ്ലേഷന്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാ, ഡയറക്റ്റ് മെത്തേഡിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ, ഓഡിയോ ലിംഗ്വലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ, അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കാം. ആൻഡ് ആസ് എ ക്വിക്ക് റൗണ്ട് അപ്പ് നമുക്ക് ഇത് ഈ ഒരു ടേബിൾ ബേസിസ്, ഒരു ടാബുലാർ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ആൻഡ് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിൽ നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ്, ദ വെരി ഓൾഡസ്റ്റ് മെത്തേഡായിട്ട് നമ്മൾ കാണുന്നത് ഏത് മെത്തേഡാവും? Which is the oldest classic method of teaching English?
ഏതാ? You have any doubt in between the class, please do drop it in the chat box. Okay, any further explanation വേണമെങ്കിലോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്യണമെങ്കിലോ പ്ലീസ് ഡു ഷൂട്ട് ഇറ്റ് ഔട്ട് ഇൻ ദ ചാറ്റ് ബോക്സ്. അതാവുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ജസ്റ്റ് ലൈക്ക് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് നമ്മൾ പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ കേട്ടിട്ട് ഇംഗ്ലീഷിനെയും ടാക്കിൾ ചെയ്യാൻ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് പോവാം. So that will be more easy. If you want any more explanation and all, please do comment. Okay. So first, അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ക്ലാസിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാ. ആസ് ദ നെയിം സ്റ്റാൻഡ്സ് ഫോർ. ഗ്രാമർ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പം ഒരു സെന്റൻസ് നമ്മളുടെ മദർ ടങ്ങിൽ കൊടുക്കും, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ എന്ന് പറയാ. റീഡിങ് ആൻഡ് ഗ്രാമർ റൂൾസ് ബേസ്ഡ് ഓൺ ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്തായിരിക്കും? കീ ഏരിയാസ് നമ്മളുടെ L1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ്. ഇപ്പൊ നമ്മൾ കേരളൈറ്റ്സ് ആകുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മലയാളമായിരിക്കും. അപ്പം ഈ കേരളൈറ്റിന് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ഫസ്റ്റ് മലയാളത്തിൽ ഒരു സെന്റൻസ് കൊടുക്കും. അവൻ കളിക്കുകയായിരുന്നു, അങ്ങനെയുള്ളത് വെച്ച് എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാ പ്രൊഡ്യൂസ് ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു മലയാളം അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് പറഞ്ഞിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്, പക്ഷെ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എക്സാക്ട് വേർഡിന്റെ നേരെ ട്രാൻസ്ലേഷനിലോട്ട് നമ്മളെ മൈൻഡ് പോവും. ദാറ്റ് ഈസ് റോങ് ബിക്കോസ് മലയാളവും ഇംഗ്ലീഷും തമ്മിൽ വെരി ഹ്യൂജ് ഡിഫറൻസസ് ആർ ദെയർ റിഗാർഡിംഗ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ. മലയാളത്തിലുള്ള ഒരു ഗ്രാമർ സ്ട്രക്ചർ അല്ല ഇംഗ്ലീഷിൽ ഫോളോ ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ കുറച്ചും കൂടി റിജിഡ് ആയിട്ടുള്ള ഗ്രാമർ സ്ട്രക്ചറാ, കുറച്ചുകൂടി സ്പെസിഫിക് ആണ്, കുറച്ചും കൂടി ടൈറ്റ്, കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഗ്രാമർ കുറച്ച് പ്രശ്നം വരുന്നത്. അപ്പൊ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ലാംഗ്വേജ് പ്ലസ് ദ ലാംഗ്വേജ് ദാറ്റ് വിൽ ബി സ്റ്റഡിങ്, ഇത് രണ്ടും കമ്പൈൻ ആയിട്ട് യൂസ് ചെയ്യും. L1 ആൻഡ് L2 ഒരുമിച്ച് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നതിനാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയാം. ആൻഡ് ഹിയർ നെഗ്ലെക്ട്സ് ഓറൽ സ്കിൽസ്. ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെഗ്ലെക്റ്റിംഗ് ഓറൽ സ്കിൽസ്. നമ്മൾ ജസ്റ്റ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാൻ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ അതിൽ ബെറ്റർ ആവാൻ ഹെൽപ്പ് ചെയ്യില്ല. അത് ഇപ്പം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോഴത്തെ നമ്മളുടെ ഇംഗ്ലീഷ് നമ്മൾ സ്കൂളിൽ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ളത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ് പണ്ട് മുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ വി വോണ്ട് ഹാവ് ദാറ്റ് ഫ്ലുവൻസി, വി വോണ്ട് ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ടു സ്പീക്ക്. ബിക്കോസ് നമ്മളുടെ മൈൻഡ് കോൺസ്റ്റന്റ്ലി നമ്മളുടെ മലയാളത്തിൽ ആലോചിക്കും, എന്നിട്ടായിരിക്കും അതിനെ ഇംഗ്ലീഷിലോട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും. ഓരോ വേർഡും കറക്റ്റ് ആണോ നോക്കിയിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ ഗ്രാമർ തെറ്റും. എക്സാക്ട് ട്രാൻസ്ലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഗ്രാമർ തെറ്റും. ആൻഡ് അത് സ്പീക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വോണ്ട് ബി ആസ് perfect as it is. So regarding that, a grammar translation method, please do remember it is oldest method. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കുക. Please do go for a deep analysis of these methods. Okay, I can only list it out and നമ്മളുടെ ടൈം ലിമിറ്റേഷനിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകരുത് when you are preparing for the KTET. ഇനി നെക്സ്റ്റ് വന്നത് ഡിറക്റ്റ് മെത്തേഡ്. As the name suggests, it is about oral communication. No L1 will be there. Direct, ഏതാണോ ലാംഗ്വേജ് പഠിക്കുന്നത് ആ ലാംഗ്വേജിൽ മാത്രം സംസാരിക്കാം. നമ്മൾ ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നതെങ്കിൽ ടീച്ചർ വിൽ ബി സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, സ്റ്റുഡൻസ് were also asked to speak in English. Only interaction based on the L2, അതായത് സെക്കൻഡ് ലാംഗ്വേജോ ഏത് ലാംഗ്വേജ് ആണോ നമ്മൾ എക്വയർ ചെയ്യേണ്ടത് അതിന്റെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും റിഗാർഡിംഗ് direct മെത്തേഡിൽ വരിക. ദ വോണ്ട് ബി ആൻ ഇന്റർഫിയറൻസ് ഓഫ് L1 ലാംഗ്വേജ് നമ്മൾ അവിടെ യൂസ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് കംസ് ഹിയർ ഡയറക്റ്റ് മെത്തേഡിൽ ടീച്ചർ സ്കില്ല് ആവശ്യമുണ്ട്. ഇവിടെ ലിമിറ്റേഷൻ എന്തെന്ന് വെച്ചാൽ ആ ഒരു പഠിപ്പിക്കുന്ന ടീച്ചർ എക്സെപ്ഷണലി ഗുഡ് ആയിരിക്കണം ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ.
ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഡയറക്റ്റ് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താന്ന് കുട്ടികൾക്ക് കിട്ടാനുള്ളൊരു ലിമിറ്റേഷൻ കൂടി അവിടെ ഉണ്ടാവും, ബിക്കോസ് ദാറ്റ് ഈസ് എ ന്യൂ ലാംഗ്വേജ് ഫോർ ദം. സോ പ്ലീസ് ഡു റിമെമ്പർ ഓൾ ദോസ് തിങ്സ്. ഇത് നമുക്ക് കോമൺ സെൻസ് വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ഒക്കെ ഈസിലി എഴുതാൻ പറ്റും. കുറച്ച് ബേസിക് ടേംസ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഈ മെത്തേഡിന്റെ പേരുകൾ നോക്കി വെക്കുക. അതേപോലെ ക്രാഷൻസ് മോഡലിലുള്ള പേരുകൾ, മോണിറ്റർ, ഹൈപ്പോതെസിസ്, എഫക്റ്റീവ് ഫിൽട്ടർ, ഇങ്ങനത്തെ കുറച്ച് പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ചിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഓഡിയോ ലിങ്ക്വൽ എന്ന് പറഞ്ഞാല് റെപ്പറ്റേഷൻ ഓഫ് ഓൾ ദീസ് ഓഡിയോ ബേസ്ഡ് ഡ്രിൽസ് ഉണ്ടാവും, ഹാബിറ്റ് ഫോർമേഷൻ ഉണ്ടാവും, ഡെയിലി ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. Okay, you want to get the Krashen slide once more? Okay, sure. Okay, so this is the Krashen's hypothesis. Idinte oru key theories onnu please do remember all those things. Acquisition versus learning major differences നോക്കുക. Please do remember ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. Okay, okay, Farsan. Fine. If you have any doubts and all, please clear it now and go. Okay. And I'm not going too deep because എനിക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നിട്ട് I have to wind up. And grammar translation method, direct method, audio lingual method, then goes structural approach. Audio lingual method is too much mechanical ആയിരിക്കും. നമ്മൾ കോൺസ്റ്റന്റ്ലി കുട്ടികൾക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ട് കേട്ടിട്ട് അവരോട് റെപ്പിറ്റീഷൻ, നമ്മളൊരു ഇത് പറയും, അത് അവർ ഇമിറ്റേറ്റ് ചെയ്യണം, എന്നിട്ട് റെപ്പിറ്റേഷണൽ ഡ്രിൽസിലൂടെയാണ് നമ്മളിത് പാസ് ഓൺ ചെയ്യുക. ടീച്ചർ ഒരു കാര്യം പറയും, അത് കുട്ടി റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് റെപ്പിറ്റേഷനിലൂടെ പഠിച്ചു പോകുന്നതാണ് വാട്ട് ഇറ്റ് ഈസ് ഓഡിയോ ലിങ്ക്വൽ. അവിടെ ഈ ലാംഗ്വേജ് ലേണേഴ്സിന് ലെസ് എന്താ പറയാ, അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് തീരെ ചാൻസ് ഉണ്ടാവില്ല. ടീച്ചർ എന്താണോ പറയുന്നത് അതിന്റെ എക്സാക്ട് അവർ കോപ്പി പേസ്റ്റ് പോലെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന റെപ്പിറ്റേഷൻ പോലെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഭയങ്കര മെക്കാനിക്കൽ ആയിരിക്കും, നമ്മൾ ഭയങ്കര റോബോട്ടിക് ആയിപ്പോവും. വി ഡോണ്ട് ഹാവ് എ ചാൻസ്. അതായത് കുട്ടികൾക്ക് when you are giving lessons through audio lingual method, it will be very mechanic, repetition based ആയിരിക്കും, mechanical ആയിരിക്കും. So please do remember these points. Next, it is structural approach, mastery of sentence patterns. നമ്മൾ sentence, subject, verb, ഇങ്ങനെയുള്ള ഓരോ പാറ്റേൺസ് വെച്ചിട്ട്, പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ലിമിറ്റഡ്, അതായത് ഗ്രമാറ്റിക്കൽ റൂൾസ് വെച്ചിട്ട് മാത്രം ലിമിറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നതിനെയാണ് സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയാം. ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ, നോട്ട് ദ സെമാൻറ്റിക് സൈഡ്. അപ്പൊ സ്ട്രക്ചർ നോക്കുമ്പോൾ നമ്മൾ മീനിങ് സൈഡ് ഒന്നും നോക്കില്ല, സ്ട്രക്ചർ മാത്രമായിട്ട് നോക്കി പോകും. അപ്പൊ അവിടെ വൊക്കാബുലറി ഇതിന്റെയൊക്കെ ഡെവലപ്മെന്റ് കുറയും. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് കോണ്ടെക്സ്റ്റ് ആയിരിക്കും സ്ട്രക്ചറൽ അപ്രോച്ചിൽ. ദെൻ ദർ ഈസ് ഓൾസോ കമ്മ്യൂണിക്കേറ്റീവ് CBL, കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. അവിടെ നമ്മൾ കുറച്ചും കൂടി ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ രീതിയിൽ സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ട് ഡെവലപ്മെന്റ് ചെയ്യുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയാം. And it is CLT, okay, communicative language training or language teaching. Real life communication, അതായത് റിയൽ ലൈഫ് ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറ്റി സംസാരിച്ച് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് കൊടുക്കും. ഇഫ് യു ആർ ടു മീറ്റ് ദിസ് പേഴ്സൺ, ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ, ഡെയിലി ലൈഫിലുള്ള ഒരു ടെലിഫോൺ കോൺവെർസേഷൻ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളോട് ചെയ്യാൻ പറയാം. അങ്ങനെ റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷൻ ബേസിൽ കമ്മ്യൂണിക്കേഷൻ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ട്രെയിനിങ് എന്ന് പറയാം. ആൻഡ് ഇവിടെ ഫ്ലുവൻസിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് റാദർ ദാൻ ദാറ്റ് ഓഫ് സ്ട്രക്ചർ. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലുവൻസി ഓഫ് ദാറ്റ് സ്റ്റുഡൻറ് വിൽ ബി ഫോക്കസ് റാദർ ദാൻ ദ സ്ട്രക്ചർ, ഗ്രാമാറ്റിക്കൽ സ്ട്രിക്റ്റ് റൂൾസിനെക്കാളും കൂടുതൽ ഫോക്കസ് വരാം. ആൻഡ് ഹിയർ ഇറ്റ് നീഡ്സ് interaction from rich environment. Okay, interaction rich ആയിട്ടുള്ള rich environment കിട്ടണം. ആ ഒരു ഇന്ററാക്ഷനിൽ ഒത്തന്റിസിറ്റി വേണം. ആൻഡ് ഓൾസോ ഗ്രാമാറ്റിക്കൽ റൂൾസ് ചിലപ്പോൾ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ മാത്രം നോക്കുമ്പോൾ ആ ഒരു റൂൾസ് പഠിക്കാതെ പോകുമ്പോൾ ഉള്ള പ്രോബ്ലം ഓൾസോ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ദർ. ദെൻ ഗോസ് ബൈലിംഗ്വൽ മെത്തേഡ്. രണ്ട് ലാംഗ്വേജും യൂസ് ചെയ്യും, പക്ഷെ L1 ലാംഗ്വേജ് കുറച്ചായിരിക്കും യൂസ് ചെയ്യാം.
ആൻഡ് സിമിലർ ബൈലിംഗ്വൽ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് അല്ലെ, രണ്ട് ലാംഗ്വേജ്. സോ ബൈലിംഗ്വൽ മെത്തേഡിൽ നമ്മൾ രണ്ട് ലാംഗ്വേജും യൂസ് ചെയ്യും, ബട്ട് വിൽ ബി യൂസിങ് ദ ഫോറിൻ ലാംഗ്വേജ് മോർ. നമ്മൾ പഠിക്കേണ്ട ലാംഗ്വേജ് അതെ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ബേസ്ഡ് ടീച്ചിങ് എന്നും പറയും, CB എന്ന് പറയും, CLT എന്നും പറയും. ഓക്കെ, communication based and communicative language teaching. Next goes bilingual method. Bilingual method എന്ന് പറഞ്ഞാൽ രണ്ട് ലാംഗ്വേജും യൂസ് ചെയ്യും. Please do remember the name. Next goes SOS approach. SOS approach ഉണ്ട്, communicative language teaching, bilingual method. ഇതിനൊക്കെ ശേഷമുള്ളത് SOS approach ആണ്. SOS approachന്റെ questions കുറെ ആയിട്ട് കാണാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. So please focus on that. അതായത് സ്ട്രക്ചർ, നമ്മൾ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ പഠിക്കുന്നു, ഓറലി അതിനെ എക്സ്പ്ലെയിൻ, കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ട് ഓറലി നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുന്നു, എന്നിട്ട് സിറ്റുവേഷൻ ബേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ഫോക്കസ് ഓൺ ഫങ്ഷണൽ ഓറൽ കോമ്പിറ്റൻസ്. അപ്പൊ നമ്മൾ അവിടെ സ്ട്രക്ചർ നോക്കും, നമ്മുടെ ഫ്ലുവൻസി നോക്കും, സിറ്റുവേഷൻ അനുസരിച്ചുള്ള മീനിങ്സ് നോക്കും. അപ്പൊ സ്ട്രക്ചർ, ഫ്ലുവൻസി, മീനിങ്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇന്റർ കണക്റ്റഡ് ആയിട്ട് പഠിക്കും SOSൽ. SOSന്റെ ഫുൾ ഫോം എന്താ? സ്ട്രക്ചർ, ഓറൽ, സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള ഒരു സൈക്ലിക് സ്റ്റഡിക്കാണ് നമ്മൾ SOS അപ്രോച്ച് എന്ന് പറയാ. ഹിയർ ഫങ്ഷണൽ, നമ്മൾ ഇങ്ങനെ കുറെ തിയറീസ് പഠിച്ച് നമ്മൾ നോളജ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ ഫങ്ഷണൽ കോമ്പിറ്റൻസ് ആണ്, ഇതിന്റെ പ്രാക്ടിക്കൽ ഓറൽ കോമ്പിറ്റൻസ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് ഫോക്കസ് ഓൺ ഫങ്ഷണൽ ഓറൽ കോമ്പിറ്റൻസ് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കി വെക്കുക. മോർ ദാൻ ദാറ്റ് ഈ സ്ട്രക്ചർ, ഓറൽ, സിറ്റുവേഷൻ, ഈ മൂന്ന് വേർഡ്സ് പ്ലീസ് ഡു റിമെമ്പർ. ഓക്കെ, SOS approach. Next is activity based process oriented learning. Activity based learning എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവും. ആക്ടിവിറ്റീസ് ആയിരിക്കും യൂസ് ചെയ്യുക, ഗെയിംസ് ഉണ്ടാവും, റോൾ പ്ലേസ് ഉണ്ടാവും, ഇങ്ങനത്തെ സ്കിറ്റ്സ് പെർഫോം ചെയ്യാൻ കൊടുക്കും, പ്രോജക്ട്സ് ഉണ്ടാവും. ഇത് അവർക്ക് കുറച്ചും കൂടി എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യും രാദർ ദാൻ ആ ബോറിംഗ് സ്റ്റഡി ഓഫ് ഗ്രാമർ. നമ്മൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ നമ്മൾ ഗ്രാമർ ആയിരിക്കും പഠിക്കുക, കംപ്ലീറ്റ്, വാട്ട് ഈസ് ദിസ്, ആക്റ്റീവ് സ്പീച്ച്, ഇതിൻ്റെയൊക്കെ ഭയങ്കര തിയോറിറ്റിക്കൽ ആയിരിക്കും നമ്മൾ പഠിക്കാം. ഇവിടെ കുറച്ചും കൂടി നമ്മളുടെ എൻഗേജ്മെന്റ് കൂട്ടും. ഇപ്പൊ നമ്മൾ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് ഒക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സ്റ്റുഡൻസ് ആക്കിയിട്ട് മാറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ബെറ്റർ. ഈ ഗെയിംസിലൂടെ പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി മോർ എൻഗേജിങ്. അപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റ് കുറച്ചുകൂടി കയറും. നോട്ട് ഡെൽവിങ് ടു മച്ച് ഡീപ്പ്, ഇതിനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് വെരി ഈസി. ദെൻ ഗോസ് പ്രോസസ് അപ്രോച്ച് ടു റൈറ്റിംഗ്. അപ്പൊ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ okay, approach to writing stages: pre-writing, drafting, revising, editing, publishing. Focus on ideas, speed feedback, self-editing. Okay, this is how we make sure that we learn something from the language. നമ്മൾ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ട് പഠിച്ചു, അതിനെ എങ്ങനെ നമ്മൾ റൈറ്റിങ്ങിലോട്ട് കൊണ്ടുവരുന്നു. വാട്ട് എവർ വി ഹാവ് സ്റ്റഡീഡ് റിഗാർഡിംഗ് ദ ലാംഗ്വേജ് ടീച്ചിങ്ങിന് ശേഷം കുട്ടികൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു ഇൻ റിഗാർഡ്സ് ഓഫ് റൈറ്റിംഗ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ട് LSRW സ്കിൽസിൽ അതിൽ റൈറ്റിംഗ് സ്കിൽസ് എങ്ങനെ നമ്മൾ വാലുവേറ്റ് ചെയ്യുക. അതിൽ പ്രീ റൈറ്റിംഗ് ഉണ്ടാവും, ഡ്രാഫ്റ്റിംഗ് ഉണ്ടാവും, റിവൈസിംഗ് ഉണ്ടാവും, എഡിറ്റിംഗ് ഉണ്ടാവും, പബ്ലിഷിംഗ് ഉണ്ടാവും, ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ ഐഡിയാസ്, peer feedback and self-editing. Next, learner autonomy. Learner autonomy, I have pointed out in the previous year questions. Learner autonomy എന്ന് പറഞ്ഞാൽ autonomy എന്താ? Autonomy means the single rule, a self rule ആണ്. അവിടെ ഒറ്റ ഒരു ruler ആയിരിക്കും ഉണ്ടാവും. Autonomy, that learner autonomy, the authority will be given to the learner. Authority ആയിരിക്കും, ടീച്ചറിനാണോ? അല്ല, ലേണറിനായിരിക്കും അവിടെ അതോറിറ്റി ഉണ്ടാവുക. ലേണർ ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ ലേണേഴ്സ് പ്ലാൻ, മോണിറ്റർ, ഇവാലുവേറ്റ് ഓൺ ലേണിംഗ്. നമ്മൾ തന്നെ നമ്മളുടെ ലേണിംഗ് ഇവാലുവേറ്റ് ചെയ്ത് എന്തൊക്കെയാ ചേഞ്ചസ് വരുത്തേണ്ടതെന്ന് പഠിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടീച്ചേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഒരു ബൂസ്റ്റിംഗ് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ ടീച്ചേഴ്സ് ഉണ്ടാവും. ഒരു മെന്റർഷിപ്പ് പോലെ ടീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ നമ്മളായിരിക്കും ഹോൾ തിങ് ഇവാലുവേറ്റ് ചെയ്യാം. അതായത് നമുക്കൊരു പേഴ്സണൽ
എപ്പോഴും ഡൗട്ട് ക്ലിയർ ചെയ്ത് അങ്ങനെയൊന്നും ടീച്ചേഴ്സ് ഉണ്ടാവില്ല. നമ്മളൊക്കെ ചെയ്ത് നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് പേഴ്സണലി എന്തെങ്കിലും ചെയ്യേണ്ടിരുന്ന ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് മാത്രം ടീച്ചേഴ്സ് ഉണ്ടാവും. ഇവിടെ മോർ ദാൻ ടീച്ചർ, ഇപ്പൊ നമ്മളൊരു ക്ലാസ് സ്ട്രക്ചറിലോട്ട് നോക്കുകയാണെങ്കിൽ, കോളേജോ അല്ലെങ്കിൽ സ്കൂളിലോ ക്ലാസ്സസ് നോക്കുകയാണെങ്കിൽ അവരുടെ ടീച്ചർ എല്ലാം പറഞ്ഞു കൊടുക്കും, കുട്ടികൾ അത് എഴുതി വീട്ടിൽ പോകും, ഹോംവർക്കുമായിട്ട് തിരിച്ചു വരും, ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യും. അവിടെ ടീച്ചർ ഓട്ടോണമി അല്ലേ. ബട്ട് ലേണർ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക, ടീച്ചേഴ്സ് ഗൈഡ്സ് വെറും മെന്റേഴ്സ് ആയിട്ട് മാത്രം നിൽക്കുക, ഫുൾ അതോറിറ്റി ലേണേഴ്സിന് കൊടുക്കുക. അവരെന്നെ ഇവാലുവേറ്റ് ചെയ്ത്, അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കുറച്ച് ടാസ്ക് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതിനെയാണ് ലേണർ ഓട്ടോണമി എന്ന് പറയുക. ഇവിടെ ഇൻഡിപെൻഡന്റ് തിങ്കിങ് ആൻഡ് ലൈഫ് ലേണിംഗ് ഇത് കുറച്ചും കൂടി അവർക്ക് ഈസിലി അവരെ തന്നെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ലേണർ ഓട്ടോണമിന്റെ മീനിങ് മാത്രം നോക്കി വെക്കുക. ദാറ്റ് ഈസ് ദ ലേണർ വിൽ ബി അറ്റ് ദി അതോറിറ്റി. ഇനി ടീച്ചിങ് പ്രോസ്, പോയിട്രി, ഡ്രാമ ഈ കാറ്റഗറി നോക്കുകയാണെങ്കിൽ, പ്രോസ് പഠിപ്പിക്കുമ്പോൾ, പോയിട്രി പഠിപ്പിക്കുമ്പോൾ, ഡ്രാമ പഠിപ്പിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ദീസ് ആർ നോട്ട്, ഐ എം ജസ്റ്റ് ബ്രഷിംഗ് അപ്പ് തിങ്സ്. സോ നിങ്ങൾ ഈ ഒരു കാര്യം നോക്കുക. അതായത് ഒരു പ്രോസ് പീസ് ആണ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതെങ്കിൽ, ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഇപ്പം ഒരു 8, 9, 10 ക്ലാസ്സിലൊക്കെ നമ്മൾ പ്രോസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് ഫോക്കസ് ചെയ്യുക. അപ്പം നമ്മൾ ഫസ്റ്റ് റീഡിങ് കോംപ്രിഹെൻഷൻ, ആ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ കുട്ടികൾ കോംപ്രിഹെൻഡ് ചെയ്തോ, അണ്ടർസ്റ്റാൻഡ് ചെയ്തോ, ലൈൻ ബൈ ലൈൻ അവർക്ക് പെർസെപ്ഷൻ കിട്ടിയോ റിഗാർഡിങ് വാട്ട് ദാറ്റ് ലൈൻ മീൻസ്. ഒരു പ്രോസിലുള്ള, ഒരു സ്റ്റോറിയിലുള്ള ലൈൻ ആ കുട്ടിക്ക് ഈസിലി മനസ്സിലാവുന്നുണ്ടോ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. So പ്രോസിലെ major one is comprehension. Then comes vocabulary. Then goes critical thinking and inference. Critical thinking and inference എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം, എങ്ങനെ ബേസ്ഡ് ഓൺ ദ കാറ്റഗറീസ് ആ പ്രോസ് എങ്ങനെയാണോ, ഏതൊക്കെ കാര്യങ്ങളാണ് അത് എക്സ്പ്ലിസിറ്റ്ലി പ്രസന്റ് ചെയ്യുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് കുട്ടിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുക. കോംപ്രിഹെൻഷൻ ഇസ് ദ മേജർ തിങ്. വൊക്കാബുലറി ആണ് നെക്സ്റ്റ്. ഐ തിങ്ക് ദീസ് ആർ ഓൾ സിമ്പിൾ ഫോർ യു. നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ ഒരു കോമൺ സെൻസ് വെച്ച് യൂസ് ചെയ്താൽ മതി. പോയിട്രിയിലോട്ട് വരുമ്പോൾ അവിടെ മെട്രിക് ഉണ്ടാവും, ഇമേജറീസ് ഉണ്ടാവും, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ടാവും, അതായത് അലിട്രേഷൻ, പെർസോണിഫിക്കേഷൻ, ഹൈപ്പർബോലെ, സിമിലി, മെറ്റഫർ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ. മെറ്റഫർ ഈ ഏതൊക്കെ എന്താ, സിമിലി, ലൈക്ക്, കമ്പാരിസൺസ് ആണ് സിമിലിയും മെറ്റഫറും. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ പേഴ്സൺ ആയിട്ടുള്ള തിങ്ങിനെ നമ്മൾ ഒരു ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുന്നതിനാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയാം. അങ്ങനെ ഹൈപ്പർബോലെ, ഓവർ എക്സാജറേഷൻ ആൻഡ് സിനെക്ഡൊക്കെ, മെറ്റോണമി, ഇങ്ങനത്തെ കുറച്ച് പോയിട്രിക് എലമെന്റ്സ് ഇല്ലേ, പോയിട്രി ഡിവൈസസ് ഇല്ലേ, ഇതിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോയിട്രി പഠിപ്പിക്കുക. പ്രോസിൽ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ഓൺ വൊക്കാബുലറി, ആ ഒരു ലൈൻ എങ്ങനെ കുട്ടികൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ഇങ്ങനെയായിരിക്കും പ്രോസ് നമ്മൾ പഠിപ്പിക്കുക. പക്ഷെ പോയിട്രി റിഗാർഡിംഗ് ആയിട്ട് നമ്മൾ റിതം നോക്കും, മെട്രിക്കൽ സ്ട്രക്ചർ നോക്കും, റൈം സ്കീം നോക്കും, സൗണ്ട് ഡിവൈസസ് നോക്കും, എന്തൊക്കെ ഇമേജറീസ് ഉണ്ട്, വിഷ്വൽ ഇമേജറീസ് ഉണ്ട്, ഓഡിറ്ററി ഇമേജസ് ഉണ്ട്, ഈ ഇമേജറീസ് ഒക്കെ നോക്കും. Then tone of the poem, aesthetic appreciation, critical appreciation of the poem നോക്കും, figures of speech like metaphor, simile, ഇതൊക്കെ നമ്മൾ evaluate ചെയ്യും. Then when it comes to drama, ഡ്രാമയിലോട്ട് വരുമ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുക? when we are teaching drama to the students, we focus on the dialogues. Okay, dialogues focus ചെയ്യും, characters focus ചെയ്യും, character play focus ചെയ്യും, and also the plot line. Plot and story are different. Story is the context, plot is how it has been presented. Okay, അപ്പോൾ പ്ലോട്ടിനെയും സ്റ്റോറിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഡയലോഗ്സ് ഫോക്കസ് ചെയ്യും, ക്യാരക്ടേഴ്സ് ഫോക്കസ് ചെയ്യും, റോൾ പ്ലേ, എക്സ്പ്രഷൻ, ജെസ്റ്റേഴ്സ്, സ്പീക്കിംഗ് സ്കിൽസ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡ്രാമ. ആൻഡ് ഓൾസോ ഡ്രമാറ്റിക് കാറ്റഗറീസ് നമ്മൾ നോക്കും. ഡ്രാമയിൽ എങ്ങനെയാണ് ക്ലൈമാക്സ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്, പ്ലോട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യും. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ബേസിക് ഫോർ യു. നെക്സ്റ്റ്, സർട്ടൻ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. കുറച്ച് ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ നമുക്ക് നോക്കാം. പ്ലീസ് ഡു റിമെമ്പർ ദീസ് നെയിംസ്. ഇതിന് എക്സ്പ്ലനേഷൻസ് അല്ല, ഐ ഗിവ് യു വാട്ട് ദ ഡെഫിനിഷൻസ് ആർ. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു കാര്യം വായിച്ചിട്ട് അതിനെ ഡീകോഡ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുക. ഡിസ്ലെക്സിയ, സോ പ്ലീസ് റിമെമ്പർ, ഡിസ്ലെക്സിയ ഇസ് ദ റീഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഡിഫിക്കൽട്ടി. ഇറ്റ് ഈസ് ദ inability to read something and understand what it means. അതിനെ ഡീകോഡ് ചെയ്യാൻ.
ഒരു പോയട്രിയിലത്തെ ഒരു ലൈൻ വായിച്ച് അതിനെ ഡീകോഡ് ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് ഫൈൻഡ് ചെയ്യുന്നത്, അതിനെ ഡിസ്ലെക്സിക് എന്ന് നമുക്ക് പറയാം. ബട്ട് ഡിസ്ലെക്സിക് ഇസ് എ ബിറ്റ് മോർ ഓഫ് എ കുറച്ചും കൂടി ഹയർ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഡിസ്ലെക്സിയ. നമുക്ക് വായിച്ചിട്ട് ഒന്നും അതിനെ ഡീകോഡ് ചെയ്യാനും വായിച്ചിട്ട് മനസ്സിലാക്കാനും പറ്റാത്തൊരു കണ്ടീഷനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയാ. സോ പ്ലീസ് റിമെമ്പർ ഡിസ്ലെക്സിയ. പിന്നെ വേറെ കുറെ കാറ്റഗറീസ് ഉണ്ട്. മേജർ ഡിസോർഡേഴ്സ് ഉണ്ട്, സ്റ്റട്ടറിങ്, നമുക്ക് സ്റ്റാമറിങ് വരുന്നത്, അതൊക്കെ യു ഹാവ് ടു റിമെമ്പർ. ഞാൻ കുറച്ച് കാറ്റഗറീസ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. യു ഹാവ് ടു ഗോ ബിയോണ്ട് ദാറ്റ്. ഓക്കെ, എഫേഷ്യ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ റിമെമ്പർ ചെയ്യാം. ഡിസ്ലെക്സിയ, റീഡിംഗ് ആൻഡ് ഡിക്കോഡിംഗ് ഡിഫിക്കൽട്ടീസ്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ്. നേരത്തെ നമ്മൾ റീഡിംഗ് പറഞ്ഞ പോലെ റൈറ്റിങ്ങിലുള്ള ഡിഫിക്കൽട്ടി വരുന്നതിനാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയാ. പെർഫെക്റ്റ് റൈറ്റിംഗ് ആർട്ടിക്കുലേഷന് പ്രശ്നം വരുന്നതിനാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയാ. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ പ്രോസസ്സിംഗ് ഡിഫിക്കൽട്ടി. നമ്മൾ മാത്സിൽ കുറേ നമ്പേഴ്സ് ഒക്കെ കണ്ടിട്ട് പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ മൈൻഡ് ഔട്ട് ആയിരിക്കുന്ന സിറ്റുവേഷനിലെ, അതപ്പം തീരെ ന്യൂമറിക്കൽ പ്രസൻസ് നമ്മളെ കംപ്ലീറ്റ്ലി മൈൻഡ് ഔട്ട് ആക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഡിസ്കാൽക്കുലിയ. പക്ഷെ നമ്മൾ ഫൺ ആക്കിയിട്ട് പറയുന്ന ആ ഒരു കാര്യമല്ല, അത് കുറച്ചും കൂടി ഒരു കണ്ടീഷൻ ആണ്. ഇറ്റ്സ് മോർ ഓഫ് എ ഡിസോർഡർ. ഓക്കെ, ഒരു ഡിസോർഡർ ആണ്. ദെൻ ADHD. ADHD ഇപ്പം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. നമുക്ക് സോഷ്യൽ മീഡിയ ഇതിലൊക്കെ ADHDനെ പറ്റി ഇപ്പം കുറെ പേര് സംസാരിക്കുന്നത് നിങ്ങൾ കാണാറുണ്ട്. ADHD എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അറ്റൻഷൻ ഡെഫിസിറ്റ്. നമുക്ക് ഒരു ഇന്നൊരു ടൈം സ്പാനിന് പുറമെ നമുക്ക് അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു സെറ്റ് ഓഫ് നമ്മളുടെ അടുത്ത് ഒരു എസ്സേ വായിക്കാൻ പറഞ്ഞാൽ നമുക്ക് മേ ബി ഫസ്റ്റ് 2 ലൈൻസ് വായിക്കാൻ പറ്റുന്നുണ്ടോ, പിന്നെ താഴോട്ടേക്ക് നമുക്ക് വായിക്കാൻ പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഇറ്റ് വോണ്ട് ബി ഗിവിംഗ് അസ് ഫോക്കസും അറ്റൻഷനും നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഹൈപ്പർ ആക്ടിവിറ്റി, എസ്പെഷ്യലി ADHD നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഇറ്റ് ഇസ് വെരി ക്ലോസ്ലി കണക്റ്റഡ്. ബിക്കോസ് നമ്മൾ റീൽസ്, സോഷ്യൽ മീഡിയ റീൽസ് ഒക്കെ നമുക്ക് വെരി അറ്റൻഷൻ സ്പാൻ, ടൈം സ്പാൻ ഇസ് വെരി ഷോർട്ട് അല്ലെ. റീൽസ് ഒക്കെ 30 സെക്കൻഡ്സ്. അപ്പൊ നമ്മുടെ മൈൻഡ് ഓൾറെഡി സെറ്റ് ചെയ്തു. ഇറ്റ് ഈസ് ബീൻ കോഷ്യസ്ലി ഡീഫോൾട്ട് ഒരു സെറ്റിംഗ് വെക്കുകയാണ്. 30 സെക്കൻഡ്സ് ഉള്ള കാര്യം നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ബിയോണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈസിലി കിട്ടില്ല. ഇങ്ങനെ നമ്മളെ മൈൻഡ്, നമുക്ക് മൈൻഡിന് എന്താണോ നമ്മൾ ഫീഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള അത് റിയാക്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഏതൊക്കെ ഫുഡാണോ നമ്മൾ കഴിക്കുന്നത് അതിനനുസരിച്ചുള്ള എനർജി അല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ നമ്മളുടെ മൈൻഡിന് എന്താണോ ഫീഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ആ മൈൻഡിനെ പെർഫോമൻസിന് വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റീൽസ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം കണ്ട് നമ്മുടെ മൈൻഡ് വിൽ ബി അഡ്ജസ്റ്റിംഗ് ടു ദാറ്റ്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടെക്സ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. നമ്മൾ ഈ സോഷ്യൽ മീഡിയ റീൽസ് ഒക്കെ പറഞ്ഞത് അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡീപ്പർ ലെവൽ, ഒരു ഹയർ ലെവൽ കണ്ടീഷൻ ആണ് കേട്ടോ ADHD. ഇതൊക്കെ ഒരു ഡിസോർഡേഴ്സ് ആണ്. നമ്മൾ പറയുന്ന ബേസിക് ആയിട്ടുള്ള നമ്മളുടെ പ്രോബ്ലംസ് അല്ല, ബേസിക് ആയിട്ടുള്ള നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് അല്ല. ഇറ്റ് ഇസ് മോർ ഓഫ് എ ഹയർ ലെവൽ കണ്ടീഷൻ, ഡിസോർഡർ, മെഡിക്കൽ കണ്ടീഷൻസ് ആണ് ഈ ADHD ഒക്കെ. നോട്ട് ഏബിൾ ടു ഫോക്കസ് ഓർ ഗിവ് അറ്റൻഷൻ ടു എ ലോങ് ടെസ്റ്റ് ഓർ എ ലോങ് കോണ്ടന്റ്. ഓക്കെ, ഇറ്റ് ഇസ് ഹൈപ്പർ ആക്റ്റീവ് നേച്ചർ കാണിക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ് ADHD. റെമഡിയേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യുന്ന സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവും. നമുക്കൊരു ക്ലാസ് റൂമിൽ ഒരു 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു 10 പേരെങ്കിലും ADHD ഉള്ളവരുണ്ടാവും, ഡിസ്ലെക്സിയ ഉള്ളവരുണ്ടാവും. സോ ഹൗ വി ടാക്കിൾ ഓൾ ദോസ് പ്രോബ്ലംസ്? ഇറ്റ് ഈസ് ത്രൂ റെമഡിയേഷൻ. നമ്മൾ കുറച്ച് റെമഡിയേറ്ററി മെഷേഴ്സ് കൊണ്ടുവരും, മൾട്ടി സെൻസറി സ്ട്രാറ്റജീസ് കൊണ്ടുവരും, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ റെമഡിയൽ ടീച്ചിങ് വഴി ഈ ഓരോ കാറ്റഗറീസിന് ക്ലിയർ ചെയ്ത് പോവാ. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ വാട്ട് വിൽ ബി ദ റെമഡിയൽ ടീച്ചിങ് മെത്തേഡ്. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, മൾട്ടി സെൻസറി സ്ട്രാറ്റജീസ് കൊടുക്കാം, ആൻഡ് ദർ ആർ മോർ. പ്ലീസ് ഡു ബി അവെയർ ഓഫ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, നെക്സ്റ്റ് അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. അപ്പൊ നമ്മൾ പഠിപ്പിച്ചു കുറെ മെത്തേഡ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഇതുവഴിയൊക്കെ നമ്മൾ പഠിപ്പിച്ചു. പിന്നെ നമ്മൾ പ്രോസ്, പോയിട്രി, ഡ്രാമ ഇതുവഴിയൊക്കെ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം. പിന്നെ റെമഡിയൽ ടീച്ചിങ് എന്താ, ഇനിയിപ്പോ എന്തെങ്കിലും കണ്ടീഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ എങ്ങനെ ആ ഒരു ഹോൾ ക്ലാസ്സിനെ ഹാൻഡിൽ ചെയ്യും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി ഇതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. There are 3 forms of അതായത് നമ്മൾ കുറച്ച് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഉണ്ട്. ഇതിന്റെ മേജർ ഇവാലുവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. CC എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ മീൻസ് നമ്മൾ ഇൻ ബിറ്റ്വീൻ, നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ, ഒരു മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ, ഒരു സബ്ജക്റ്റിന്റെ ഒരു മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ അത് ഇൻ ബിറ്റ്വീൻ, ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് വെക്കും, ക്വിസ് കണ്ടക്ട് ചെയ്യും, അവരെ കൊണ്ട് സംസാരിപ്പിക്കും, സെമിനാർസ് വെക്കും, അസൈൻമെന്റ്സ് വെക്കും.
What is all for that? അത് എന്തിനു വേണ്ടിയിട്ടാണ്? What all those are for? To evaluate എത്രത്തോളം പ്രോഗ്രസ് ആ സ്റ്റുഡൻസിന് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ അസസ് ചെയ്യാണ്. സോ അസസ്മെന്റ് ആൻഡ് എവാലുവേഷൻ പ്ലേസ് എ മേജർ റോൾ. അതിൽ ഫോർമേറ്റീവ് അസസ്മെന്റും ഉണ്ട്, സമ്മേറ്റീവ് അസസ്മെന്റും ഉണ്ട്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഓർ സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ നടത്തുന്ന കാര്യങ്ങളാണ്. ഇൻ ബിറ്റ്വീൻ ഒബ്സർവ് ചെയ്ത് ഓക്കെ ഈ കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ ദേ ആർ ബിറ്റ് ആവറേജ്, പക്ഷെ ഈ ഒരു ഏരിയ ഇവരുടെ സ്ട്രെങ്ത് പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മളൊരു ക്ലാസ്സിന് ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിന് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ക്ലാസ് റൂമിൽ നമുക്ക് മനസ്സിലാവും ആ കുട്ടികൾ ആവറേജ് സ്റ്റുഡൻസ് ആണോ, അഡ്വാൻസ്ഡ് ലെവൽ സ്റ്റുഡൻസ് ആണോ, അല്ലെങ്കിൽ അവരുടെ സ്ട്രോങ് ഏരിയാസ് ഏതാണ്. ചിലപ്പോൾ പോയിട്രി ഭയങ്കരമായിട്ട് റിസെപ്റ്റീവ് ആയിട്ട് എടുക്കുന്ന കുട്ടികളുണ്ടാവും, ചിലപ്പോൾ ഡ്രാമ ഭയങ്കരമായിട്ട് എടുക്കുന്നവരുണ്ടാവും, പ്രോസ് അത്ര അവർക്ക് റിസെപ്റ്റീവ് ആയിരിക്കില്ല, അവർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. അപ്പൊ അത് ബേസിസിൽ നമ്മൾ എവിടെയൊക്കെ ഫോക്കസ് കൊടുക്കണം, ഏതൊക്കെ രീതിയിൽ കുട്ടികളെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫീഡ് ചെയ്യേണ്ടത് വിത്ത് നോളജ് വിത്ത് ഇൻഫർമേഷൻ എന്നൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ഓഫ് ചാപ്റ്റേഴ്സോ മൊത്തം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് എൻഡിൽ ചെയ്യുന്നതല്ല, ഇൻ ബിറ്റ്വീൻ ചെയ്യുന്നതാണ് ഫോർമാറ്റീവ് അസസ്മെന്റ് ഓർ ഫോർമാറ്റീവ് ഇവാലുവേഷൻ. വേറെ സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ എക്സാം ഇല്ലേ, ഓവറോൾ അച്ചീവ്മെന്റ് ഇവാലുവേഷൻ ചെയ്യുന്ന എൻഡിൽ. അപ്പൊ ഫോർമേറ്റീവ് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും, സമ്മേറ്റീവ് എൻഡിലായിരിക്കും. ഓക്കെ, സമ്മേറ്റീവ് ഓവറോൾ അച്ചീവ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വിസസ്, പോർട്ട്ഫോളിയോ, സെൽഫ് ആൻഡ് പീർ അസസ്മെന്റ് ഒക്കെ ഇൻ ബിറ്റ്വീൻ ടു മേക്ക് ആർ ടീച്ചിങ് മോർ ബെറ്റർ. ഓക്കെ, അപ്പൊ നമ്മുടെ ടീച്ചിങ് റെമഡിയൽ മെത്തേഡിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാ? ടീച്ചിങ് ഇംപ്രവൈസേഷന് ബെറ്റർ ഏതാ? ഫോർമേറ്റീവ്. ഓക്കെ, സമ്മേറ്റീവ് കുട്ടികളുടെ ഓവറോൾ പെർഫോമൻസ് എവാലുവേറ്റ് ചെയ്യാനും ഫോർമേറ്റീവ് ടീച്ചിങ് ഇംപ്രവൈസേഷനും ഹെൽപ്പ് ചെയ്യാം. സോ പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ് പോയിന്റ്. നെക്സ്റ്റ് ഇറ്റ് ഇസ് ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പെഡഗോജി ഒന്ന് സൈഡ് ആക്കി വെക്കുകയാണ്. ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിന് പുറമെ ദർ ആർ എ ലോട്ട് മോർ ഓഫ് ടോപ്പിക്സ്. ഈ ഒരു ലിമിറ്റേഷനിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, ഇനി ലിറ്ററേച്ചർ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പം എൻ്റെ ടൈം ലിമിറ്റേഷനിൽ ഞാൻ കുറച്ച് പോയിന്റേഴ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ഫോർ യു റിഗാർഡിംഗ് പെഡഗോജി. ഇനി പെഡഗോജിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഷൂട്ട് ഇൻ ദ ചാറ്റ് ബോക്സ്. ആൻഡ് നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും പ്ലീസ് ഡു ഹാവ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇത് ഞാൻ റിവിഷൻ പോയിന്റ്സ് മാത്രമാണ് തന്നിട്ടില്ല, നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് MCQ ബേസ് ചെയ്തിട്ട് പഠിക്കുക. നമ്മൾ ഭയങ്കര കുറേ ഫീച്ചേഴ്സ് ഒന്നും പഠിച്ചു പോകേണ്ട ആവശ്യമില്ല, ബിക്കോസ് essay ക്വസ്റ്റ്യൻ അല്ല, ദിസ് ഇസ് നോട്ട് എ ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ക്വസ്റ്റ്യൻ. MCQs ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ MCQ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അപ്രോച്ച് ആണ് നടത്തേണ്ടത്. എല്ലാം പഠിച്ചു പോകുന്നതിലല്ല, ഏതൊക്കെയാ ചോദിക്കുക, ഏതൊക്കെയാ എക്സാമിന് ചോദിക്കുക, അതിനനുസരിച്ച് പഠിച്ചു പോകുന്നതിലാണ് ആ സ്മാർട്ട്നെസ് ലൈസ്. ആൻഡ് ദാറ്റ് ഇസ് ഹൗ lets us excel than the others. എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുന്നു അത് നമ്മളെ എക്സൽ ചെയ്ത് കീപ്പ് ചെയ്യും. ആൻഡ് MCQ ബേസ്ഡ് ലേണിംഗ് ആണ് വേണ്ടത്, ഡിസ്ക്രിപ്റ്റീവ് ലേണിംഗ് അല്ല വേണ്ടത്. ഓക്കെ, so linguistics and grammar. Next we are going to linguistics. Noam Chomsky, Bloom, taxonomy. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ ചോംസ്കിനെ പറ്റിയിട്ട്. ടാക്സോണമി, ബ്ലൂംസ് ടാക്സോണമി, അതിന്റെ ഒറിജിനലും ഉണ്ട്, റിവൈസ്ഡ് ഫോമും ഉണ്ട്. പ്ലീസ് ഡു റിമെമ്പർ ഓൾ ദോസ് തിങ്സ്. ആൻഡ് ഫസ്റ്റ് വി can move and monophthongs, diphthongs, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കണം. ഡിഫ്തോങ്സ് ഒക്കെ നിങ്ങൾക്ക് വേർഡ്സ് തന്നിട്ട് ഡിഫ്തോങ് ഇത് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ പ്ലീസ് be aware of the grammar and linguistics part also. And phonetics and phonology. The first category is phonetics and phonology. So phonetics and phonology enda, what does that mean? Phonetics is the production, transmission, reception of speech sounds. Okay, നമ്മളുടെ സൗണ്ട്സ് ആർട്ടിക്കുലേറ്റ് ചെയ്ത് വരുന്ന സ്പീച്ച് സൗണ്ട്സിന്റെ ആർട്ടിക്കുലേഷനും പ്രൊഡക്ഷനും ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ഫോണറ്റിക്സ്. ഫൊണോളജി എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ പാറ്റേണിങ് ഓഫ് സൗണ്ട്സ് ഇൻ ലാംഗ്വേജ്. ആ ഫങ്ഷണൽ, ഈ ഫോണറ്റിക്സിന്റെ മേജർ ബ്രാഞ്ച് ആണ് ഫൊണോളജി. ഫൊണോളജി എന്ന് പറഞ്ഞാൽ ഈ ഫോണറ്റിക്സ്, ഈ പ്രൊഡക്ഷൻ ഇല്ലേ, സ്പീച്ച് സൗണ്ട്സിന്റെ പ്രൊഡക്ഷന്റെ ഫങ്ഷണൽ പാറ്റേണിങ്. ഓക്കെ, ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് പ്രൊഡക്ഷനും റിസെപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ്, അതിന്റെ ഫങ്ഷണൽ പാറ്റേണിങ് ഓഫ് സൗണ്ട്സ് ആണ് ഫൊണോളജി. അപ്പൊ ഫൊണോളജി ഈസ് എ മോർ ഒരു കുറച്ചുകൂടി വൈഡർ ടേം ആയിരിക്കും ഫൊണോളജി വരിക. ഇനി ഫോണീം എന്താ എപ്പോഴും ചോദിക്കുന്നതാണ്, മോർഫിയം ഫോണീം, ഇതിന്റെ ഡിഫറൻസിയേഷൻ. ഫോണീം എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് കോൺട്രാസ്റ്റീവ് സൗണ്ട് യൂണിറ്റ്, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന സൗണ്ട് യൂണിറ്റ് നെയാണ് നമ്മൾ ഫോണീം എന്ന് പറയാം. ആൻഡ് മോർഫിയം എന്താ?
we can have a look at it. Okay, phoneme are the smallest sound unit, so please remember phoneme is the smallest sound unit. IPA എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ. നമ്മൾ IPA പ്രകാരമുള്ള അക്കോർഡിംഗ് ആയിട്ടുള്ള രീതിയാണ് ഫോളോ ചെയ്യുക. നമ്മൾ ഈ ഡിഫ്തോങ്സ് സൗണ്ട് ഫോർമേഷൻ ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ വി ഫോളോ IPA. ഓക്കെ, IPA ഫുൾ ഫോം എന്താ? എനിബഡി നോ IPA? International yes, Farsana. International Phonetic Alphabet. Okay, International Phonetic Alphabet is what we call as IPA. So IPA is International Phonetic Alphabet. Next, oh my God. Sorry for the glitch. Okay. So monophthongs, what do you mean by monophthongs? Monophthongs എന്ന് പറഞ്ഞാൽ pure vowels, tongue steady, അതായത് ഒറ്റൊരു സൗണ്ട് മാത്രം മേക്ക് ചെയ്യുന്ന പ്യുവർ വവൽസിനെയാണ് നമ്മൾ മോണോഫ്തോങ്സ് എന്ന് പറയാ. Then goes diphthongs. Diphthongs പറഞ്ഞാൽ glide between two vowels. I think that is obviously clear for you. You know this as an English students ആണെങ്കിൽ obviously you are familiar with monophthongs and diphthongs. അതിന്റെ കാറ്റഗറീസ് ഈ യൂണിറ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെയാ ഡിഫ്തോങ്സ്, എത്ര മോണോഫ്തോങ്സ്, എത്ര ഡിഫ്തോങ്സ് ഉള്ളത് നോക്കി പ്ലീസ് ഡു റിമെമ്പർ. നെക്സ്റ്റ് ഇറ്റ് ഇസ് മോർഫോളജി. നമ്മൾ ഫോണോളജി ഈസ് ബേസ്ഡ് ഓൺ സൗണ്ട് യൂണിറ്റ്, whereas morphology is based on meaningful unit. Morphology is based on the word, അല്ലെങ്കിൽ ഒരു meaningful word unit ആണ് നമ്മൾ മോർഫോളജി ബേസ്ഡ് പഠിക്കുക. മോർഫീം ഇസ് ദ സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ്. മോർഫോളജിയിൽ നമ്മൾ പഠിക്കുന്ന കാറ്റഗറിയാണ് മോർഫീം. അതിൽ മോർഫീം ആണ് നേരത്തെ ഫോണീം പഠിച്ച, ഇവിടെ മോർഫീം. ഓക്കെ, മോർഫീം ഇസ് ദ സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ്. ഇവിടെ ഫ്രീ മോർഫീംസ് ഉണ്ടാവും. ഫ്രീ മോർഫീംസ് പറഞ്ഞാൽ കോമ്പിനേഷൻസ് ഒന്നും ആഡ് ഓൺസ് ഒന്നും ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സിനെയാണ് നമ്മൾ ഫ്രീ മോർഫീംസ് എന്ന് പറയാം. സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന അതിനെയാണ് നമ്മൾ ഫ്രീ മോർഫീംസ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് ബുക്ക്, റൺ, ഇതൊക്കെ ഫ്രീ മോർഫീംസ്. ബുക്ക്, റൺ, ഇതൊക്കെ ഇങ്ങനത്തെ വേർഡ്സ് അവർക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒറ്റയ്ക്ക് തന്നെ നിൽക്കാം, എക്സിസ്റ്റ് ചെയ്യാം വിത്ത് എ മീനിങ്. ഒരു മീനിങ് പ്രോസസ് ചെയ്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഫ്രീ മോർഫീംസ് നമ്മൾ പറയും. ഇനി ബൗണ്ട് മോർഫീംസ്. ബൗണ്ട് മോർഫീംസ് എന്ന് പറഞ്ഞാൽ നെസ്, നമ്മൾ ഹാപ്പിന്റെ കൂടെ അൺഹാപ്പി ആഡ് ചെയ്യും. ഓക്കെ, ആക്റ്റീവിന്റെ കൂടെ ഇനാക്റ്റീവ് ആഡ് ചെയ്യും. നെസ്, ഇതൊക്കെയാണ് നമ്മൾ ബൗണ്ട് മോർഫീംസ്. അതിനൊരു അറ്റാച്ച്മെന്റ് വേണം, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇതിനാണ് നമ്മൾ ബൗണ്ട് മോർഫീംസ് പറയാം. ഫ്രീ മോർഫീംസ് പറഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള വേർഡ്സ് ആയിരിക്കും. ബൗണ്ട് മോർഫീംസ് പറഞ്ഞാൽ they need some kind of attachment, some other words to give meaning. Okay. Next goes inflectional morphemes. Inflectional morphemes എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻസിനനുസരിച്ച് നമ്മൾ ചേഞ്ച് പ്ലൂറൽ ആക്കി മാറ്റില്ല. ഇപ്പൊ റോസിനെ റോസസ്, ES ആഡ് ചെയ്യും, S ആഡ് ചെയ്യും. അതേപോലെ ടേബിൾസ്, ചെയേഴ്സ്, ഡെയ്സീസ്, നമ്മൾ ഓരോന്ന് ചേഞ്ച് S ഒക്കെ ആഡ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ കേസ് മാറ്റുന്നത്, നമ്പർ, ഇതൊക്കെ ഡിഗ്രി ചേഞ്ച്, അതായത് ബെസ്റ്റ്, ബെറ്റർ, ഇങ്ങനെയൊക്കെ മാറ്റുന്നതിനൊക്കെ ഇൻഫ്ലെക്ഷണൽ മോർഫീംസ് പറയും. ഇൻഫ്ലെക്ഷണൽ മോർഫീംസ് പറഞ്ഞാൽ ഇൻഫ്ലെക്ഷൻ വഴി ചേഞ്ച് ആവുന്നത്, അതിന്റെ ടെൻസ് അനുസരിച്ച് മാറുന്നതിനേക്കാണ് നമ്മൾ ഡു, ഡസ്, ഡിഡ്, ഇങ്ങനെയൊക്കെ ചേഞ്ച് ആവില്ല, അതിന് ഇൻഫ്ലെക്ഷണൽ മോർഫീംസ് ആണ് നമ്മൾ പറയാം. ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. നമ്മൾ ഒരു ഒറ്റ സിംഗുലർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് ചെയർ എന്ന് പറയും. കുറേ ചെയർ കസേരകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയേഴ്സ്, അവിടെ S ആഡ് ചെയ്യും. അപ്പൊ ഇൻഫ്ലെക്ഷണൽ മോർഫീമിനാണ് നമ്മൾ SES, ഇതിനൊക്കെ ഇൻഫ്ലെക്ഷണൽ മോർഫീംസ് ആണ് പറയാം. നെക്സ്റ്റ് ഗോ സിൻടാക്സ് ആൻഡ് ഗ്രാമർ. സിൻടാക്സ് ആൻഡ് ഗ്രാമറിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ ആയിരിക്കും. ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഹൈറാർക്കിക്കൽ സെന്റൻസ് ഫോർമേഷൻ. ഹൈറാർക്കിക്കൽ സെന്റൻസ് ഫോർമേഷൻ എന്താ? സബ്ജക്ട്, verb, object. There will be a predicament, there will be a complement. ഇങ്ങനെ സബ്ജക്റ്റ് ഉണ്ട്, verb ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് സെന്റൻസിനെ പഠിക്കുന്നതിനെയാണ് ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ എന്ന് പറയാം. പിന്നെ ടെൻസ് ഉണ്ട്. ടെൻസ് നിങ്ങൾക്ക് അറിയാം, ടൈം റെഫറൻസ് ആണ്. എന്തൊക്കെ ടൈം, ഫ്യൂച്ചർ, ഇപ്പോൾ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ that will be future ടെൻസ്. അതിന് തന്നെ ഡിവിഷൻസ് ഉണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഡിവിഷൻസ് ഉണ്ട്. അതൊക്കെ യു നോ ഐ ഗെസ്. ഓക്കെ, ടെൻസ് വേഴ്സസ് ആസ്പെക്ട് ഉണ്ട്. കോൺകോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് എങ്ങനെയായിരിക്കും ഫോളോ ചെയ്യുക, പ്ലൂറൽ സബ്ജക്റ്റിന് എങ്ങനെയാണ് വേർബ് ഫോളോ ചെയ്യുക, ഇങ്ങനെ നോക്കുന്നതിനാണ് നമ്മൾ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്ന് പറയാം. Then goes transformations, active, passive, direct, indirect speech.
റിപ്പോർട്ടഡ് സ്പീച്ച്, ഇന്ററോഗേറ്റീവ് ഫോർമേഷൻ, ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ്, വൈ ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാ, നമ്മളൊരു സെന്റൻസിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റും, ആ ക്വസ്റ്റ്യൻ വേർഡ്സിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആ വരിക, ഈ ഗ്രാമർ പാർട്സ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഗ്രാമർ ഒരു കംപ്ലീറ്റ് സെഷൻ നമ്മൾ ഗ്രാമറിലോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ടൈം ടേക്കിംഗ്. ദാറ്റ്സ് വൈ ഐ എം ഗിവിംഗ് യു പോയിന്റ്സ്. ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്യുക. നിങ്ങൾ ടെൻസ് നോക്കുക, കോൺകോഡ്, സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. നിങ്ങൾക്ക് ഒരു സെന്റൻസ് തന്നിട്ട് അത് ഗ്രാമാറ്റിക്കൽ അതിലത്തെ കറക്ഷൻസ് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ ചോദിക്കും. സോ പ്ലീസ് please be aware of these things. Concord നോക്കുക, ടെൻസ് നോക്കുക, ആസ്പെക്ട് നോക്കുക, ആക്റ്റീവ് ടു പാസീവ് ട്രാൻസിഷൻ നോക്കുക, ഡിറക്റ്റ് ടു ഇൻഡയറക്റ്റ്, അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും അത് ചേഞ്ച് ചെയ്യുക, അത് നോർമൽ സെന്റൻസ് എങ്ങനെയായിരിക്കും ചേഞ്ച് ആവുക, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ചേഞ്ച് ആവുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ആൻഡ് ഓൾസോ ഇന്ററോഗേറ്റീവ് ഫോർമേഷൻ, അതായത് ക്വസ്റ്റ്യൻ വേർഡ്സ് വഴി എങ്ങനെയായിരിക്കും ചേഞ്ചസ് വരാമെന്ന് നോക്കുക. Then subject verb, concord, pronoun agreements, tense shifts ഒക്കെ വെച്ചിട്ടുള്ള എറർ ബേസ്ഡ് ആയിട്ടുള്ള സെന്റൻസ് നിങ്ങൾക്ക് തരും. എന്നിട്ട് അതിന് എറർ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ പ്ലീസ് ഡു എക്സ്പെക്ട് ദാറ്റ്. ഓക്കെ. ഇനി ലിംഗ്വിസ്റ്റിക്സിലുള്ള കീ തിയറിസ്റ്റ് ഏതൊക്കെയാ? നോആം ചോംസ്കി. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോആം ചോംസ്കി യൂണിവേഴ്സൽ ഗ്രാമർ. യൂണിവേഴ്സൽ ഗ്രാമറിനെ പറ്റി ചോദിച്ചാൽ അത് നോആം ചോംസ്കി ആണ്. ഓക്കെ, നോആം ചോംസ്കിനെ അവിടെ മെൻഷൻ ചെയ്യണം. മോണിറ്റർ മോഡൽ സ്റ്റീഫൻ ക്രാഷൻ. മോണിറ്റർ മോഡൽ ഇന്റർഫറൻസ്, അതായത് ഇൻപുട്ട് ഹൈപ്പോതെസിസ്, ഇതൊക്കെ ചോദിച്ചാൽ ഇട്ട് സ്റ്റീഫൻ ക്രാഷൻ. ഇനി ഹാരോൾഡ് ബ്ലൂം. ഹാരോൾഡ് ബ്ലൂമിന്റെ ആണ് ബ്ലൂം ടാക്സോണമി. ഓക്കെ, ബ്ലൂം ടാക്സോണമി ആരുടെയാണ്? ഹാരോൾഡ് ബ്ലൂമിന്റെ ആണ്. ബ്ലൂമിന്റെ there is Vygotsky, social constructivism, that scaffolding. Vygotsky എന്ന് പറഞ്ഞാൽ സ്കാഫോൾഡിങ്ങിന്റെ തിയറിസ്റ്റ് ആണ് Vygotsky. സ്കാഫോൾഡിങ് നമ്മൾ ഇതിലെ യൂസ് ചെയ്യാം, റീഡിങ്. ഓക്കെ, റീഡിങ്ങിന്റെ ഒരു മെത്തേഡ് വഴിയാണ് നമ്മൾ സ്കാഫോൾഡിങ് എന്ന് പറയാം. ദെൻ ബ്ലൂം ടാക്സോണമി ബേസിൽ ലെവൽസ്, കോഗ്നിറ്റീവ് മൈൻഡ് പ്രോസസ്സിങ്ങിന്റെ കുറച്ച് ലെവൽസ് പറഞ്ഞിട്ടുണ്ട്. ആ ലെവൽസ് ഒരു പ്രാവശ്യം ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ കാറ്റഗറീസ് ആ ബ്ലൂം ടാക്സോണമിയിൽ വരുന്നതെന്ന്, ഏതൊക്കെ ലെവൽസ് ആ ബ്ലൂം ടാക്സോണമിയിൽ വരുന്നിട്ടുള്ളതെന്ന്. സോ ബ്ലൂം ടാക്സോണമി സ്കിപ്പ് ചെയ്യരുത്. റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, evaluate, create. These are the cognitive levels of Bloom taxonomy. ഇത് ഒറിജിനൽ ലെവലും ഉണ്ട്, അതിന്റെ റിവൈസ്ഡ് വേർഷനും ഉണ്ട്. അപ്പൊ പ്ലീസ് ഡു ചെക്ക്. ഞാൻ നിങ്ങൾക്കൊക്കെ ഹോംവർക്ക് പോയിന്റേഴ്സ് ആയിട്ട് തരാണ്. ബ്ലൂം ടാക്സോണമി പോയിട്ട് വർക്ക് ചെയ്യുക. ബ്ലൂം ടാക്സോണമിയിൽ ഏതൊക്കെ ലെവൽസ് ആണ്, ഒറിജിനൽ ലെവൽസ് ഏതൊക്കെയാ, റിവൈസ്ഡ് ലെവൽസ് ഏതൊക്കെയാന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നൗ വി ആർ മൂവിങ് ഓൺ ടു ലിറ്റററി പീരീഡ് ക്രോണോളജി. വെരി ഇമ്പോർട്ടൻറ്റ് റിഗാർഡിംഗ് ലിറ്ററേച്ചർ. നിങ്ങളുടെ ക്രോണോളജി ബേസ് ആയിട്ട് പഠിക്കാം. റിഗാർഡിംഗ് വാട്ട് ആർ ദ റൈറ്റേഴ്സ്, ആ ഒരു പീരീഡിന്റെ സ്പെസിഫിക് ഏരിയാസ് ഏതൊക്കെയാ, സ്പെസിഫിക് ഫീച്ചേഴ്സ് ഏതൊക്കെയാ, ഏതൊരു ഇയറിലാണ് ഈ ഒരു സാധനം വരുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി അല്ലെങ്കിൽ പെർട്ടിക്കുലർ പീരീഡ് ഫോൾ അണ്ടർ ചെയ്യുന്നത് ഏതൊരു ടൈം സ്പാനിലാണ്, ഏതൊരു ടൈം പീരീഡിലാണെന്ന് പ്ലീസ് ഡു റിമെമ്പർ ഓൾ ദോസ് തിങ്സ്. സോ ഞാൻ നിങ്ങൾക്കൊരു ടേബിൾ ചാർട്ട് ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി റിവിഷൻ മെത്തേഡിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഫസ്റ്റ് പീരിയഡ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഫസ്റ്റ് വൺ ഇസ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ഓർ ആംഗ്ലോ സാക്സൺ പീരീഡ്. ആൻഡ് ലിറ്ററേച്ചറിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുന്നേ ഐ ജസ്റ്റ് വോണ്ട് ടു അഷ്യൂർ യു, ഇസ് ഇറ്റ് ഓൾ ക്ലിയർ ആസ് ഓഫ് നൗ? ഇതുവരെ ഓക്കെ ആണോ? ഐ എം ജസ്റ്റ് റണ്ണിങ് because I'm giving you points. Okay, I know it will be fast. It is fast, I know. പക്ഷേ നമുക്ക് റിവിഷൻ പോയിന്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഡീറ്റെയിൽഡ് ക്ലാസ്സിലോട്ട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. സോ ബെറ്റർ ഞാൻ തരുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാം. സോ പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. നമ്മളുടെ പീരിയഡ്സ് ഒന്ന് നോക്കുക. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക, അതായത് ആംഗ്ലോ സാക്സൺ പീരീഡ്. ഇറ്റ് കംസ് അണ്ടർ 450 1066. 1066 നോർമൻ കോൺക്വസ്റ്റിന് ശേഷമാണ് ആ പീരീഡ്. മേജർ ട്രാൻസിഷൻ ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ടു ആംഗ്ലോ സാക്സൺ പീരീഡിന്റെ മേജർ ട്രാൻസിഷൻ കാണിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഈവന്റ് ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് നോർമൻ കോൺക്വസ്റ്റ്. നോർമൻ കോൺക്വസ്റ്റിന് ശേഷമാണ് ഓൾഡ് ഇംഗ്ലീഷിൽ നിന്ന് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലോട്ടുള്ള ട്രാൻസിഷൻ ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് ഓൾഡ് ഇംഗ്ലീഷിലത്തെ മേജർ റൈറ്റേഴ്സ് ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ബിയോവുൾഫ്. ബിയോവുൾഫ് ആണ് റൈറ്റർ അല്ല, ബിയോവുൾഫ് ആണ് നമ്മുടെ ഒരു മേജർ എപ്പിക് പോയിട്രി ഫോർമാറ്റിലൊക്കെ വിചാരിക്കുന്ന ഒരു റൈറ്റിംഗ് ആണ് ബിയോവുൾഫ്. ബിയോവുൾഫ് പ്ലീസ് ടു റിമെമ്പർ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ആണ് ബിയോവുൾഫ് ഉള്ളത്. ഹെറോയിക് പോയിട്രി ആയിരുന്നു കൂടുതലായിട്ടുള്ളത്.
ബിയോവുൾഫിന്റെ റൈറ്റർ നമുക്ക് അറിയില്ല. യാ, ബീഡ് ഉണ്ട്, വെനറബിൾ ബീഡ് ഉണ്ട്, വെനറബിൾ ബീഡ്. സീഡ്മൻ ഉണ്ട്, സെനുവുൾഫ് ഉണ്ട്. സീഡ്മൻ, സെനുവുൾഫ്, പ്ലീസ് റിമെമ്പർ ദിസ് നെയിംസ്. ഓറൽ ട്രഡീഷൻ ആയിരുന്നു, റിട്ടൺ ഫോർമാറ്റിൽ ഓൾഡ് ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഓറൽ ട്രഡീഷൻ ആയിരുന്നു. ത്രൂ മൗത്ത് ഇറ്റ് വാസ് ട്രാൻസ്ഫേർഡ്. ലോട്ട് ഓഫ് മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു, റിലീജിയസ് കോണ്ടന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഷിവൽഡ്രസ് ആയിട്ടുള്ള ഹീറോയിക് പോയിട്രി ഒക്കെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒരു ഹീറോ ഉണ്ടാവും, ആ ഹീറോന്റെ ഒരു ട്രജക്ടറി ഫ്രം ബീങ് ഷിവൽഡ്രസ് ആക്ടും ഇതൊക്കെ കാണിക്കുന്നതായിരിക്കും ഈ ഹീറോയിക് പോയിട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഓറൽ ട്രഡീഷൻ ആണ്. പ്ലീസ് ടു റിമെമ്പർ ദീസ് പോയിന്റ്സ്, ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ഇറ്റ്. മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാ? മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലാണ് നമ്മളുടെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയിട്രി എഴുതുന്നത്. ഓക്കെ, ജെഫ്രി ചോസർ വരുന്നത്. ജെഫ്രി ചോസറിന്റെ വർക്ക്സ് നിങ്ങൾ നോക്കുമ്പോൾ കാന്റർബറി ടേൽസിലത്തെ ഓരോ ഡിവിഷൻസ് നോക്കുക. പാഴ്സൺ ടെയിൽസ്, നൈറ്റ് ടെയിൽ, ഇങ്ങനത്തെ കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. അതിന്റെ പ്രെല്യൂഡ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പ്രെല്യൂഡ് ടു ദ Canterbury Tales is quite important. Please do check all those things. Middle English period ആണ് പ്രോസും പോയട്രീൻ്റെ ഒക്കെ ഒരു റൈസ് വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. കുറച്ചും കൂടി സെറ്റൈറിക്കൽ വർക്ക്സ്, ഹ്യൂമാനിറ്റി ആൻഡ് സൊസൈറ്റീനെ കമ്പൈൻ ചെയ്ത് കുറച്ചും കൂടി സെറ്റൈറിക്കൽ വർക്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെഫ്രി ചോസറിന്റെ കാന്റർബറി ടേൽസ്, അത് ഓരോ കാറ്റഗറി, സോഷ്യൽ ഹൈറാർക്കിയിലുള്ള കാറ്റഗറീസിന്, പാർസൺ, കുക്ക്, നണ്ണ്, നൈറ്റ്, ഇവരുടെയൊക്കെ പ്രീസ്റ്റ്, ഇവരുടെയൊക്കെ കാറ്റഗറീസിനെ സെറ്റൈറൈസ് ചെയ്യുന്ന വർക്ക് തന്നെയാണ് അതും. അപ്പം സെറ്റൈർ വാസ് എ മേജർ ഫോം ദർ ത്രൂ പ്രോസ് ആൻഡ് പോയിട്രി. സെറ്റൈറിക്കൽ വർക്ക്സ് കുറെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ജെഫ്രി ചോസറിന്റെ കണ്ടംപററീസ് ആയിരിക്കാം. ഇൻസൈഡ് യുവർ സിലബസ് യു ക്യാൻ ഫൈൻഡ് ചോസർ ആൻഡ് ഹിസ് കണ്ടംപററീസ് ആർ ബീങ് ആസ്ക്ഡ്. ചോസറിന്റെ കണ്ടംപററീസ് ആയിട്ടുള്ള വില്യം ലാംഗ്ലാൻഡിന്റെ വർക്ക്സ് നോക്കണം, ഇതൊക്കെ നോക്കുക. ആൻഡ് ഓൾസോ ജോൺ ഗവർ, ഇത് നോക്കണം. ആൻഡ് yes, good. Okay, and middle English period works ഒക്കെ നിങ്ങൾ റിമെമ്പർ ചെയ്ത് വെക്കുക. We can have a look at it. നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം മിഡിൽ ഇംഗ്ലീഷ് പീരീഡിന്റെ റൈറ്റേഴ്സ് ഇതൊക്കെയാണ് ആൻഡ് ഇവരുടെയൊക്കെ വർക്ക്സ് ഇതൊക്കെയാണ്. യു ഷുഡ് റിമെമ്പർ ദാറ്റ്. ആൻഡ് ഓൾസോ ഒരു 2-3 പോയിന്റ്സ് റിഗാർഡിങ് ദാറ്റ് വർക്ക്, അത്ര മതി. നിങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് പോകണ്ട. ആ ഒരു പെർട്ടിക്കുലർ വർക്കിനെ പറ്റി എന്തെങ്കിലും ഫാക്ച്വൽ ഇൻഫോസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കളക്ട് ചെയ്ത് വെക്കുക. Too much deep ആയിട്ട് പോകണ്ട, because I told you it is not a descriptive exam, it's all about MCQs. അപ്പോൾ MCQ നിങ്ങൾക്ക് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ച്വൽ കോണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. സോ പ്ലീസ് ഡു റിമെമ്പർ. അപ്പൊ ഞാൻ പീരിയഡ്സ് ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് പോവാം, നിങ്ങളൊരു ഫോർമാറ്റ് പഠിക്കാം. അതെ, ഡയറക്റ്റ് വർക്ക്സ് ചോദിക്കില്ല. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് വളരെ അപൂർവമായിട്ട് നിങ്ങൾക്ക് കാണാം. വല്ല ലക്കും ഉണ്ടെങ്കിൽ നിങ്ങളോട് സിമ്പിൾ ആയിട്ട് ജെഫ്രി ചോസറിന്റെ ഇപ്പം ക്രസീഡ ആ ഒരു വർക്ക് ചോദിക്കാം, ആൻഡ് വില്യം ലാംഗ്ലാൻഡിന്റെ വർക്ക് ചോദിക്കാം. പക്ഷെ മെയിൻലി അതിലത്തെ ക്യാരക്ടേഴ്സ്, അതിന്റെ ഫീച്ചേഴ്സ്, എങ്ങനെയൊക്കെ ആയിരിക്കും ജനറലി ചോദിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു റൈറ്ററിന്റെ വർക്കിനെ വിത്ത് റെഫറൻസ് ടു സം പോയിന്റ്സ്. ഇപ്പൊ ഹാംലെറ്റ്, ഇപ്പൊ ഷേക്സ്പിയറിന്റെ ഒരു ട്രാജഡി, മെയിൻ 4 ട്രാജഡീസ് ഇല്ലേ, ഹാംലെറ്റ്, കിങ് ലെയർ, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഹാംലെറ്റ്, കിങ് ലെയർ, മാക്ബെത്ത്, ഒതെല്ലോ, ഈ 4 കാറ്റഗറീസിന്റെയും അതിലത്തെ ക്യാരക്ടേഴ്സിനെ നോക്കുക. അതിലത്തെ ക്യാരക്ടേഴ്സിന് ഏതെങ്കിലും മേജർ ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഈ ഫ്രെയിൽറ്റി, തൈ നെയിം ഇസ് വിമൻ, ഇതൊക്കെ ഏതിലാ വരുന്നത് എന്ന് നോക്കുക. ആൻഡ് ട്രാജഡീന്റെ കാറ്റഗറി, അരിസ്റ്റോട്ടലിന്റെ ട്രാജഡി ഫീച്ചേഴ്സ് എന്തൊക്കെയാ? 6 കാറ്റഗറീസ് പറയുന്നുണ്ട് ട്രാജഡിയിൽ. ഒരു ഡ്രാമ, പ്ലോട്ട്, ക്യാരക്ടർ, ഡിക്ഷൻ, സ്പെക്ടിക്കിൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാം. ആൻഡ് ഹൗ ദ പെഡപ്പേഷ്യ ആൻഡ് അനഗ്നോറിസിസ്, ഈ ഒരു കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് ഇതൊക്കെ നോക്കി വെക്കുക. ആൻഡ് ഹമാഷ്യ, ട്രാജിക് ഫ്ലോന് എന്താ പറയാ? ഹമാഷ്യ. ആൻഡ് ഓൾസോ ദർ ഇസ് കത്താർസിസ് ഉണ്ട്. ഈ ട്രാജഡി കൊണ്ട് പിറ്റി ആൻഡ് ഫിയർ റിവോക്ക് ചെയ്തിട്ട്
റിവോക്ക് ചെയ്തിട്ട് നമ്മൾ എന്തായിരിക്കും, വിൽ ഇമോഷണലി അറ്റാച്ച് ദ ക്യാരക്ടർ, എന്നിട്ട് നമുക്കൊരു പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ പെർഗേഷൻ ഓഫ് ഇമോഷൻസ് ഉണ്ടാവും. ഇതിനെയാണ് കത്താർസിസ് എന്ന് പറയാ. ഇങ്ങനത്തെ കുറച്ച് കാറ്റഗറീസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. ജസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ മേജർ ഒരു ടൈം ലൈൻ ഉണ്ടാക്കി വെക്കുക. ഇതൊക്കെയാണ് പീരിയഡ്സ് എന്ന് നോക്കുക, ഇതൊക്കെയാണ് റൈറ്റേഴ്സ് എന്ന് മെൻഷൻ ചെയ്യുക, അവരുടെ മേജർ വർക്ക്സ് നോക്കുക, അതിലത്തെ ക്യാരക്ടേഴ്സ് മെൻഷൻ ചെയ്യുക, അതിലത്തെ ഏതെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള കോട്സ് ഉണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ക്രിട്ടിക്സ് കോമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഹാംലെറ്റിന് ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതിയിട്ടുള്ള ഒരു മോഡേൺ റൈറ്റർ ഉണ്ടല്ലോ, യു ഡു റിമെമ്പർ? നോക്കട്ടെ നിങ്ങൾ റിമെമ്പർ ചെയ്യുന്നുണ്ടോന്ന്. ഹാംലെറ്റ്, വില്യം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ്. കീറ്റ്സ് പോയിറ്റ് അല്ലേ? കീറ്റ്സ് ഏത് റൊമാൻറ്റിക് ഏജ് അല്ലേ? There is a modern writer. ആരാ വേസ്റ്റ്ലാൻഡ് എഴുതിയിട്ടുള്ള? Is the writer of Wasteland? Wasteland, the modern war fragmentative writing, T.S. Eliot-ന്റെ. ഓ, ഐ ടോൾഡ് ദ നെയിം. അപ്പം ആരാണ്, ഏത് ക്രിട്ടിക് ആണ് ഹാംലെറ്റിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത്? It is, and there is a work, Hamlet and His Problems. It is T.S. Eliot. T.S. Eliotന്റെ Hamlet and His Problems. അതില് T.S. Eliot പറയുന്നുണ്ട്, Hamlet is not a artistic perfection എത്തിയിട്ടില്ല. There is a comment stated by T.S. Eliot. അങ്ങനത്തെ കുറച്ച് ക്രിട്ടിക്കൽ കോമെന്റ്സ്, ക്രിട്ടിക്സ് എഴുതിയിട്ടുള്ള കോമെന്റ്സ്, ക്രിട്ടിക്സിന്റെ വർക്ക്സ്, ഇതൊക്കെ നോട്ട് ചെയ്ത് പോവാ. അപ്പൊ നമ്മൾ ഓരോ പെർട്ടിക്കുലർ വർക്കിനും ഹാംലെറ്റിലെ ക്യാരക്ടേഴ്സ് ഇതൊക്കെ പഠിക്കുക. ഹാംലെറ്റിന്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? അവിടെ കൂടുതലും സോളിലോക്യൂസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോളിലോക്യൂ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിന്, അതിനാണ് സോളിലോക്യൂ എന്ന് പറയാ. ആൻഡ് there is a famous soliloquy in Hamlet. You remember? There is a famous soliloquy in Hamlet. ഹാംലെറ്റ് എന്ന് പറയുന്ന ഒരു ഫേമസ് സോളിലോക്യൂ ഉണ്ട്, പക്ഷെ ഭയങ്കര ലോങ് ആ, പക്ഷെ അതിന്റെ സ്റ്റാർട്ടിംഗ് ലൈൻസ് ആ വെരി പോപ്പുലർ. Anybody remember? Hamlet, Shakespeare. Yes, very good. To be or not to be, that is the question. To be or not to be, that is the question. അപ്പൊ ഗോസ്റ്റ് അച്ഛന്റെ ഗോസ്റ്റ് ഹോണ്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആൻഡ് ഓൾസോ ഫ്രെയിൽറ്റി തൈ നെയിം ഇസ് വിമൻ, ഇത് പറയുന്നുണ്ട്. ഇത് ജർട്രൂഡിന്റെ സഡൻ ഡിസിഷൻ ടു മാരി ക്ലോഡിയസ്, ഇതിനെ പറ്റി പറയുന്നതാണ് ഹാംലെറ്റ്. ഫ്രെയിൽറ്റി തൈ നെയിം ഇസ് വിമൻ. ആ ഒരു ഇൻഡെസിഷനെ മോക്ക് ചെയ്യുന്നതാണ് ആ ഹാംലെറ്റിൽ യൂസ് ചെയ്ത്. ഇങ്ങനത്തെ കുറച്ച് കോട്സ് ഏതെങ്കിലും ക്രിട്ടിക്സ് കോമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. സോ ദാറ്റ് വിൽ ബി ക്വൈറ്റ് യൂസ്ഫുൾ ആൻഡ് എഫിഷ്യന്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലേൺ അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ്സ് ഓഫ് KTET. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തൊക്കെയാണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് പഠിക്കാം. അല്ലാതെ വേറെ കാര്യത്തിലോട്ട് പോയാൽ നിങ്ങളുടെ ടൈമും വേസ്റ്റ് ആയി, ഇറ്റ് വോണ്ട് റിഫ്ലക്ട് ഇൻ യുവർ ആൻസേഴ്സ്. So systematic studies very much required, and നിങ്ങൾ ഒന്ന് PYQs swear by ചെയ്യുക. Swear by the PYQ questions. PYQ questions solve ചെയ്താൽ you can easily understand ഏതൊക്കെ ഏരിയാസ് എന്നാ ചോദിക്കാം, ഏതൊക്കെ ഏരിയാസിനാ കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. പക്ഷെ കൂടുതൽ വെയിറ്റേജ് ഉള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോരുത്, ബിക്കോസ് എപ്പം വേണമെങ്കിലും നിങ്ങൾ പാറ്റേൺ ചേഞ്ച് വന്നിട്ട് കൊണ്ടുവന്ന് ഷോക്ക് ചെയ്യാം. സോ ബെറ്റർ ബി ഫെമിലിയർ വിത്ത് ഹൗ ഇറ്റ് ആസ്ക്, വെയിറ്റേജ് നോക്കുക, പക്ഷെ ബാക്കിയുള്ള ഏരിയാസ് നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഏരിയാസിനും കുറച്ച് പോയിന്റ്സ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. വെരി ബേസിക് പോയിന്റ്സ് ആണെങ്കിലും ഞാൻ മെൻഷൻ ചെയ്യുന്നത്, ബിക്കോസ് നെവർ നെഗ്ലക്ട് ദ ഏരിയാസ്. സിലബസ് ഫോളോ ചെയ്യുക. സിലബസിലെ ഫസ്റ്റ് and foremost step that you have to make is സിലബസിനെ കംപ്ലീറ്റ് അങ്ങോട്ട് അരച്ച് കലക്കി കുറിച്ച് പഠിക്കാം. അതായത് സിലബസിന്റെ, എന്നിട്ട് ഇപ്പൊ ഓഗസ്റ്റൻ ഏജിലുള്ള നോവൽസ്, വിക്ടോറിയൻ പോയിട്രി, വിക്ടോറിയൻ ഏജിന്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അതേപോലെ ചോസർ ആൻഡ് ഹിസ് കണ്ടംപററീസ്, ഇതൊക്കെ നിങ്ങളുടെ സിലബസിലുള്ള വേർഡ്സാ. ആ കീവേഡ്സ് അനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ നോക്കുക. സോ ദാറ്റ് വിൽ ബി മോർ ഈസി ദാൻ ഗോയിങ് നിങ്ങളുടെ എല്ലാം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ലിംഗ്വിസ്റ്റിക്സ് റിഗാർഡിങ് എല്ലാം കൂടി പഠിച്ച് തലയിൽ കയറ്റുന്നതിന് പുറമെ നിങ്ങൾ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് സിലബസ് സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ നോക്കുക. നെക്സ്റ്റ്, റൈസ് ഓഫ് ഇംഗ്ലീഷ് പ്രോസ് ആൻഡ് പോയിട്രി ഹാസ് ബീൻ വിറ്റ്നസ് ഇൻ ദ പീരീഡ് ഓഫ് മിഡിൽ ഇംഗ്ലീഷ്.
നെക്സ്റ്റ് പീരീഡ് ആയിട്ട് വരുന്നത് റിനൈസൻസ് ആൻഡ് എലിസബത്തൻ ഏജ്. എലിസബത്തൻ ഏജിൽ മേജർ ആയിട്ട് റൈസ് ചെയ്തിനാണ് ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് വാസ് എ റിവൈവൽ, ക്ലാസിക്കൽ റിവൈവൽ പീരീഡ് ആയിരുന്നു. ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് തിയേട്രിക്കൽ എക്സലൻസ്. തിയേട്രിക്കൽ എക്സലൻസിന്റെ പീരീഡ് ആയിരുന്നു എലിസബത്തൻ ഏജ്. ഡ്രാമാസ്, പ്ലേസ്, ഡ്രാമാസ് were written in reference to play. ഡ്രാമ ആൻഡ് പ്ലേന്റെ ഡിഫറൻസ് നിങ്ങൾ നോക്കുക. ഡ്രാമാസ് written form, plays in enacted form. Golden age of literature, yes, yes, it is called as golden age of literature. And also the most area of excellence during these Elizabethan age were plays, theaters, Globe Theatre, and also Lord Chamberlain's men, ഇങ്ങനത്തെ തിയേറ്റർ ആക്ടേഴ്സിന്റെ ഒക്കെ, ഷേക്സ്പിയറിന്റെ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, മാർലോന്റെ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് റിമെമ്പർ ചെയ്യുക. ക്രിസ്റ്റഫർ മാർലോ, എഡ്മണ്ട് സ്പെൻസർ, ഫിലിപ്പ് സിഡ്നി, വില്യം ഷേക്സ്പിയർ. ഷേക്സ്പിയറിന്റെ മേജർ ട്രാജഡീസ് നോക്കുക, ട്രാജഡി കോമഡീസ് ഏതൊക്കെയാ നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഹാംലെറ്റ് മുതലും കിങ് ലിയർ മാക്ബത്തും മാത്രം പോവാതെ മർച്ചന്റ് ഓഫ് വെനീസ് നോക്കാം, ആസ് യു ലൈക്ക് ഇറ്റ് നോക്കാം, അങ്ങനത്തെ കുറച്ച് കാറ്റഗറീസ് നോക്കാം. ടെംപെസ്റ്റ് നോക്കാം. And there is historical plays by William Shakespeare also. Yes, printing press, Caxton, William Caxton the printing press and year idokke ningal nokka. Printing press ulladonde തന്നെ publications were more easy. William Caxton. Okay, remember all those names. Next slide. I hope you are following the periods. ഞാൻ പറയുന്നതിന്റെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇസ് മെറ്റാഫിസിക്കൽ ഏജ്. അതായത് ഈ ഒരു മെറ്റാഫിസിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ജോൺ ഡൺ ആണ് അതിന്റെ മേജർ ഫിഗർ. ഡ്രൈഡൻ ആയിരുന്നു പോയിറ്റ് എഫക്റ്റിംഗ് ദ മെറ്റാഫിസിക്സ്, മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജോൺ ഡ്രൈഡൻ. ആൻഡ് ഇറ്റ് വാസ് സാമുവൽ ജോൺസൺ who coined the term metaphysical poets. It was Samuel Johnson who termed the name metaphysical poets, and it was T.S. Eliot who gave recognition. ഈ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എഴുതിയിരുന്ന ടൈമിൽ അവർക്ക് റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. they were hardly condemned, hardly recognized, and also very much condemned എന്ന് പറഞ്ഞാൽ അവരുടെ hatred ആയിരുന്നു. ബിക്കോസ് അവരുടെ പോയിട്രി ഭയങ്കര ആംഗ്രി, അതായത് സഡൻ എബ്രപ്റ്റ് സ്റ്റാർട്ടിങ് ആയിരിക്കും. അൺട്രൂലി, ഫൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് സണ്ണിനെ അഡ്രസ് ചെയ്യുന്നത് സൺ റൈസിങ് ബൈ ജോൺ ഡൺ. ആൻഡ് ഓൾസോ നിങ്ങൾ ദ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് the Coy Mistress, Antry Marvellinde, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. So these are all belong to the metaphysical category. Metaphysical poems, they were the poems which included metaphysical conceits. Metaphysical conceits include ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു. സാമുവൽ ജോൺസൺ ആണ് കോയിൻ ചെയ്തിട്ടുള്ളത്. T.S. Eliot ആണ് ഇവർ വീണ്ടും റെക്കഗ്നിഷൻ കൊടുത്ത് പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് in his work Metaphysical Poets. Lives of Eminent Poets എന്ന് പറഞ്ഞൊരു വർക്കിലാണ് സാമുവൽ ജോൺസൺ ഈ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇറ്റ് വാസ് നോട്ട് പോസിറ്റീവ് ആയിട്ടല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നെഗറ്റീവ് ആയിട്ട് അവരുടെ പോയിട്രീനെ മോക്ക് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓക്കെ, സോ ഇത്ര ഡീറ്റെയിലോട്ട് പോകുന്നില്ല, ബിക്കോസ് ഡീറ്റെയിലോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ലിമിറ്റേഷൻസ് വരും. സോ ഐ എം ജസ്റ്റ് കമ്മിങ് ബാക്ക് ടു ദ ഏജസ്. റെസ്റ്റോറേഷൻ ഏജ്, പ്ലീസ് ഡു ലുക്ക് അറ്റ് ദി ഇയേഴ്സ്. കോമഡി ഓഫ് മാനേഴ്സ്, മാനേഴ്സിനെ കളിയാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള പ്ലേസ് ഉണ്ടായിരുന്നു. ജോൺ ഡ്രൈഡൻ ഇസ് ദിസ് maestro of satirical writing, satirical plays, mock പോയിട്രി ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് ജോൺ ഡ്രൈഡൻ. ആൻഡ് ഓൾസോ വില്യം കോൺക്രീവ് ഉണ്ട്, വിച്ചേർലി ഉണ്ട്, സോഷ്യൽ റിയലിസം. ഇതൊക്കെ നിങ്ങൾ പ്ലീസ് ഡു റിമെമ്പർ. ഓഗസ്റ്റൻ ഏജ് ഉണ്ട്, നിയോ ക്ലാസിക്കൽ ഏജ് എന്നും നമ്മൾ പറയും. ഇറ്റ് വാസ് എൻ ഏജ് ഓഫ് റീസൺ. ഏത് ഏജ് ആണ് ഭയങ്കര റീസൺ, എൻലൈറ്റൻമെന്റ് ഏജ് എന്നൊക്കെ ചോദിച്ചാൽ ഇറ്റ് ഇസ് നിയോ ക്ലാസിക്കൽ ഓർ ഓഗസ്റ്റൻ ഏജ്. അതിൽ ഏറ്റവും എൻലൈറ്റൻമെന്റിന്റെ മേജർ ഫിഗേഴ്സ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഏതൊക്കെയാ? ഇറ്റ് ഇസ് അലക്സാണ്ടർ പോപ്പ് ഇസ് ദേർ, സ്വിഫ്റ്റ് ഇസ് ദേർ, സാമുവൽ ജോൺസൺ ഇസ് ദേർ. അലക്സാണ്ടർ പോപ്പ് ആണ് മേജർ ആയിട്ടുള്ള ഒരു ഫിഗർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ കംസ് ടു റൊമാൻറ്റിക് ഏജ്. റൊമാൻറ്റിക് ഏജ് എന്തിനാ മേജർ ഫീച്ചർ എന്തായിട്ട് വാല്യൂ ചെയ്യുന്നത്? നേച്ചറിനെയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് വാല്യൂസ് ഇമോഷൻ ഓവർ റീസൺ. ഇമോഷനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക rather than logical reasoning. Romantic age came because of the reaction against the
Enlightenment period. Enlightenment period in the rationalism, high rationalized thought, logical reasoning, ഇതിനൊക്കെ against ആയിട്ടുള്ള ഒരു rebellious form ആയിട്ടാണ് romantic age start ചെയ്തത്. romantic age ന്റെ start മാർക്ക് ചെയ്ത ഒരു മേജർ വർക്ക് ഉണ്ട്. പ്ലീസ് ഡു നെയിം ഇറ്റ്. നിങ്ങൾക്കറിയോ റൊമാൻറ്റിക് ഏജ് സ്റ്റാർട്ട് ചെയ്തത് ഒരു പെർട്ടിക്കുലർ വർക്കിലാണ്. വേർഡ്സ്വർത്തിന്റെയും സാമുവൽ ടൈലർ കോൾറിഡ്ജിന്റെയും കമ്പൈൻഡ്ലി 1798 എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ദ മേജർ മാർക്ക് ഓഫ് റൊമാൻറ്റിക് ഏജ്. വാട്ട് ഇസ് ദാറ്റ് വർക്ക് കോൾഡ്? Yes, lyrical ballads. Okay, it was lyrical ballads. Preface to lyrical ballads ചെയ്തതാരാ? വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, പ്രിഫസ് അത് കുറച്ചും കൂടി കറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് 1800s എഴുതിയതാണ് പ്രിഫസ് ടു ലിറിക്കൽ ബാലൻസ്. പക്ഷെ ലിറിക്കൽ ബാലൻസ് ആണ് completely written by Wordsworth and Coleridge in 1798. It marked the shift from the age of Augustan or neoclassical age or the Enlightenment age to the Romantic age. Okay. Then comes romantic age. It is Victorian age. Victorian age is the age of social morality, faith versus doubt. ഇതിന്റെയൊക്കെ മാത്യു അർണോൾഡൊക്കെ എഴുതിയിട്ടുള്ള പോയട്രി, ഡവർ ബീച്ച്, ഇതൊക്കെ വിക്ടോറിയൻ ഏജിൽ വരുന്നതാണ്. വിക്ടോറിയൻ ഏജിലാണ് ഏഞ്ചൽ ഇൻ ദ ഹൗസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വഴി വിമന്റെ പ്യൂരിറ്റി, വിമൻ ആർ ടു ബി ഇൻസൈഡ് ദ ഹൗസ് എന്നൊക്കെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് വിക്ടോറിയൻ ഏജിലാണ്. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് എൻ ഏജ് ഓഫ് റിയലിസം, സോഷ്യൽ റിഫോം. ഈ സോഷ്യൽ റിഫോം ആൻഡ് സോഷ്യൽ റിയലിസത്തിന്റെ മേജർ ഫിഗർ ആരാ? മേജർ ആയിട്ടുള്ള റൈറ്റർ ഫിഗർ ആരാ? റിയലിസം, സോഷ്യൽ റിയലിസം, സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്, ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ എതിരെ കുറെ വർക്ക്സ് ചെയ്തിട്ടുള്ള ഒരാളില്ലേ? ബ്ലീക്ക് ഹൗസ്, എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. Who is the writer of social realism? Oliver Twist. Great Expectations, David Copperfield, Pickwick Papers, Nicholas Nickleby, Dombey and Son. എത്ര വർക്ക്സ് ആയുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ റിയാക്ഷൻ ചെയ്തിട്ടുള്ള റൈറ്റർ. ഹു ഇസ് ദാറ്റ്? മാർലോ. ക്രിസ്റ്റഫർ മാർലോ എങ്ങനെയാ വിക്ടോറിയൻ ഏജിൽ വരാം? It is Charles Dickens. Okay, it is Charles Dickens. Charles Dickens ആണ് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ഉണ്ടായിരുന്നു. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ഇസ് ഫേമസ് ഫോർ ഹിസ് പോയിട്രി. ആൻഡ് വിക്ടോറിയൻ ഏജിലാണ് പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് പീരീഡ് വരുന്നത്. വിക്ടോറിയൻ ഏജിന്റെ എൻഡിലോട്ടാണ് എസ്തെറ്റിസിസം മൂവ്മെന്റ് വരുന്നത്. എസ്തെറ്റിസിസം മൂവ്മെന്റിന്റെ മോട്ടോ എന്തായിരുന്നു? ആർട്ട് ഫോർ ആർട്ട് സേക്ക്. അതിലത്തെ മേജർ ഫിഗേഴ്സ് ആരൊക്കെയായിരുന്നു? ഓസ്കർ വൈൽഡും വാൾട്ടർ പേറ്ററും. അതൊക്കെ റിമെമ്പർ ചെയ്തിക്കുക. എസ്തെറ്റിസിസം, ഗബ്രിയൽ റോസറ്റി is a major figure. ക്രിസ്റ്റീന റോസറ്റി ഉണ്ട്. ഇവരൊക്കെയാണ് പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ്. പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് ഫ്ലഷ്ലി സ്കൂൾ ഓഫ് പോയിട്രി എന്നാണ് നമ്മൾ പറയുക. ഫ്ലഷ്ലി സ്കൂൾ ഓഫ് പോയിട്രി. അവർ ഭയങ്കര എക്സ്പ്ലക്കേറ്റ് ആയിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ആയിരിക്കും അവരുടെ റൈറ്റിംഗ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ഈ റൈറ്റേഴ്സിനൊക്കെ നോക്കുക. തോമസ് ആർഡിന്റെ റൈറ്റിംഗ്സ് നോക്കുക. ടെസ് ഓഫ് ദ ട്യൂബർവില്ലസ്, ജൂഡ് ദ ഒബ്സ്ക്യൂർ. ഹി ഈസ് നോൺ ആസ് ദ റൈറ്റർ ഓഫ് വെസെക്സ് നോവൽസ്. വെസെക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് റിവോൾവ് ചെയ്തിട്ടുള്ള റൈറ്റിംഗ് ചെയ്തതുകൊണ്ടാണ് തോമസ് ആർഡിന്റെ വർക്ക്സ് നമ്മൾ വെസെക്സ് നോവൽസ് എന്ന് പറയുന്നത്. ജോർജ് എലിയറ്റിന്റെ വർക്ക്സ് നോക്കാം. ജോർജ് എലിയറ്റിന്റെ ആക്ച്വൽ നെയിം എന്താ? ജോർജ് എലിയറ്റ് ഹി ആണോ ഷീ ആണോ? ജോർജ് എലിയറ്റ് ഹി ആണോ ഷീ ആണോ? കുറച്ച് വർക്ക്സ് പറഞ്ഞേ. മിഡിൽ മാർച്ച്. ഹി ആണോ? മേരി ആൻ ഇവാൻസ്. ആൻ ഇവാൻസ് മേരി അല്ല, മേരി ആൻ ഇവാൻസ്. ഓക്കെ, മേരി ആൻ ഇവാൻസ് എന്നാണ് ജോർജ് എലിയറ്റിന്റെ പേര്. ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ ഏഞ്ചൽ ഇൻ ദ ഹൗസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അതായത് വിമൻ ആർ ടു ബി പ്രിസർവ്ഡ് ഇൻസൈഡ്. അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പ് ഇഷ്യൂ ഉണ്ടായിരുന്നു. വിമൻ വർ നോട്ട് ആക്സെപ്റ്റഡ് ആസ് റൈറ്റേഴ്സ്. അതുകൊണ്ട് ഇവർക്ക് മെയിൽ സ്യൂഡോണിംസ് ചെയ്യേണ്ടി വന്നു. മെയിൽ സ്യൂഡോണിംസ് ഓർ മെയിൽ ഏലിയാസ് എന്ന് നമ്മൾ പറയും. ആൻഡ് ഓൾസോ ബ്രോണ്ടെ സിസ്റ്റേഴ്സ്. ബ്രോണ്ടെ സിസ്റ്റേഴ്സ് ആയിരിക്കാം? Emily Bronte, Charlotte Bronte, and also Charlotte or Carlotte Bronte. Okay, Anne Bronte. ഇവര് മൂന്ന് പേരും
എഴുതിയിട്ടുണ്ടായിരുന്നത് മെയിൽ സ്യൂഡോണിംസ് വെച്ചിട്ടാണ്. ഷാർലറ്റ് ബ്രോണ്ടെ എഴുതിയിട്ടുണ്ടായിരുന്നത് കളർ ബെൽ, എല്ലിസ് ബെൽ എന്നായിരുന്നു എമിലി ബ്രോണ്ടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. എമിലി ബ്രോണ്ടിന്റെ ഗോത്തിക് റൊമാൻസ് നോവൽ ആയിട്ട് ഒരു മേജർ ഫേമസ് നോവൽ ഉണ്ടല്ലോ എമിലി ബ്രോണ്ടിന്റെ. ഡു യു റിമെമ്പർ ദാറ്റ്? എമിലി ബ്രോണ്ടിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഗോത്തിക് മിക്സ്ഡ് ആയിട്ടുള്ള റൊമാൻസ് നോവൽ. ഗോത്തിക് മിക്സ് റൊമാൻസ് നോവൽ. ഹെത്ക്ലിഫ് കാത്തറിൻ. യെസ്, വുദറിംഗ് ഹൈറ്റ്സ്. വുദറിംഗ് ഹൈറ്റ്സ്. ഓക്കെ. അതിലത്തെ ഫേമസ് സ്റ്റേറ്റ്മെന്റ് ആണ് സോൾ കണക്ഷൻ മെൻഷൻ ചെയ്യുന്നത്. പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ് ഓൾസോ. ആൻഡ് ഷാർലറ്റ് ബ്രോണ്ടിന്റെ റൈറ്റിംഗിൽ വന്നിട്ടുള്ള ഒരു മേജർ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ഉണ്ടല്ലോ, ഒരു വർക്ക് ഉണ്ടല്ലോ. വാട്ട് ഇസ് ദാറ്റ്? റോച്ചെസ്റ്റർ. ബർത്ത മേസൺ. അതിന്റെ സ്പിൻ ഓഫ് റൈറ്റ് ജൂഡല്ല. ഷാർലോട്ട് ബ്രോണ്ടിന്റെ ഒരു മേജർ ഫെമിനിസ്റ്റ് ടെക്സ്റ്റ് ആയിട്ട് വായിക്കുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. വാട്ട് ഇസ് ദാറ്റ്? Remember? Yes, Jane Eyre. Jane Eyre, okay. Rochester, Jane Eyre, it talks about marriage. Rochester, Bertha Mason, Mad Women in the Attic is based on that story. And also, White Sargasso Sea by Jean Rice is the story. Jane Eyre, the Mad Women, I consider Rochester's wife in a main character, I work on the White Sargasso Sea by Jane Rice. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ലിറ്റററി വർക്ക്സ് ഒക്കെ നിങ്ങൾ ഫെമിലിയർ ആക്കി വെക്കുക. നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഓരോരുത്തരുന്നും കണക്ട് ചെയ്ത് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഓരോ വർക്ക് ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിലോട്ട് ചാടി ചാടി പോയില്ലേ. സിമിലർലി ഇപ്പൊ ജോർജ് എലിയട്ട് മെയിൽ സ്യൂഡോണമായി യൂസ് ചെയ്തത്, അപ്പൊ അതേപോലെ മെയിൽ സ്യൂഡോണം യൂസ് ചെയ്തിട്ടുള്ള ആരൊക്കെയാ ഉള്ളത്? ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ ഇറ്റ് വിൽ ബി മോർ ഈസി. നിങ്ങൾക്ക് ഈസിലി റിമെമ്പർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കംസ് ടു മോഡേൺ ഏജ്. മോഡേൺ ഏജിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പറ്റാത്ത റൈറ്റർ ആരാ? T.S. Eliot, okay, never ever skip that person. T.S. Eliot and his work, Wasteland. Another work is that Murder in the Cathedral, and also Hamlet and his problems, Metaphysical Poets, Eliot and literary critical work, literary criticism contribute to work. Do you remember that? Literary criticism contribute to work. Tradition and individual talent. Okay, tradition and individual talent. Modern age and specificalities, it is alienation and fragmentation and psychological realism and James Joyce, Virginia Woolf, W.B. Yeats. ഇവരൊക്കെ മേജർ ഫിഗേഴ്സ് ആണ്. ജെയിംസ് ജോയ്സും വെർജീനിയ വുൾഫും എന്തിനാ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് കൊണ്ടുവന്നിട്ടുള്ള റൈറ്റേഴ്സ് ആണ് ജെയിംസ് ജോയ്സും വോൾഫും. വെർജീനിയ വോൾഫിന്റെ കുറച്ച് റൈറ്റിംഗ്സ്, റൂം ഓഫ് വൺസ് ഓൺ, ടു ദ ലൈറ്റ് ഹൗസ്, and there is Mrs. Dalloway. Mrs. Dalloway is the prime example of stream of consciousness. Okay, ഒരു ഡേയിൽ ആ ഒരു മിസ്സസ് ഡാലോവേന്റെ മൈൻഡിലൂടെ പോകുന്ന തോട്ട്സ്, ഇറ്റ് ഇസ് എ റഷ്യൻ പോയിന്റ് ഓഫ് വ്യൂ. ഇറ്റ് ഇസ് ടേക്കൺ ഫ്രം ദ റഷ്യൻ ലിറ്ററേച്ചറിന് കമ്പൈൻ എടുത്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. റഷ്യൻ ലിറ്ററേച്ചറിൽ നമുക്ക് കുറെ ഇന്നർ മോണോലോഗ്സ് കാണാം. ദസ്തോവസ്കിന്റെ ഒക്കെ റൈറ്റിംഗ്സിൽ, വൈറ്റ് നൈറ്റ്സിലൊക്കെ പോയാലും നിങ്ങൾക്ക് അനോണിമസ് ആ ഒരു പ്രൊട്ടാഗണിസ്റ്റിന്റെ ഇന്നർ ഫ്ലോ, ഇന്നർ മോണോലോഗ്സ് കാണാം. വെരി സിമിലർ ടു ദാറ്റ് റഷ്യൻ പ്രിൻസിപ്പിൾസ്, വെർജീനിയ വുൾഫ്. ആൻഡ് ആരാ ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ് ടേം കോയിൻ ചെയ്തത്? who coined the term stream of consciousness. And James Joyce in ഒരു വർക്ക് പറഞ്ഞു. ജെയിംസ് ജോയ്സിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള വർക്ക് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആരാ കോയിൻ ചെയ്തിട്ട്? നമ്മുടെ ഫേമസ് റൈറ്റർ ആയിട്ടുള്ള ഹെൻറി ജെയിംസ് ഇല്ലേ, ഹെൻറി ജെയിംസിന്റെ ബ്രദറാ. It is William James. Okay, stream of consciousness coined ചെയ്തിട്ടുള്ളത് വില്യം ജെയിംസ് ആണ്, ഹെൻറി ജെയിംസിന്റെ ബ്രദർ. യെസ്, യുലിസസ്, ജെയിംസ് ജോയ്സ്, ഡബ്ലിൻ റൈറ്റർ, അയർലൻഡിലത്തെ ഡബ്ലിൻ സ്ഥലം സെറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറെ റൈറ്റിംഗ്സ് ചെയ്തിട്ടുള്ളതാണ് ജെയിംസ് ജോയ്സ്. പോർട്രേറ്റ് ഓഫ് ദ ലേഡി ആണോ? പോർട്രേറ്റ് ഓഫ് ദ ലേഡി അല്ല,
That is another work. അത് വേറെ വർക്കാ, പോർട്രേറ്റ് ഓഫ് ദ ലേഡി ഓൺ ഫയർ എന്നൊക്കെ പറഞ്ഞാൽ. A portrait of the artist as a young man. Okay, a portrait of a lady. T.S. Eliot's ഒരു poem ഉണ്ട്, Portrait of a Lady. Okay, then a portrait of an artist as a young man is the major work of. Okay, no problem. Okay. So make sure you know the facts, okay? ഇങ്ങനത്തെ പേരുകളൊക്കെ മെയിൻ ആയിട്ട് നോക്കി വെക്കുക. സൈക്കോളജിക്കൽ റിയലിസം, ഇന്നർ മോണോലോഗ്സ്, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, ഇതൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. പോസ്റ്റ് മോഡേൺ ഏജ്, അതായത് പോസ്റ്റ് മോഡേൺ ഏജ് ഏതൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന 1945 ടു ദ പ്രസന്റ് ഏജ്. ഇതിലായിരിക്കും പോസ്റ്റ് കൊളോണിയൽ ടൈംസിലത്തെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ സൗത്ത് അല്ലെങ്കിൽ അതർ ലിറ്ററേച്ചർ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് ഒക്കെ പഠിക്കാനുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഈ ഏജസ് ഒക്കെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലായതുകൊണ്ട് നമ്മൾ പോസ്റ്റ് മോഡേൺ ഏജ് എന്നാണ് പറയാ. ഇതൊക്കെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ ഡിസ്റ്റിങ്ഷൻസ് ആണ് കേട്ടോ. ഇനി അമേരിക്കൻ ലിറ്ററേച്ചറിലുള്ള ഡിസ്റ്റിങ്ക്ട് ഫിഗേഴ്സ് ഉണ്ട്, കോമൺവെൽത്ത് ലിറ്ററേച്ചറിലുള്ള ഡിസ്റ്റിങ്ക്ട് ഫിഗേഴ്സ് ഉണ്ട്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ നമുക്ക് പഠിക്കണം. മേജർ ആയിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ നമുക്ക് ഫോക്കസ് ചെയ്യണം. ഇനി പോസ്റ്റ് മോഡേൺ ഏജിലുള്ളതാണ് സാമുവൽ ബെക്കറ്റ്. സാമുവൽ ബെക്കറ്റിന്റെ ഒരു മേജർ വർക്ക് ഏതാ? അബ്സേർഡിസം പറയുന്ന വർക്ക്. വെയിറ്റിംഗ് ഫോർ സാമുവൽ ബെക്കറ്റ്. മെലോണി ഡൈസ് ഉണ്ട്. സാമുവൽ ബെക്കറ്റിന്റെ വേറൊരു വർക്കാണ് മെലോണി ഡൈസ്. ഹി ഈസ് ദ major figure of absurdism. Absurdist, yes, very good. Waiting for Godot. അതില് സർക്കുലർ സൈക്ലിക് ആണ്. എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് എൻഡ് ചെയ്യുന്നു. വിതൗട്ട് എ പ്ലോട്ട്, വിതൗട്ട് എ സ്റ്റോറി, ദർ ഇസ് നോ കോണ്ടന്റ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അബ്സേർഡിസം. അബ്സേർഡിസം എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു റൈറ്റർ ഉണ്ട്, ആൽബർട്ട് കാമുവിന്റെ The myth of the Sisyphus. The myth of the Sisyphus എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് കേട്ട് പേടിക്കേണ്ട. ഈ നാരായണത്ത് ഭ്രാന്തന്റെ കഥയില്ലേ, കല്ല് കയറ്റുന്നു, ഉരുട്ടുന്നു, താഴെയിട്ട് ഇടുന്നു, വീണ്ടും കയറ്റുന്നു, ഉരുട്ടുന്നു, താഴെടുന്നു. ആ സ്റ്റോറീനെ അബ്സേർഡിസം ആയിട്ട് കണക്ട് ചെയ്ത് പറയുന്ന സ്റ്റോറിയാണ് The Myth of Sisyphus by Albert Camus. He is also the preacher of absurdism. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത്. സാമുവൽ ബെക്കറ്റിന്റെ ഹാരോൾഡ് പിന്ററിനൊരു പ്ലേ ഉണ്ടല്ലോ, ദ ബർത്ത്ഡേ പാർട്ടി. പിന്ററസ്ക് ടെക്നിക്, കോമഡി ഓഫ് മെനസ് കാറ്റഗറിയിൽ വരുന്നതാണ് ദ ബർത്ത്ഡേ പാർട്ടി. ഇനി റുഷ്ദി, സൽമാൻ റുഷ്ദി, മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഹി ഈസ് ബ്രിട്ടീഷ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറിക് റൈറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെയും കാണാം, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും കാണാം. മേജർ പോസ്റ്റ് മോഡേൺ ഏജിന്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? മെറ്റാഫിക്ഷൻ ഉണ്ട്, അബ്സേർഡിറ്റി ഉണ്ട്, ഇന്റർടെക്സ്റ്റുവാലിറ്റി ഉണ്ട്, ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്. പോസ്റ്റ് മോഡേൺ ഏജിലാണ് വാർ പോയിട്രി ഒക്കെ എഴുതിയിട്ടുള്ളത്. അതൊക്കെ റിമെമ്പർ ചെയ്യുക. സോ വി ആർ മൂവിങ് ഓൺ. ഓൾമോസ്റ്റ് വി ഹാവ് റീച്ച്ഡ് അവർ 2 hours. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് മൂവ് ചെയ്യാണ് ഫാസ്റ്റ് ആയിട്ട്. ഈ പീരിയഡ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? ബിക്കോസ് ലിമിറ്റേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് കോണ്ടന്റ് ഉണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ആൻഡ് കുറച്ചുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ചാറ്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഏതെങ്കിലും ഏരിയസ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് മേജർ ഓതേഴ്സിനെയും വർക്ക്സിനെയും നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്തെടുക്കുകയാണ്. ജെഫ്രി ചോസറിനെ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. കാൻറ്റർബറി ടെയിൽസ് ഉണ്ട്. ട്രോയിലസ് ആൻഡ് ക്രിസൈഡ് എന്ന് പറഞ്ഞ വർക്ക് is also written by Chaucer. The Book of the Duchess and also this Geoffrey Chaucer is known as the father of English poetry, and he is also called as the morning star of the Renaissance. He is the one who introduced the poetic structure, satiric ആയിട്ടുള്ള works ഒക്കെ introduce ചെയ്തിട്ടുള്ള ആളാണ്. ഇനി റിനൈസൻസ് റൈറ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ എഡ്മണ്ട് സ്പെൻസർ ഉണ്ട്. സ്പെൻസേരിയൻ സ്റ്റാൻസ, 9 lines ഉള്ള റൈം സ്കീം ഫോളോ ചെയ്യുന്ന സ്റ്റാൻസ് ഒക്കെയാണ് നമ്മൾ സ്പെൻസേരിയൻ സ്റ്റാൻസ എന്ന് പറയാം. എഡ്മണ്ട് സ്പെൻസറിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ ഫെയറി ക്വീൻ. ഈ വർക്ക്സ് ആണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഈ വർക്ക്സിൽ സ്പെസിഫിക് കാറ്റഗറീസ് ഒക്കെ നിങ്ങൾ നോക്കുക. ജെഫ്രി ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസ് എന്തായാലും നോക്കി പോവാം. ക്രിസ്റ്റഫർ മാർലോ, ഡോക്ടർ ഫോസ്റ്റസ് നോക്കാം. ടെംപിൾലെയിൻ ദി ഗ്രേറ്റ്, ക്രിസ്റ്റഫർ മാർലോ. ആൻഡ് നമ്മൾ പറയില്ലേ ഷേക്സ്പിയറിന്റെ കണ്ടംപററീസ് ആരൊക്കെയായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. ബെൻ ജോൺസൺ ഒക്കെ നോക്കണം. വില്യം ഷേക്സ്പിയർ
മേജർ റൈറ്റിംഗ്സ് നോക്കുക, ഹാംലെറ്റ്, മാക്ബത്ത്, ഒതെല്ലോ. ഹാംലെറ്റിലുള്ള ക്യാരക്ടേഴ്സിനെ നോക്കുക, മാക്ബത്തിലുള്ള ക്യാരക്ടേഴ്സ്, മാക്ബത്തിലത്തെ ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ കുഡന്റ്, ആ ഒരു ലിൽ ഹാൻസിന്റെ സ്മെല്ല് പോകുന്നില്ല ബിക്കോസ് ഓഫ് ദ ഡെത്ത് പറയുന്ന ഒരു ലൈൻ ഉണ്ട് മാക്ബത്ത്, ലേഡി മാക്ബത്ത് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് ഫേമസ് ഓരോ വർക്കത്തെയും പോപ്പുലർ ലൈൻസ് നോക്കുക. അതിലത്തെ മേജർ കാറ്റഗറീസ്, ത്രീ വിച്ചസ് വരുന്നത് ഏത് ട്രാജഡിയില? ത്രീ വിച്ചസ് ഫോർ ഷാഡോയിങ് തരുന്ന ത്രീ വിച്ചസ് ഒക്കെ അറിയുന്നത് ഷേക്സ്പിയറിന്റെ ഏത് പ്ലേയിലാ? ഡെസ്ഡെമോണ ഒക്കെ വരുന്നത് ഏത് പ്ലേയിലാ? ഇങ്ങനെയൊക്കെ നോക്കി വെക്കുക. ഒതെല്ലോന്റെ ക്യാരക്ടേഴ്സ് എന്താ, അതിലത്തെ ആന്റഗോണിസ്റ്റ് ആരാ, പ്രൊട്ടാഗണിസ്റ്റ് ആരാ? ഒതെല്ലോത്തെ ഇയാഗോ. ഇയാഗോ ഇസ് ദ ഫിഗർ ഓഫ് ജെലസി, എൻവിയസ്നെസ്, പവറിനോടുള്ള എംപീഷൻ. ഇതൊക്കെ നോക്കുക. കിങ് ലിയറിൽ ആ ഡോട്ടേഴ്സ് തമ്മിലുള്ള ഒരു ഡോട്ടേഴ്സ് ആൻഡ് കിങ് ലിയർ തമ്മിലുള്ള ഒരു അനാലിസിസ് നോക്കുക. ജൂലിയസ് സീസർ, ബ്രൂട്ടസ് സ്റ്റോറി നോക്കുക. ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ നോക്കി പോവാ. ടെംപെസ്റ്റ് നോക്കുക. ഹോപ്പ് ഐ എം ജസ്റ്റ് ഗിവിംഗ് യു ദ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്. ഈ വർക്ക്സിന് നിങ്ങൾ നോക്കുക, അതിന്റെ കാറ്റഗറൈസേഷൻ ചെയ്യുക, ക്യാരക്ടേഴ്സിനെ നോക്കുക, ഫീച്ചേഴ്സിനെ നോക്കുക. ഓക്കെ, സോ പ്ലീസ് ഡു എ ഹോംവർക്ക് റിഗാർഡിംഗ് ദാറ്റ്. അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടാത്തത്, പക്ഷെ കേട്ടിട്ട് അങ്ങനെയാ ചോദിക്കുക. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. അപ്പൊ നമ്മൾ ആ ഒരു ചോദിക്കുന്നതിനനുസരിച്ച് വി ഹാവ് ടു ഫ്രെയിം ആർ അനാലിസിസ്. നമുക്ക് ആ ഒരു അനാലിസിസ് നമ്മൾ വൈഡൻ ചെയ്തെടുക്കുക. ഈ വർക്ക്സ് ഒക്കെ ഏതൊക്കെയാന്ന് നോക്കുക. അതിലത്തെ മേജർ ഇൻ കേസ് ലക്കിന്, ഇപ്പൊ നമ്മൾ ക്യാരക്ടേഴ്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലക്കിന് ചിലപ്പോൾ റൈറ്റർ വർക്ക് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഏരിയ എന്നൊക്കെ ചോദിച്ചാൽ ഇറ്റ് ഇസ് ലക്ക്. സോ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചത് ഒരിക്കലും നഷ്ടാവില്ല. നിങ്ങൾക്ക് ബി പോസിറ്റീവ്. നിങ്ങൾ എത്രത്തോളം വൈഡൻ ചെയ്യുക, സ്കോപ്പ് വൈഡൻ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടൊക്കെ കേട്ട് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പൊ നിങ്ങൾ മാക്സിമം ഡെപ്തിൽ പോവുക റിഗാർഡിങ് ദ തിങ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് അല്ല, ഫാക്ച്വൽ പോയിന്റ്സ് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഫാക്ച്വൽ ആയിട്ട് പഠിക്കുക. നിങ്ങൾ ആ ഒരു ഹോൾ തിങ്ങിന്റെ സമ്മറി ഇങ്ങനെ പോവാതെ ജസ്റ്റ് അനാലിസിസ് നോക്കിയിട്ട് പോവാം. വെരി ക്യാരക്ടർ അനാലിസിസ് നോക്കുക. ഹൗ ദ തിങ് ഇസ്, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻറ്റ്. ഒതെല്ലോ അല്ലെ ഹാംലെറ്റിന്റെ എന്താ മെയിൻ റീസൺ? There is a procrastination of that character. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, കീ ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് പോവാ. ജോൺ ഡണ്ണിന്റെ മെറ്റാഫിസിക്കൽ പോയട്രിയിലത്തെ കുറച്ച് മേജർ ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ് ഇത്. സൺ റൈസിങ്, എ വാലഡിക്ഷൻ, ഫോർബിഡിങ് മോർണിംഗ് ഉണ്ട്. ആൻഡ് ഓൾസോ another വർക്ക് യു റിമെമ്പർ ജോൺ ഡണ്ണിന്റെ ലവേഴ്സിന്റെ ലവ് സാക്രഡ് ആക്കിയിട്ട് പറയുന്ന ഒരു വർക്ക് ഉണ്ടല്ലോ ജോൺ ഡണ്ണിന്റെ. കോമ്പസുമായിട്ട് കമ്പയർ ചെയ്യുന്നത് വാലഡിക്ഷൻ, ഫോർബിഡിങ് മോർണിംഗ്. വാലഡിക്ഷൻ, ഫോർബിഡിങ് മോർണിംഗ്, അവരുടെ ആ ഒരു ഡിസ്റ്റൻസ് കോമ്പസ് പോലെ എങ്ങനെ വന്നാലും ആ കോമ്പസ് പോലെ ദേ കം ടുഗെദർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ച് അതാണ് അതിലത്തെ മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റ്. പക്ഷെ ഇവിടെ വേറൊരു മേജർ വർക്ക് ഉണ്ട്. മെറ്റാഫിസിക്കൽ പോയിട്രിന്റെ ദ മോസ്റ്റ് പ്രൈം എക്സാമ്പിൾ ആയിട്ട് കാണുന്ന ഒരു വർക്ക് ഉണ്ട്, canonization. Okay, canonization, please do remember that. And also Andre Marvel's to his coy mistress. To his coy mistress ഏത് കോൺസെപ്റ്റാ ഫോളോ ചെയ്യുന്ന? കാർപേഡിയം പ്രിൻസിപ്പിൾ. ഓക്കെ, ടു ഹിസ് കോയ് മിസ്ട്രസ് ഏത് പ്രിൻസിപ്പിളാ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കാർപേഡിയം പ്രിൻസിപ്പിൾ. കാർപേഡിയം അതായത് സീസ് ദ മൂമെന്റ്, എല്ലാ മൂമെന്റും സീസ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൺവേ ചെയ്യുന്നതാണ് ടു ഹിസ് കോയ് മിസ്ട്രസ്സിൽ. ഓക്കെ, ഈ വർക്ക്സ് ഒക്കെ നോക്കുക. ഐ എം നോട്ട് കൺഫ്യൂസിങ് യു. ലാസ്റ്റ് മൊമെന്റ് റിവിഷൻ ആണ്. ഐ എം നോട്ട് ഹിയർ ടു മേക്ക് യു ഫീൽ നെഗറ്റീവ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി വൈഡൻ ചെയ്യുക. നിങ്ങൾക്ക് മേജർ പോയിന്റ്സ് അത് തരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് നിങ്ങളെ മൈൻഡിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല, നിങ്ങളുടെ മൈൻഡിനെ സ്റ്റക്ക് ആക്കുന്നില്ല. സോ ബെറ്റർ നിങ്ങൾ വിത്ത് ഈസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പഠിക്കുക. പീരിയഡ്, writer, works, character, any comments, any quotations, any critical comments, ഇതൊക്കെ ഇങ്ങനെയാണ് ഒരു ഫ്ലോയിൽ നിങ്ങളൊരു ഫ്ലോ ചാർട്ട് പോലെ ചെയ്ത് പഠിച്ചാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഈസി ഞാൻ പറയില്ല, ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, ഇനി റെസ്റ്റോറേഷൻ റൈറ്റേഴ്സിൽ വരുന്നതാണ് ജോൺ ഡ്രൈഡൻ. ഹി ഈസ് ദ മേജർ ഫിഗർ ഓഫ് സെറ്റൈറിക്കൽ വർക്ക്സ്. ഓക്കെ, സെറ്റൈറിക്കൽ വർക്ക്സ് എഴുതിയിട്ടുള്ള ആളാണ് ജോൺ ഡ്രൈഡൻ. മാക് ഫ്ലെക്നോ ഇസ്
satirical work on Mac Flecknoe. Please do remember that. William Congreve into The Way of the World into William Wycherley into The Country Wave. Afra Ben, the earliest female representation on the writer on Afra Ben. Please do remember that. In Augustan writers, they were the writers who were about enlightenment. Enlightenment period in a particular writers are Augustan writers. And please do remember all these names. Alexander Pope under The Rape of the Lock, Essay on Man, Jonathan Swift, Gulliver's Travels, considered as the earlier novels along with Henry Fielding in name, Daniel Defoe, Robinson Crusoe in name, Henry Fielding in Tom Jones, Gulliver's Travels, these are earlier works. Okay, earlier novel writings are idokke. So please do remember that. In romantic writers, early romantic writers under William Wordsworth, Samuel Taylor Coleridge, P.B. Shelley. When young writers under John Keats and P.B. Shelley young category. So please do remember their poems. I have listed some important points. Please do check. Give me 20 minutes. I'm just rushing it up. So please do look at the names. Victorian writers, Alfred Lord Tennyson's works, In Memoriam is an elegy. In Memoriam is an elegy. Robert Browning is famous for his dramatic monologues. Robert Browning in the wife and what is her name? Wife, I mention she's a poet herself. The famous poet too. I think we should address Elizabeth Barrett Browning. Okay, Elizabeth Barrett Browning. Elizabeth Barrett Browning and husband title Robert Browning. He is also my last Duchess and he is famous for his dramatic monologue. Okay, dramatic monologue format. Alfred Lord Tennyson In Memoriam is an elegy. Matthew Arnold was the one who was talking about religion, faith, the faith running away, faith being distancing away from the hearts of the people of Victorian era. Matthew Arnold in Dover Beach is the clear example of faith versus doubt, and culture and anarchy is a literal criticism work on culture and anarchy. Charles Dickens, industrialization, social realism related works. Thomas Hardy, Tess of the D'Urberville is more of a pastoral life present Tess of the D'Urberville. In modern writers, don't ever skip T.S. Eliot. Okay, T.S. Eliot is skip James Joyce, Ulysses, the portraits of the artist as a young man. Virginia Woolf in the Stream of Consciousness is present in the major prime example like the work on Mrs. Dalloway. There is To the Lighthouse, there is A Room of One's Own. Then W.B. Yeats in the Sailing to Byzantium, art versus morality. This is present in the art and power to immortalize. Art and mortality. Then compare in the writing on Sailing to Byzantium and Second Coming under. So please do remember that religious context like the works under. So please do remember all these things. Samuel Beckett, absurdism related to Waiting for Godot, Harold Pinter, Birthday Party, Salman Rushdie, Midnight Children. Midnight Children is a fragmentation depicting the work on Midnight Children. Feminist writers, major writer, feminist writers, syllabus exact so please do remember feminist writers, major works Virginia Woolf in A Room of One's Own is a major feminist based text. Simone de Beauvoir, Second Sex. Ennullൊരു workum feminist അല്ലെങ്കിൽ gender studies in a major ആയിട്ട് കൊടുക്കുന്ന ഒരു work ആണ്. And there is also gender trouble work ഉണ്ട്. Elaine Showalter's Literature of Their Own. Elaine Showalter ആണ് gynocriticism ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. Towards a feminist politics ഒക്കെ എഴുതിയിട്ടുള്ളത്. Kate Millet's Sexual Politics ഉണ്ട്. So please do remember all those things. ഈ feminist writers works കുറച്ചും കൂടി ഉണ്ട്. ഞാൻ important works ആണ് ഇവിടെ mention ചെയ്തിട്ടുള്ളത്. You will have to widen your scope. Okay. എനിക്ക് എന്റെ ലിമിറ്റേഷനിൽ പറഞ്ഞുതരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. Then Indian writers. Indian writers is a major important category in for your K TET. Indian writers അതിൽ ഫസ്റ്റത്തെ 3 നമ്മൾ ഇന്ത്യൻ ട്രയോ എന്നാ വിളിക്കുക. ട്രയോ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്. അത് ആരൊക്കെയാണ്? R.K. നാരായൺ, മുൽക്ക് രാജ് ആനന്ദ്, രാജ റാവു. R.K. നാരായൺ ഉണ്ട്, മുൽക്ക് രാജ് ആനന്ദ് ഉണ്ട്, രാജ റാവു ഉണ്ട്. ഇവരുടെ വർക്ക്സ് നിങ്ങൾ നോക്കുക. അരുന്ധതി റോയ്, ബുക്കർ പ്രൈസ്, ഇതൊക്കെ നോക്കുക. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വാസ് റിട്ടൺ in 1997. അതിലത്തെ മേജർ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലത്തെ ട്വിൻസിന്റെ നെയിം ഉണ്ട്.
വെളുത്ത വെളുത്തന്നെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് കാണിക്കുന്ന ക്യാരക്ടറാണ് വെളുത്ത. ദ സോഷ്യൽ ഹിസ്റ്റോറിക്കൽ റെലവൻസ് ഓഫ് ദറ്റ് വർക്ക് ഇത് നോക്കുക. ആൻഡ് അരുന്ധതി റോയിന്റെ പിന്നെയുള്ള വർക്ക്സ് ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ഉണ്ട്, ആൻഡ് ദ റീസൺ വർക്ക് മദർ മേരി കംസ് ടു മീ. ഇങ്ങനത്തെ കുറച്ച് വർക്ക്സ് ഉണ്ട്. അമിതാഭ് ഘോഷിന്റെ ഷാഡോ ലൈൻസ് ഉണ്ട്, സീ ഓഫ് പർപ്പീസ് ഉണ്ട്, ഇബിസ് ട്രിലജി ഉണ്ട്, കാൽക്കട്ട ക്രോമസോം ഉണ്ട്, ഇൻ ആൻഡേക്ക് ലാൻഡ് ഉണ്ട്, ദ ഗ്രേറ്റ് ഡിറേഞ്ച്മെന്റ് ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് അധികം വർക്ക്സ് അമിതാഭ് ഘോഷിൻ്റെതുണ്ട്. ഹംഗ്രി ടൈഡ് ഉണ്ട്. ഹംഗ്രി ടൈഡ് ആണ് സുന്ദർബൻസ് ബേസ്ഡ് ആയിട്ട് എഴുതിയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ് അമിതാഭ് ഘോഷിന്റെ ഹംഗ്രി ടൈഡ് വരുന്നത്. ഇനി പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ് വരുമ്പോൾ ചിന്നുവ അച്ചീബിന്റെ തിങ്സ് ഫോൾ അപ്പാർട്ട്. തിങ്സ് ഫോൾ അപ്പാർട്ട് അതിന്റെ ക്യാരക്ടറിനെ നോക്കണം. ചിന്നുവ അച്ചീബി ഡിസ്കസ് ചെയ്യുന്ന ഏത് കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് തിങ്സ് ഫോൾ അപ്പാർട്ട് എഴുതിയിട്ടുള്ളത് നോക്കാം. ഇൻകൂക്കി വാത്തു ആങ്കോ പെറ്റൽസ് ഓഫ് ബ്ലഡ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഡീകോളനൈസിങ് ദ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കും എഴുതിയിട്ടുണ്ട്. സൽമാൻ റുഷ്ദിന്റെ മിഡ് നൈറ്റ് ചിൽഡ്രൻ ഉണ്ട്. സത്താനിക് വേഴ്സസ് എന്ന് പറഞ്ഞ വേറെ കുറച്ച് വർക്ക്സ് ഉണ്ട്. സൽമാൻ റുഷ്ദി വാസ് എ കോൺട്രവേഴ്ഷ്യൽ ഫിഗർ, is a diasporic writer, so please do remember that. V.S. Naipaul's A House for Mr. Riswas is a famous work. Then ഇതില് ഡെറിക് വാൾക്കോട്ടിന്റെ A Far Cry from Africa ആരാ എഴുതിയതെന്ന് കഴിഞ്ഞ കേട്ടിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. PYQ ക്വസ്റ്റ്യൻ ആയിരുന്നു. Who wrote A Far Cry from Africa? It is Derek Walcott. Post-colonial writers are also important. Okay. ജെയിം കേർട്സിന്റെ ഡിസ്ഗ്രേസ് ഉണ്ട്. കമലാദാസിന്റെ ആൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ യു ക്യാൻ, ആൻഡ് കമലാദാസിന്റെ ഈ റൈറ്റിംഗ് ഒരു ഫെമിനിസ്റ്റ് റൈറ്റിംഗ് കൂടെയായിട്ട് യു ക്യാൻ ഇന്റർപ്രിറ്റ് ഇറ്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞത് പോയിറ്റിക് ഫോംസ് ആണ്. പോയിറ്റിക് ഫോംസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിറ്റിക് ഫോംസിനായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ഈ ഒരു ലൈൻ തന്നിട്ട് ഇത് ഏത് കാറ്റഗറിയിലുള്ള പോം ആണെന്ന് ചോദിക്കാം. അതുകൊണ്ട് സോണറ്റ് എന്ന് പറഞ്ഞാൽ ലവ് പോം ആയിരിക്കും. 14 ലൈൻ ലിറിക് പോം ആയിരിക്കും. ആ സോണറ്റിന് 2 ഡിവിഷൻസ് ഉണ്ട്, ഷേക്സ്പീരിയൻ സോണറ്റും പെട്രാർക്കൻ സോണറ്റും. ഷേക്സ്പീരിയൻ സോണറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സോണറ്റ് ആണ്. പെട്രാർക്കൻ സോണറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ സോണറ്റ് ആണ്. അതിന്റെ ഡിവിഷൻസ് നോക്കുക. ഒക്ടേവ്, സെസ്റ്ററ്റ്. ഒക്ടേവ് എന്ന് പറഞ്ഞാൽ 8 ലൈൻ പോം, 8 ലൈൻ സ്റ്റാൻസ. സെസ്റ്ററ്റ് എന്ന് പറഞ്ഞാൽ 6 ലൈൻ സ്റ്റാൻസ. Then ode എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മോർ ഓഫ് എ പ്രൈസ്, അഡ്മിറേഷൻ അല്ലെ. ഓഡ് ഓഫ് വെസ്റ്റ് വിൻഡ് ഉണ്ട്. ഓഡ് ഓൺ എ ഗ്രേഷൻ ഏൺ ബൈ ജോൺ കീറ്റ്സ് ഇസ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് ദാറ്റ്. ഓക്കെ. ഒരു ഗ്രേഷൻ ഏൺ ആർട്ടിനെ പ്രൈസ് ചെയ്യുന്ന ഒരു ലിറിക് പോം ആണ് ഓഡ്. ഓഡ് ഓൺ എ ഗ്രേഷൻ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഫാക്റ്റിനെ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ എടുത്തിട്ട് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന, അതിനെ പ്രൈസ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് ലിറിക് പോം ആണ് ഓഡ് എന്ന് പറഞ്ഞാൽ. എലജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പോം ഓഫ് ലാമെന്റേഷൻ, പോം ഓഫ് ഗ്രീഫ്, ഫോം ഓഫ് മോർണിംഗ്. ഒരാളുടെ ഡെത്ത്, ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു മാസ് ആൾക്കാരുടെയോ ഡെത്തിനെ മോൺ ചെയ്യുന്ന, ഗ്രീഫ് എക്സ്പ്രസ് ചെയ്യുന്ന പോയിട്രിക് ഫോം ആണ് എലജി എന്ന് പറഞ്ഞാൽ. പാസ്റ്ററൽ പോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മോർ ഓഫ് എ റൂറൽ ലൈഫ്, ഷെപ്പേർഡ്സിന്റെ, വില്ലേജസിന്റെ റസ്റ്റിക് ലൈഫ് ഒക്കെ കമ്പൈൻ ചെയ്യുന്ന പോയിറ്റിക് ഫോം ആണ് പാസ്റ്ററൽ പോംസ്. ദെൻ ഗോസ് ബാലഡ്. ബാലഡ് നമുക്ക് ആന്നബെല്ലി ബൈ എഡ്ഗർ അലൻ പോ ഒക്കെ ബാലഡ് ആണ്. ബാലഡ് എന്ന് പറഞ്ഞാൽ നെറേറ്റീവ് ഫോക്ക് പോം, ഒരു ഫോക്ക് പോയം കാറ്റഗറിയിലുള്ളതാണ് ബാലഡ്. ആൻഡ് ദെൻ ഗോസ് എപ്പിക്. എപ്പിക് എന്ന് പറഞ്ഞാൽ ലോങ് ഹെറോയിക് നെറേറ്റീവ് ആണ്. എപ്പിക്കിന്റെ ഒക്കെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ നോക്കി വെക്കുക. മോക്ക് എപ്പിക് ഉണ്ട്. മോക്ക് എപ്പിക്കിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് ജോൺ ഡ്രൈഡൻ. മാക് ഫ്ലെക്നോ നിങ്ങൾ നോക്കി വെക്കുക, മാക് ഫ്ലെക്നോ. ദെൻ ഗോസ് ലിറിക് പോം. ഇറ്റ്സ് എ ഷോർട്ട് എമോഷണൽ പോം. ഡ്രമാറ്റിക് മോണോലോഗ് popularized by Robert Browning. The major example is My Last Duchess. സിംഗിൾ സ്പീക്കർ ആയിരിക്കും. ആ സിംഗിൾ സ്പീക്കറിലൂടെ ആയിരിക്കും ആ സ്റ്റോറി പറയുന്നുണ്ടായിരിക്കുക. ഏതോ ഒരു ലിസണർ അപ്പുറത്ത് കേൾക്കാനുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഒരു സിംഗിൾ സ്പീക്കർ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു കോൺവെർസേഷൻ മോഡിൽ നടത്തുന്നത്. അയാൾ മാത്രമേ സംസാരിക്കുള്ളൂ, പക്ഷെ ഒരു കോൺവെർസേഷണൽ ടോൺ ആയിരിക്കും. ദാറ്റ് ഇസ് വാട്ട് ഡ്രമാറ്റിക് മോണോലോഗസ്. നെറേറ്റീവ് പ്രോം എന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് പാറ്റേണിലായിരിക്കും, ഒരു സ്റ്റോറി ഫോർമാറ്റിലേക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. Then ഹൈക്കു എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് 3 ലൈൻ ഫോം ആണ്. പോപ്പുലറൈസ്ഡ് ബൈ ബാഷോ, മാത്സോ ബാഷോ. ബാഷോ ആണ് ഹൈക്കു പോയിട്രിനെ മെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. 5 syllables ആണ്. 1 minute, a bit of a charge issue. I'll be charging and coming back. Just give me 1 minute.
Okay, sorry for the inconvenience. I went to charge. Okay, so ഈ പോംസിന്റെ ഈ ലൈൻസ് ഒക്കെ നോക്കുക. ഹൈക്കു എന്ന് പറഞ്ഞാൽ 3 ലൈൻ പോം, ജാപ്പനീസ് ഫോം ആണ്. ആൻഡ് ലിമറിക് എന്ന് പറഞ്ഞാൽ 5 ലൈൻ ഹ്യൂമറസ് ഫോം ആയിരിക്കും. വില്ലനലി ഇസ് എ 90 ലൈൻ ഫിക്സ്ഡ് ഫോം. ടേഴ്സറിമ സ്പെൻസേരിയൻ സ്റ്റാൻസ ചോദിച്ചിട്ടുണ്ട്. 9 ലൈൻ സ്റ്റാൻസ ആണ് സ്പെൻസേരിയൻ സ്റ്റാൻസ. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞാൽ റൈം ഇല്ലാത്ത യാമ്പിക് പെന്റാമീറ്ററിൽ യൂസ് ചെയ്യുന്ന പോംസിനാണ് നമ്മൾ ബ്ലാങ്ക് വേഴ്സ് പോംസ് എന്ന് പറയുന്നത്. Okay, in film studies, the course terms in the, before moving on to that, I'm asking you, are you all okay? Okay, regarding the portions that we have discussed so far? Any doubts in that category? Any doubts in that category? Please do state in the chat box, okay? Any doubts regarding the topics that we have discussed so far? Am I audible? Hello? Can you please just write something in the chat box? Am I audible? Hello? Am I audible to you? Hello? Okay, so next it is film studies regarding film in the technical terms on montage. It is an editing technique by Sergi Eisenstein technique. It's made case by Laura Malvikku. I'm giving you some pointers. Please do look at it. And media studies വരുമ്പോൾ 3 types of media ഉണ്ട്. Print media ഉണ്ട്, electronic media ഉണ്ട്, digital media ഉണ്ട്. And Shannon Weaver model, this has been asked, okay? Shannon Weaver മോഡലിന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ. Hello, can you all hear me? Hello, there is a data glitch happened. Can you all hear me? Sorry for the inconvenience, just because it is a long session, had a data problem. Now, can you hear? So, ഞാൻ ഫിലിം സ്റ്റഡീസ്, അതായത് ഫിലിം ഏരിയ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? Can you just respond if I'm okay? I'm all clear regarding the audio and നിങ്ങൾക്ക് PDF കാണുന്നുണ്ട് എന്നൊന്ന് ജസ്റ്റ് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഓക്കെ കമന്റ് ചെയ്യോ? ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, താങ്ക് യു ഫർസാന. Okay, okay. Sorry, okay. Sorry for the inconvenience. Okay. So, film media translation studies generally എല്ലാവരും ഒന്ന് നെഗ്ലക്ട് ചെയ്ത് പോകുന്ന ഒരു ടോപ്പിക്കാണ് ഫിലിം മീഡിയ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്. വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ നെഗ്ലക്ട് ചെയ്യരുതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് എടുത്ത് പറയുന്നത്. എസ്പെഷ്യലി ലോറ മൾവേന്റെ ഒക്കെ റൈറ്റിംഗ്സ്, ഫിലിം സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റിംഗ്. ഐ എം നോട്ട് ഗിവിംഗ് അഷുറൻസ്, ചോദിക്കാം ചോദിക്കാതിരിക്കാം, ബട്ട് നെവർ നെഗ്ലക്ട്. കാരണം നമുക്ക് ഒരു 2 മാർക്സിനൊക്കെ നമുക്ക് ആ ഒരു ബോർഡർ നമുക്ക് എടുത്തെത്തി ആ ഒരു കട്ട് ഓഫിന് 2 മാർക്സ് ഒക്കെ ബിഹൈൻഡ് പോകുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കര
നമുക്ക് ഭയങ്കര അത്രയും ഹാർഡ് വർക്ക് ഇട്ടിട്ട് നമുക്ക് മിസ്സായി പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമില്ലേ? അപ്പം അതുകൊണ്ട് ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് പോവാ. എല്ലാ സിലബസിൽ തന്നുള്ള എല്ലാ കീവേഡ്സും നിങ്ങളൊന്ന് കവർ ചെയ്തിട്ട് പോവാ. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് യു വിൽ ഗെറ്റ് ദാറ്റ് കോൺഫിഡൻസ്. ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് എങ്കിലും നിങ്ങൾക്ക് അതെങ്കിലും മതി. ബിക്കോസ് അതിനെ ബൂസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് വീണ്ടും ഒന്ന് പ്രിപ്പയർ ചെയ്ത് എടുത്താൽ മതി. സോ ബെറ്റർ നിങ്ങൾ എല്ലാ കീവേഡ്സും ഒന്ന് കവർ ചെയ്ത് പോവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിൽം മീഡിയ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിലുള്ള മെത്തേഡ്സ് ഞാൻ പറയുന്നത്. ആർ യു ഓൾ ഓക്കെ വിത്ത് ദ പോയറ്റിക് ഫോംസ് ദാറ്റ് വി ഡിസ്കസ്ഡ്? പോയട്രി ഫോംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? അതിന്റെ ഇൻ ബിറ്റ്വീൻ കട്ട് ആയതുകൊണ്ട് ഐ ഹാവൻറ്റ് ഗോട്ട് യുവർ റെസ്പോൺസ്. Forms of poetry, clear? Regarding forms of poetry like sonnet, haiku, clear? Okay, so I'm moving on to film. Montage എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ എഡിറ്റിംഗ് ടെക്നിക്. മൊണ്ടാഷ് എന്ന് പറഞ്ഞാൽ കുറേ കൊളാഷ് ഫോമാറ്റ്സിൽ കുറേ സീക്വൻസസ് കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ചാക്കുന്നതിനാണ് നമ്മൾ മൊണ്ടാഷ് എന്ന് പറയുക. ദർ ഇസ് മിസ് ആൻഡ് സീൻ, വിഷ്വൽ കമ്പോസിഷൻ, ഒരു ഫ്രെയിമിനെ സെറ്റ് ചെയ്യുന്നതിനാണ് മിസ് ആൻഡ് സീൻ. ഇറ്റ് ഇസ് എ ടെക്നിക്. അപ്പൊ ഈ ഒരു ടേംസ് ഒക്കെ നോക്കി നോക്കാം. മെയിൽ ഗേസ് ബൈ ലോറ മൽവേ. പ്ലീസ് ഡു റിമെമ്പർ മെയിൽ ഗേസ് ബൈ. Somebody asking a question or something. New wave നോക്കാം. Indian parallels introduce ചെയ്തിട്ടുള്ള അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ നിങ്ങൾ നെഗ്ലക്ട് ചെയ്ത് നിങ്ങൾ അതിനെ ഒഴിച്ചു വിട്ടു പോരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ എം ജസ്റ്റ് ഗിവിംഗ് ദിസ് ഏരിയ. നെക്സ്റ്റ് മീഡിയ സ്റ്റഡീസ് കാറ്റഗറി വരുമ്പോൾ ഡിസ്റ്റർബൻസ് for you? Okay. Okay, now you can hear. Okay. Okay, so there are 3 categories of media studies, which are print media, electronic media, digital media. Print media, newspaper, digital media, social media platforms, and online journalism. And the Shannon Weaver model ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് Shannon Weaver model, please do remember, it is a communication medium through which നമ്മുടെ communication media communication format ആണ് sender, message, channel, receiver. Sender, message, channel, receiver. ഇതിന്റെ കറക്റ്റ് ക്രോണോളജി, അതിന്റെ കറക്റ്റ് ഓർഡർ ചോദിച്ചിട്ടുണ്ട് ബിഫോർ. സോ പ്ലീസ് ഡു റിമെമ്പർ ഷാനൺ വീവർ മോഡൽ. ഓക്കെ, സോ ഇത് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ അല്ല, ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ ഗിവ് അഡ്വൈസ്. ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്യാൻ മാത്രം എടുക്കുക. ഡോണ്ട് ഗിവ് ടു മച്ച് ഇമ്പോർട്ടൻസ്. ഗിവ് ഇമ്പോർട്ടൻസ് ടു ടീച്ചിങ്, പെഡഗജി, ലിറ്ററേച്ചർ, പീരിയഡ്സ്, ഇന്ത്യൻ റൈറ്റേഴ്സ്, ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ്, വിക്ടോറിയൻ ഏജ്, ഇങ്ങനത്തെ ഓരോ ഏജ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് സിലബസിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്തെടുത്ത് നോക്കുക. ലോറ മൽവേ നോക്കണം കേട്ടോ ഫിലിം സ്റ്റഡീസിൽ. നെക്സ്റ്റ് കുറച്ച് മീഡിയ ടേംസ് ആണ്. ഗേറ്റ് കീപ്പിംഗ് എന്താ, യെല്ലോ ജേർണലിസം എന്താ, ഇൻഫോർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സിറ്റിസൺ ജേർണലിസം എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് പോയിന്റേഴ്സ് മാത്രം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഗേറ്റ് കീപ്പിംഗ്, യെല്ലോ ജേർണലിസം നിങ്ങൾക്ക് അറിയാം, മഞ്ഞപത്രം റിഗാർഡിങ് ഇറ്റ്സ് സെൻസേഷണൽ റിപ്പോർട്ടിംഗ്. ഓക്കെ, സെൻസേഷണൽ ന്യൂസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നതാണ്. ഗേറ്റ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് won't give it away, കംപ്ലീറ്റ് അത് കൊടുക്കില്ല, കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ട് കുറച്ച് ഇൻഫോ മാത്രം കൊടുക്കും. ഓക്കെ, വിൽ ഗേറ്റ് കീപ് ദ മേജർ ഇൻഫോ. മേജർ കൺട്രോൾഡ് ആയിരിക്കും, ഒരു കൺട്രോൾഡ് ന്യൂസ് ആയിരിക്കും, കുറച്ച് ഇൻഫോ മാത്രം കൊടുക്കും. ഇറ്റ് വിൽ ബി മോർ ഓഫ് എ ഗേറ്റ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ദേ വിൽ എൻഗൾഫ്, ദേ വിൽ ഹൈഡ് ഇറ്റ് ഫ്രോം us.
ഓക്കെ, ഇൻഫർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. എന്റർടൈൻമെന്റ് ഏരിയയിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നതിനാണ് ഇൻഫർടൈൻമെന്റ് എന്ന് പറയുക. സിറ്റിസൺ ജേർണലിസം എന്ന് പറഞ്ഞാൽ പബ്ലിക് ജനറേറ്റഡ് ന്യൂസ്. നിങ്ങൾ ഇപ്പൊ ന്യൂസ് ചാനൽസിലൊക്കെ വീഡിയോസ് കാണുകയാണെങ്കിൽ സിറ്റിസൺസ്, അവിടുത്തെ ചുറ്റുള്ള പ്രദേശത്തിലുള്ള ആൾക്കാർ അയച്ചു കൊടുത്തുള്ള വീഡിയോസ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ട് അത് ന്യൂസിൽ കാണിക്കുന്നത് കാണാം. സോ ദാറ്റ് ഇസ് സിറ്റിസൺ ജേർണലിസം. എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാം, ഇങ്ങനത്തെ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് കാണാം അവര് വീഡിയോ എടുത്തിട്ട് അവര് ന്യൂസ് കൊടുക്കുന്നത് പബ്ലിക്കിന് വേണ്ടി. സോ ദാറ്റ് ഇസ് പബ്ലിക് ജനറേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ദാറ്റ് ഇസ് വാട്ട് സിറ്റിസൺ ജേർണലിസം ഇസ് ഫോർ. Then mass communication theory, media and ideology. Media studies നുവാം ചോംസ്കിക്ക് റോൾ ഉണ്ട്, മീഡിയ ആൻഡ് ഐഡിയോളജി. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ഈ ന്യൂസ് ഒക്കെ കേട്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ആവേണ്ട, ജസ്റ്റ് ഈ പോയിന്റ്സ് മാത്രം നോക്കി വെക്കുക. ഡോണ്ട് ഗെറ്റ് ടു മച്ച് ട്രബിൾ വിത്ത് ദാറ്റ്. ഓക്കെ, ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ നിങ്ങൾ ട്രാൻസ്ലേഷന്റെ മേജർ എയിം എന്താ, ട്രാൻസ്ലേഷന്റെ ഒബ്ജക്റ്റീവ് എന്താ, എന്തൊക്കെ ടൈപ്പ് ട്രാൻസ്ലേഷൻ ഉണ്ട്, കുറച്ച് ട്രാൻസ്ലേറ്റഡ് വർക്ക്സ്, മേജർ ട്രാൻസ്ലേറ്റഡ് വർക്ക്സ്, ഇത് മാത്രം നോക്കി വെച്ചിട്ട് പോവാം. ഓക്കെ, ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ എക്സാക്ട്, വാട്ട് ഇസ് ദാറ്റ് വേർഡ്, അതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ. ഫ്രീ ട്രാൻസ്ലേഷൻ. ഫ്രീ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് മീനിങ്, അപ്പൊ ഒരു പോയത്തിന്റെ സമ്മറി എന്താ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സെൻസ് മേക്ക് ചെയ്യുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മൾ പറയില്ലേ, ട്രാൻസ്ലേഷൻ വോണ്ട് എക്സാക്ട്ലി കോപ്പി ദ എക്സാക്ട് ഫീലിംഗ് ആൻഡ് ഇമോഷൻ ദാറ്റ് ഒറിജിനൽ വർക്ക് കൺവേ ചെയ്തിട്ടുള്ള. ഇപ്പൊ നമ്മള് ബഷീറിന്റെ ഒക്കെ ഒറിജിനൽ വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഒത്തന്റിസിറ്റി കിട്ടില്ല അല്ലോ. പക്ഷെ കാരണം അതിന്റെ മോർ ഓഫ് എ സെൻസ് മേക്കിംഗ് ആയിരിക്കും, ഓരോ വേർഡിന്റെയും എക്സാക്ട് ട്രാൻസ്ലേഷൻ ഉണ്ടാവില്ല. അപ്പൊ അത് അവിടെ ഫ്രീ ട്രാൻസ്ലേഷൻ ആണ്. ലിറ്ററൽ ട്രാൻസ്ലേഷൻ നമുക്ക് മലയാളത്തിൽ മാത്രമുള്ള കുറച്ച് വേർഡ്സ് ഉണ്ടാവും, എസ്പെഷ്യലി ബഷീറിന്റെ ഒക്കെ ഭയങ്കര കൊളോക്കിയൽ ലാംഗ്വേജ് അല്ലേ. അപ്പൊ അതിന് വേർഡ് ടു വേർഡ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ അവിടെ നമുക്ക് ഒരു സമ്മറൈസ്ഡ് ട്രാൻസ്ലേഷൻ ആയിരിക്കും ചെയ്യേണ്ടി വരിക. അങ്ങനത്തേനാണ് നമ്മൾ ഫ്രീ ട്രാൻസ്ലേഷൻ എന്ന് പറയാ. ദെൻ ദർ ഇസ് ട്രാൻസ്ലേഷൻ കുറച്ച് ഡിവിഷൻസ് ആണ്. ഡൈനാമിക് ഇക്വലൻസ്, യൂജിൻ നീഡ. ഫോർമൽ ഇക്വലൻസ്, സ്ട്രക്ചർ ഓറിയന്റഡ്. യൂജിൻ നീഡ ആണ് കേട്ടോ ഡൈനാമിക് ഇക്വലൻസ് കൊണ്ടുവന്നത്, അതായത് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റ് പ്രശ്നമില്ല. ഫോർമൽ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടുള്ള ട്രാൻസ്ലേഷൻ ആണ് ഫോർമൽ ഇക്വലൻസ് എന്ന് പറയാം. ദെൻ ദർ ഇസ് ട്രാൻസ്ക്രിയേഷൻ, അതായത് ട്രാൻസ്ലേഷൻ പ്ലസ് ക്രിയേറ്റീവ് റീറൈറ്റിംഗ്. ഇപ്പൊ ബഷീറിന്റെ ഒരു ഭൂമിയുടെ അവകാശികൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എക്സാക്ട് ട്രാൻസ്ലേഷന്റെ കൂടെ ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുടെ കുറച്ച് ക്രിയേറ്റിവിറ്റിയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ക്രിയേഷൻ എന്ന് പറയാം. ദെൻ യെക്കോബ്സൺ എന്നാണ് പറയുന്നത്. ജെക്കോബ്സന്റെ 3 types of translation ഉണ്ട്. ഇൻട്രാലിംഗ്വൽ, ഇന്റർലിംഗ്വൽ. ഇൻട്രാലിംഗ്വൽ എന്ന് വെച്ചാൽ വിത്തിൻ ദ സെയിം ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. ഇന്റർലിംഗ്വൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ലാംഗ്വേജിൽ നിന്ന്. ഇന്റർസെമിയോട്ടിക് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മീനിങ്സിൽ. അതൊന്നും ഡെഫിനേഷൻസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ഇങ്ങനത്തെ 3 ടൈപ്പ് ഉണ്ട് എന്ന് മാത്രം നോക്കി വെക്കുക. ദെൻ മോഡേൺ ട്രാൻസ്ലേഷൻ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് സൂസൻ ബാസ്നെറ്റ് ആണ്. ലിംഗ്വിസ്റ്റിക് തിയറി ഓഫ് ട്രാൻസ്ലേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ജെസി കാറ്റ്ഫോർഡ് ആണ്. വെരി ബേസിക് ആയിട്ട് മാത്രം പഠിച്ചേക്കുക. ഐ എം റിപ്പീറ്റിംഗ് ദാറ്റ്, ഐ എം നോട്ട് കോംപ്ലിക്കേറ്റിംഗ് ദിസ് തിങ്സ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബേസിക്, ഈ ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്താ, ഫ്രീ ട്രാൻസ്ലേഷൻ എന്താന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ട്രാൻസ്ലേഷന്റെ എയിംസ് നോക്കി വെക്കുക, ട്രാൻസ്ലേഷൻസ് ഒബ്ജക്റ്റീവ്സ് നോക്കി വെക്കുക. ഐ എം നോട്ട് ഗോയിങ് ടു മച്ച് ഡീപ് ബിക്കോസ് വി ആർ കട്ടിംഗ് ഷോർട്ട് ഓഫ് ടൈം. സോ ഒരു ഫാസ്റ്റ് PYQ അനാലിസിസ് നമുക്ക് നടത്താം. വി ഹാവ് ഓൺലി വെരി ലിമിറ്റഡ് ടൈം. ഓൾറെഡി 9:30 ആയിട്ടുണ്ട്. നമ്മുടെ slot already finish ആയിട്ടുണ്ട്. ബട്ട് ഐ വോണ്ട് യു ടു മേക്ക് ഷുവർ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഒരു മന്ത്ര നിങ്ങൾക്ക് കേട്ടിട്ട് പാസ്സാവാനുള്ള ഒരു മന്ത്രമായിട്ട് ഞാൻ പറയുമെങ്കിൽ PYQs സോൾവ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ കുറെ കോണ്ടന്റ് പഠിക്കുന്നതിന് പുറമെ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക. ദിസ് ഇസ് ദ വെരി ഈസി ഷോർട്ട് കട്ട്. ഒരു ഷോർട്ട് കട്ട് പാസ്സാവാൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് PYQs സോൾവ് ചെയ്ത് പഠിക്കുക. That is the shortcut to excel in this exam. Okay, so that's why I want you to do some PYQs. നിങ്ങളുടെ ഡൗട്ട്സ്, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. Yes, which poet is known as the father of English is sonnet? It is not Shakespeare, it is തോമസ് വിയാർട്ട്. ഓക്കെ, തോമസ് വിയാർട്ട് ആണ് സോണറ്റിന്, ഇറ്റാലിയൻ സോണറ്റിന്റെ ട്രാൻസ്ലേഷൻസ് കൊണ്ടുവന്നിട്ട് പെട്രാർക്കായിരുന്നു സോണറ്റ് കോയിൻ ചെയ്തതും സോണറ്റിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഫിഗർ ആണ്
Francisco Petrarch, he was belonging to Italian area. പക്ഷെ ഇറ്റാലിയൻ സോണറ്റ്സ്, പെട്രാർക്കിന്റെ ഇറ്റാലിയൻ സോണറ്റ്സ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇംഗ്ലണ്ടിലോട്ട് സോണറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് തോമസ് വിയാർഡ്. തോമസ് വിയാർഡിന്റെ കൂടെ ഹെൻറി ഹോവേർഡ്, ഏൾ ഓഫ് സറേ എന്ന് പറഞ്ഞ റൈറ്ററും കൂടി ഒറിജിനൽ ഇംഗ്ലീഷ് വർക്ക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോണറ്റിൽ. പക്ഷെ ഷേക്സ്പിയർ ആണ് പോപ്പുലറൈസ് ചെയ്തിട്ടൊരു ഫോർമാറ്റ്, ഷേക്സ്പിയറിയൻ സോണറ്റ് എന്നുള്ളൊരു ഫോർമാറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a modest proposal by Jonathan Swift is best described as. ഇത് കണ്ടോ, ഞാൻ നിങ്ങൾക്ക് പോയിട്രി ഫോം തന്നത്, പോയിട്രി ഫോം ചോദിക്കും. അപ്പൊ ഏതൊരു പോം പഠിക്കുമ്പോഴും, ഇപ്പം ഓസ്കർ വൈൽഡിന്റെ റെക്വെസ്റ്റ് ഏത് കാറ്റഗറി ഓഫ് ഫോം ആണ്, അല്ലെങ്കിൽ തോമസ് ഗ്രൈന്റെ an elegy written in a country church, an elegy അതിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എലജി ആണെന്ന് മനസ്സിലാവും. റോബർട്ട് ബ്രൗണിങ്ങിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ് ഏത് പോയിറ്റിക് ഫോം ആണെന്ന് ചോദിച്ചാൽ അത് ഡ്രമാറ്റിക് മോണോലോഗ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതേപോലെ ഓസ്കർ വൈൽഡിന്റെ റെക്വെസ്റ്റ് എലജി ആണ്, ഷേക്സ്പിയറിന്റെ ഇതൊക്കെ സോണറ്റ് ആണ്. 14 ലൈൻ പോം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സോണറ്റ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സ്പെൻസേരിയൻ ലൈൻ 9 ലൈൻ റൈം സ്കീം ഉള്ള ഒരു പോയിട്രിക് ഫോം ആണ്. ഹൈക്കു 3 ലൈനുള്ള 575 സിലബിൾ ഉള്ള പോം ആണ്. ഇങ്ങനത്തെ പോയിട്രിക് ഫോംസ് ഓഫ് പോയിട്രി നിങ്ങൾ അവെയർ ആയിരിക്കണം. A modest proposal by Jonathan Swift is best described as, it is it is a satirical essay. Okay, it is a satirical essay. Satirical essay ആണ്. And also നിങ്ങൾ മാക്ഫ്ലെക്കിന് ഏത് കാറ്റഗറി ആണെന്നൊക്കെ നോക്കുക. ഡ്രൈഡൻ is an important figure. Okay, B ആണ് ആൻസർ. Next one, the central theme of George Orwell's Animal Farm ഏത്? It is a very easy question. നിങ്ങൾക്ക് easily point out ചെയ്യാൻ പറ്റും. It's a സ്റ്റാലിൻ ഗവൺമെന്റിനെതിരെ ചെയ്തിട്ടുള്ള ആനിമൽ ഫാം. നമ്മൾ ചൈൽഡ്ഹുഡിൽ വായിക്കുമ്പോൾ ഇറ്റ് ഇസ് എ വെരി ആനിമൽസ് സംസാരിക്കുന്നു അങ്ങനെ. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ലിറ്റററി പെർസ്പെക്റ്റീവിൽ വായിക്കുമ്പോൾ അതൊരു സെറ്റയർ ആണ്. ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ സെറ്റയർ ഓൺ ടോട്ടലിറ്റേറിയനിസം. സ്റ്റാലിൻ ഗവൺമെന്റിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അതിന്റെ പവർ അബ്യൂസിനെ ക്രിട്ടിക്ക് ചെയ്തിട്ടുള്ള ഒരു അലിഗോറിക്കൽ വർക്ക് ആണ് ആനിമൽ ഫാം. Then which character in Pride and Prejudice represents prejudice transformed by self-reflection? It's easy. Which character in Pride and Prejudice? Who is the major character here in Pride and Prejudice? 5 sisters ഉണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ളൊരു. Who is this? Which character in Pride and Prejudice represents prejudice? It is none other than Elizabeth Bennet. Okay, Elizabeth Bennet ആണ്. Next one, the word hubris in Greek tragedy refers to. കണ്ടോ, ഇങ്ങനത്തെ കുറച്ച് സ്പെസിഫിക് കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. അതുകൊണ്ട് ട്രാജഡി പഠിക്കുമ്പോൾ ട്രാജഡീന്റെ ഡെഫിനിഷനും മാത്രം പഠിക്കാത്ത കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഹമാഷി എന്താ, കഥാഴ്സിസ് എന്താ, ഇതൊക്കെ നോക്കാം. അതെ, പ്രൈഡ് ആൻഡ് പ്രെജുഡിസിന്റെ ഓഥർ ജെയിൻ ഓസ്റ്റൻ ആണ്. പക്ഷെ ജെയിൻ ഓസ്റ്റന്റെ മേജർ പ്രൈഡ് ആൻഡ് പ്രെജുഡിസിലുള്ള ക്യാരക്ടർ ആണ് എലിസബത്ത് ബെന്നറ്റ്. എലിസബത്ത് ബെന്നറ്റിന്റെ ആ ഒരു മാരേജ് സ്റ്റോറി ആണല്ലോ പറയുന്നത്. ഹബ്രിസ് എന്താ? Hubris is a tragic overconfidence that often brings the protagonist ruin. Hubris വഴിയാണ് ഹമാർഷ്യ സംഭവിക്കുക. ആ ട്രാജിക് ഫ്ലോട്ട് പ്രൊട്ടാഗണിസ്റ്റിന്റെ നാശത്തിലോട്ട് കൊണ്ടുവരുന്ന ഓവർ കോൺഫിഡൻസ്, ഓവർ സെൽഫ് കോൺഷ്യസ്നെസ്, സെൽഫ് റിഫ്ലെക്സീവ് ആയിട്ടുള്ള സെൽഫ് ഡോമിനൻസിനെയൊക്കെയാണ് നമ്മൾ ഹബ്രിസ് എന്ന് പറയാം. Overconfidence, tragic overconfidence of the main character, protagonist, that brings him to the ruin, അല്ലെങ്കിൽ ഹമാഷ്യ അല്ലെങ്കിൽ ട്രാജഡിയിലോട്ട് ലീഡ് ചെയ്യുന്ന overconfidence of that person, of that protagonist is what we call as hubris.
Next one. Who said the aim of education is the knowledge, not of facts, but of values? നിങ്ങളിപ്പോൾ ഓരോ ഏജത്തെയും ഫേമസ് ആയിട്ടുള്ള കോട്ട്സ് പഠിക്കുക. മോഡേൺ ഏജിൽ ഫേമസ് ആയിട്ടുള്ള കോട്ട്, ഫിലോസോഫിക്കൽ കോട്ട്സ് ഒക്കെ എഴുതിയിട്ടുള്ള ആരാണ്, ഇങ്ങനെയൊക്കെ നോക്കണം. Who said the aim of education? നിങ്ങൾ ഈ PYQ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കും, ഓക്കെ ദിസ് ബിലോങ്സ് ടു ദിസ് റൈറ്റ്. അപ്പൊ നിങ്ങൾ ആ റൈറ്ററിന് പഠിക്കാൻ നോക്കും. സോ PYQ ലേണിംഗ് ഇസ് ദ ബെസ്റ്റ് വേ ടു ലേൺ. അത് നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കും. It is one of the classical writer. Who is the classical writer here? It is Plato. Okay, Plato ആണ് പറഞ്ഞിട്ടുള്ളത്. The line. Next one. In translation studies, formal equivalence emphasizes formal equivalence. Formal എന്നുള്ളൊരു വേർഡിന്റെ എന്താ? ഫോർമൽ ഇക്വലൻസ്. അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വർക്കിന്റെ ഫോർമൽ ഇക്വലൻസ്. ഫോർമൽ മീൻസ് സ്ട്രക്ചർ. ഇതിലേതാ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള? സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ ഇതിലേതാ ഇല്ല? Give answers fast so that we can move. We can visit all the questions. Yes, it is answer B. Okay, word to word. Okay, exact ആ ഒരു സോഴ്സിന്റെയും ടാർജറ്റ്. നമ്മള് സോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വർക്കിന്, ആൻഡ് ടാർഗറ്റ് is the work that will be translating. Okay, so translation work il structural accuracy, literal translation അല്ലെങ്കിൽ ആ ഒരു എക്സാക്ട് preservation of the grammatical form ഇതൊക്കെ പറയുന്നതാണ് equivalence, formal equivalence. Okay, പക്ഷെ dynamic equivalence എന്താ ഡിഫറൻസ്? It is based on meaning. Okay, അതായത് നമ്മൾ ഈ ഫ്രീ ട്രാൻസ്ലേഷനും ലിറ്ററൽ ട്രാൻസ്ലേഷനും പറയില്ല, അതേപോലെ ലിറ്ററൽ ട്രാൻസ്ലേഷന്റെ ഇക്വലൻസ് ആണ് ഫോർമൽ ഇക്വലൻസ്, ഫ്രീ ട്രാൻസ്ലേഷൻ ഇക്വലൻസ് ആണ് ഡൈനാമിക് ഇക്വലൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് എലമെന്റ് ഇസ് നോട്ട് ടിപ്പിക്കലി പാർട്ട് ഓഫ് ഡ്രമാറ്റിക് സ്ട്രക്ചർ? ഓക്കെ, നിങ്ങളുടെ ട്രാജഡി നിങ്ങളിത് പറഞ്ഞില്ലേ, എക്സ്പോസിഷൻ, റൈസിംഗ് ആക്ഷൻ, ക്ലൈമാക്സ്. ഇതിലേതാ ഡ്രാമാറ്റിക്, ഒരു ഡ്രാമന്റെ സ്ട്രക്ചറിന്റെ ഭാഗമല്ലാത്തൊരു ഫ്രേസ് ഇവിടെ യൂസ് ചെയ്തത് ഏതാ? വിച്ച് ഇസ് ദ ഓഡ് വൺ ഔട്ട് ഹിയർ? നമ്മൾ ഡ്രാമാറ്റിക് സ്ട്രക്ചർ എന്തൊക്കെയാ പഠിച്ച? 5 കാറ്റഗറി, 5 ടൈപ്സ്, 5 പാർട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പോസിഷൻ, ദാറ്റ് മീൻസ് ദ ബിഗിനിങ്, പിന്നെ റൈസിംഗ് ആക്ഷൻ, പിന്നെ ദർ ഹാപ്പൻസ് എ ക്ലൈമാക്സ്, പിന്നെ ഒരു ഫോളിങ്. ആ ഒരു ചാർട്ട്, ഒരു ഫിഗർ ഇല്ലേ, ഒരു ഡയഗ്രാം വരയ്ക്കാറില്ലേ നമ്മള്? ഫോളിങ് ആക്ഷൻ ഉണ്ടാവും. ഡിനൗമെന്റ് ആണോ? ഡിനൗമെന്റ് ഇല്ലേ ഫസ്റ്റ് 5 കാറ്റഗറിയിലെ? എക്സ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ബിഗിനിങ്, റൈസിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കയറ്റം, പ്രോഗ്രഷൻ, ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ മേജർ ടേൺ ഓഫ് ഇവന്റ്സ്, ഫോളിംഗ് ആക്ഷൻ ആ ഒരു ഇവന്റ് ക്ലൈമാക്സിന് ശേഷമുള്ള ഫോൾ, ആ ട്രാജഡീന്റെ ഫോൾ. ഡിനൗമെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനലൈസേഷൻ. അപ്പൊ ഇതിലെ ഭാഗമല്ലാത്തത് സോളിലോക്യൂ. സോളിലോക്യൂ ഇസ് എ ഫോം. ഓക്കെ, സോളിലോക്യൂ ഇസ് എ ഫോം. സോളിലോക്യൂ ഇസ് എ ഡിവൈസ്. ഇറ്റ്സ് എ ഡിവൈസ്. അല്ലെങ്കിൽ ഒരു പോയിട്രിയിലോ അല്ലെങ്കിൽ നമ്മളൊരു പ്രോസിലോ ഡ്രാമയിലോ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഇറ്റ്സ് എ കാറ്റഗറി. ബാക്കിയൊക്കെ സ്റ്റേജസ് ഓഫ് പ്ലോട്ട് ആണ്. ദ സോളിലോക്യൂ ഇസ് എ ഡിവൈസ്. സോളിലോക്യൂ നമ്മൾ പറഞ്ഞില്ലേ, ഹാംലെറ്റിന്റെ സോളിലോക്യൂ. ഇറ്റ് ഇസ് എ ഡിവൈസ്. ഇറ്റ് ഇസ് എ ഇന്നർ റെപ്രസെന്റേഷൻ. ഒക്കെ ഇന്ന മോണലോഗ് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സ്വന്തം സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വന്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ടു ബി ഓർ നോട്ട് ടു ബി ഇസ് എ ഫേമസ് എക്സാമ്പിൾ ഓഫ് എ സോളിലോക്യൂ. ഓക്കെ, സോ നെക്സ്റ്റ് question novel is an example of Victorian realism. ഇങ്ങനെയൊക്കെ ചോദിക്കും നിങ്ങൾക്ക്. ഒരു സെറ്റ് ഓഫ് വേർഡ്സ്, അല്ലെങ്കിൽ ഇപ്പം പോസ്റ്റ് മോഡേൺ ഏജിന്റെ ഫീച്ചർ ആണ് മെറ്റാഫിക്ഷൻ. മെറ്റാഫിക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നത് ഏതാന്നൊക്കെ ചോദിക്കും. What is the answer here? Victorian realism. Wasteland ആണോ? Wasteland is a modern poem.
T.S. Eliot is a modern writer. T.S. Eliot ആർക്ക് വേണ്ടിയിട്ടാ വേസ്റ്റ്ലാൻഡ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ആരുടെ കൂടെ കൊളാബറേറ്റ്? T.S. Eliot എപ്പോഴും കൊളാബറേഷൻ ഉള്ള ഒരു റൈറ്റർ ഉണ്ടല്ലോ, മോഡേൺ റൈറ്റർ. What is his name? Ezra Pound. Very well, very good. Okay, Ezra Pound. ഇതില് വിക്ടോറിയൻ റിയലിസം ഏതാ? വിക്ടോറിയൻ റിയലിസം. ഓക്കെ, ഇതിലെ യൂലിസിസ് ആരെ എഴുതിയതാ? ജെയിംസ് ജോയ്സ്. ജെയിംസ് ജോയ്സ് വിക്ടോറിയൻ റൈറ്റർ ആണോ? അല്ല, ഹിസ് എ എന്ത് റൈറ്ററാ? മോഡേൺ റൈറ്റർ അല്ലേ? മിഡിൽ മാർച്ച് ആരെ എഴുതിയതാ? ജോർജ് എലിയറ്റ്. ജോർജ് എലിയറ്റ് ഏത് കാറ്റഗറിയാ? വുതറിംഗ് ഹൈറ്റ്സ് എഴുതിയതാരാ? എമിലി ബ്രോണ്ടെ. ഇത് രണ്ടുപേരും വിക്ടോറിയൻ ഏജിലുള്ളതാ. പക്ഷെ വുതറിംഗ് ഹൈറ്റ്സ് ഗോത്തിക് റൊമാൻസാ, മിഡിൽ മാർച്ച് ആണ് വിക്ടോറിയൻ റിയലിസം കാണിക്കുന്നത്. ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് വിക്ടോറിയൻ റിയലിസം നിങ്ങൾക്ക് ഇങ്ങനെ ഈസിലി പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു റൈറ്ററിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ മതി. ജോർജ് എലിയറ്റ് എങ്ങനത്തെ റൈറ്റിംഗ്സ് എഴുതാന്ന് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈസിലി ഇപ്പം വർക്ക് വിക്ടോറിയൻ ലൈക്ക് അത് സോഷ്യൽ റിയലിസം പറയുന്നതാണെന്ന് അറിയില്ലെങ്കിൽ പോലും ആ ഒരു റൈറ്റർ ഇങ്ങനെയൊക്കെയാണ് എഴുതുന്നത് മനസ്സിലാക്കി ഈസിലി പോയിന്റ് ഔട്ട്. നെക്സ്റ്റ്, വിച്ച് ഇനി നമ്മൾ ലിംഗ്വിസ്റ്റിക്സിലോട്ടും ഗ്രാമറിലോട്ടും പോവാണ്. വിച്ച് ഗ്രാമർ കാറ്റഗറി ഡസ് ദ വേർഡ് ക്വിക്ലി ബിലോങ് ടു? ഇറ്റ് ഇസ് വെരി ഈസി. ഒരു 10 more questions ഉണ്ട്. പ്ലീസ് ഡു. ഞാൻ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാം, നിങ്ങൾക്ക് അല്ലാത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ബിക്കോസ് ടൈം ഇസ് അതിക്രമിച്ചു അല്ലേ? വിച്ച് ഗ്രാമർ കാറ്റഗറി ഡസ് ദ വേർഡ് ക്വിക്ലി ബിലോങ് ടു? യു ക്യാൻ എക്സ്പെക്ട്. ഞാൻ ഇതൊക്കെ തന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. യെസ്, ഒബ്വിയസ്ലി ഇറ്റ് ഇസ് adverb. Next one, identify the correct passive transformation. The committee will announce results tomorrow. Passive, active voice നെ പാസീവിലോട്ട് ആക്കുമ്പോൾ എന്താണ് ആൻസർ കിട്ടുക? Let me give the answer. The answer will be results will be announced tomorrow by the committee. It is the A1 itself. Okay, will അല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫുൾ the committee will announce results tomorrow എന്നുള്ളത് നമ്മൾ ഒബ്ജക്റ്റിനെ മുന്നോട്ട് എടുക്കുന്നു. പാസീവ് ആൻഡ് ആക്റ്റീവിന്റെ ഡിഫറൻസ് എന്താ? സബ്ജക്റ്റും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, ആർക്കാണോ ആക്റ്റീവ് സെന്റൻസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അത് നേരെ ഉൾട്ടാ, നേരെ ചേഞ്ച് ആവും. ഒരാൾ സബ്ജക്റ്റ് ഒരാൾ ഒബ്ജക്റ്റും ആണെങ്കിൽ അത് നേരെ തിരിച്ച് ആ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി മാറും, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, I hope you are aware of passive and active voices. Next one, the class because she was talented is a ഒരു സെന്റൻസിലെ ക്ലോസസ് ഡിവിഷൻ. ഈ ഗ്രാമർ ഒക്കെ എനിക്ക് ഡിസ്കസ് ചെയ്യണം എന്നുണ്ട്, ബട്ട് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, സോ ദാറ്റ്സ് വൈ ഐ ഇൻക്ലൂഡഡ് ഇറ്റ് ഇൻ PYQ ഫോർമാറ്റ്. ഇറ്റ്സ് ഈസി. Attempt. Talented ഡിസ്ക്രൈബ് ചെയ്യുന്നതല്ലേ ഒരു ക്യാരക്ടറിനെ, അല്ലെങ്കിൽ വേർബിനെ മോഡിഫൈ ചെയ്യുന്നതല്ലേ? വേർബിനെ മോഡിഫൈ ചെയ്യുന്നത് ഏതാ? ഏത് ടൈപ്പ് ഓഫ് ക്ലോസ് ആണ്? യെസ്, ഇറ്റ് ഈസ് adverbial clause. ഓക്കെ, വേർബിനെ ചെയ്യുന്നതിനെയാണ് നമ്മള്. നൗണിനെ ചെയ്യുന്നതോ? adverbും adjectiveും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? Adjective will be modifying the noun, whereas adverb will be modifying the verb. Okay, നൗണിനെ മോഡിഫൈ ചെയ്യുന്നത് adjective ആണ്. ഈ ബേസിക് കാര്യം please do remember. Next one, which literary device is primarily used in this line? The wind whispered secrets to the trees. Easy. The wind whispered. The wind whispered. Primarily used in this line. Okay, primarily used. Alliteration can be there, but something else. Meaning നോക്കൂ, meaning എങ്ങനെയാ വരുന്നത്? The wind whispered. Yes, it is personification. Okay, primary
ഡിവൈസ് ആയിട്ട് വരുന്നത് പെർസോണിഫിക്കേഷൻ ആണ്. വിൻഡിന് പേഴ്സൺ ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കാണ്. വിസ്പർ ചെയ്യുന്നതൊക്കെ ഹ്യൂമൻസ് അല്ലേ, വിൻഡിന് പെർസോണിഫൈ ചെയ്യാണ്. നെക്സ്റ്റ് വൺ, മെറ്റഫോർ ഡിഫേഴ്സ് ഫ്രം സിമിലി. ഇപ്പൊ നിങ്ങൾ ഏറ്റവും ഒരു ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ 2-3 ആൻസേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ ഏറ്റവും പ്രോബബിലിറ്റി കൂടിയ ആൻസർ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, പെർസോണിഫിക്കേഷൻ, വിൻഡ് വിസ്പേർഡ്, വിസ്പർ ചെയ്യാറ് ഹ്യൂമൻസ് അല്ലേ, വിസ്പറിങ്. മനസ്സിലായില്ല പെർസോണിഫിക്കേഷൻ എങ്ങനെയാ വന്നതെന്ന്? വിൻഡ് വിസ്പേർഡ് അല്ലെ, വിൻഡ് വിസ്പർ, attributing human qualities to non-human entities. Wind performing whispering. Okay, wind performing whispering. Next question, metaphor differs from simile in that a metaphor versus simile difference എന്താ? സിമിലി ലൈക്കും ആസും യൂസ് ചെയ്യും, മെറ്റഫർ ഡിറക്റ്റ് ആയിരിക്കും. ലൈക്ക് യു ആർ ലുക്കിംഗ് ലൈക്ക് എ റോസ് എന്ന് പറഞ്ഞാൽ അത് സിമിലിയാ. യു ആർ എ റോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മെറ്റഫർ. കുറച്ച് എക്സാമ്പിൾ നോക്കി നോക്കുക. യു ആർ ലുക്കിംഗ് ലൈക്ക് എ റോസ്, ദാറ്റ് മീൻസ് സിമിലി. യു ആർ എ റോസ്, ഇറ്റ് ഇസ് എ മെറ്റഫർ, direct equation. Two unlike things. Which sentence shows correct subject to verb agreement? Which sentence shows correct subject verb agreement? The pair of shoes are expensive. Pair avade singular aitana use cheya. Appo adondu the pair of shoes is expensive aanu cheya. Neither of the boys were ready ആണോ? Each of the books is useful ആണോ? Everyone has completed the task. നീതറിന്റെ കൂടെ പ്ലൂറൽ നൗൺ ആണെങ്കിലും നമ്മൾ സിംഗുലർ വേർബാ യൂസ് ചെയ്യുക. neither of the boys was ready എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാ? is option you have answered? Yes, very good. Okay, very good. Each of the books is useful. Each, everyone ഒക്കെ വന്നാൽ നമ്മൾ സിംഗുലർ ആണ് യൂസ് ചെയ്യുക. ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഓർത്തു വെക്കാം. Each of the books is useful. A well-written conclusion in a paragraph should. Conclusion the usage എന്താ? I'm just not taking too much time. It is to restate main idea and summarize the key points. Okay. Okay, next one. I'm just taking you to the other part. Important questions മാത്രം നമുക്ക് discuss ചെയ്യാം. We have no much time. Choose the correct word to complete the sentence. If I dash the time, I would help you. It's a grammar question. Yes, it is had. It's had. Okay. എത്ര സിമ്പിൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട, കുറച്ചും കൂടി ടഫ് ലെവൽ കൂടിയ ഗ്രാമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. So that's why I gave that question. Which of the following is a diphthong? It's option. These are all easy, okay? It's easy. Okay, very good. It is C. Okay, these all are okay. Effective filter hypothesis explains. Stephen Krashen's effective filter theory എന്താ explain ചെയ്യുന്നത്? What is it explaining? Very good, very good.
Yes, it focuses on emotional factors. Okay, affect in the factors ആണ്. അപ്പൊ നമ്മളെ ഇമോഷണലി ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ എക്വസിഷൻ പൊസിഷനിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ എഫക്റ്റീവ് ഫിൽറ്ററിൽ പറയാ. എഫക്ട് ചെയ്യുന്ന ഇമോഷണൽ ഫാക്ടേഴ്സ്. ഓക്കെ, മോട്ടിവേഷൻ, കോൺഫിഡൻസ്, ദീസ് ആർ ഓൾ കാറ്റഗറീസ്. ആൻസൈറ്റി, ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എഫക്റ്റീവ് ഫിൽറ്റേഴ്സ്. ഒരു പേര് തന്നെ നിങ്ങൾ ആ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യണം. Next one, which Shakespearean play features the concept there is nothing either good or bad, but thinking makes it so? Okay, this is a famous line. Which Shakespearean play features the concept there is nothing? That is quote. The quote from which it is taken, this particular quote. Either good or bad. Generally, അധികം quotesum Hamlet ചോദിക്കാറ്. അതുകൊണ്ട് ഹാംലെറ്റ് മേജർ കോട്സ് നോക്കുക. വല്ലപ്പോഴും മാക്ബത്ത്, ഒത്തല്ലോ, കിങ് ലിയർ ഇതൊക്കെ വരും. ഇനിയിപ്പോ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണെങ്കിൽ ചിലപ്പം ഹാംലെറ്റ് ഒന്നും ചോദിക്കില്ല. സോ ബട്ട് മേക്ക് ഷുവർ ദാറ്റ് കുറച്ച് ഹാംലെറ്റിൽ കുറേ കോട്സ് ഉണ്ട്. കുറച്ച് ഫേമസ് കോട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. The answer is obviously Hamlet. Next one, we can move fast. Phonology primarily studies which category? Phonology primarily studies which category? Phonology എന്താ? Physical sound production അല്ല, sound systems and patterns of a language ആണ് phonology. Phonology studies patterned sound system, not physical articulation. നമ്മൾ physically articulate ചെയ്യുന്നതല്ല, പക്ഷെ patterns of these sound, ഏതൊക്കെ പാറ്റേണിലായി സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യാന്ന് പഠിക്കുന്നതിനാണ് നമ്മൾ phonology എന്ന് പറയുക. Okay, it is B. The answer is B. Okay, good for answering. Next one. Okay, this is simple. This is okay. Which novel is an example of a modernist narrative? Oh, we have discussed it, so it will be easy. 2 more questions, so please bear with me for 2 more minutes. Which novel is an example of modernist narrative? Great Expectations ഏത് ടൈമിൽ എഴുതിയതാ? It is by Charles Dickens, so obviously it is going to be Victorian age. Victorian age modernist അല്ലല്ലോ. Pride and Prejudice ആരാ എഴുതിയ? ജെയിൻ ആയർ ആരാ എഴുതിയ? യുലിസസ് ആരാ എഴുതിയ? Which is the correct answer? Modernist novel ഏതാ? Modernist narrative ഏതാ? ടെന്നിസൺ ഏതാ ഇതില്? No, okay, Ulysses നിങ്ങൾ പോം ആണോ കണക്ട് ചെയ്ത്? അല്ലല്ല, ഇത് നെറേറ്റീവ്. ഇറ്റ്സ് എ പ്രോസ് റൈറ്റിംഗ്. പ്രോസ് ആ ചോദിക്കുന്നത്. യെസ്, ഒബ്വിയസ്ലി ആൽഫ്രഡ് ലോർഡ് ടെന്നിസന്റെ പോയം ഉണ്ട് യുലിസസ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ്. ഓക്കെ, ഇറ്റ് ഇസ് എ പ്രോസ്. എല്ലാം പ്രോസ് അല്ലേ, അപ്പൊ അത് മാത്രം പോയിട്രി ചോദിക്കില്ലല്ലോ. മോഡേണിസ്റ്റ് നെറേറ്റീവ്. ഇനിയിപ്പോ ടെന്നിസന്റെ യുലിസസ് ചോദിച്ചാലും ടെന്നിസൺ ഏത് ടൈമിലാണ് എഴുതിയിട്ടുള്ളത്? ഇറ്റ് ഇസ് എ വിക്ടോറിയൻ ഏജ്. അപ്പൊ അത് മോഡേണിസ്റ്റ് നെറേറ്റീവ് ആവില്ലല്ലോ. പക്ഷെ ഇവിടെ യുലിസസ് വേറൊരാൾ കൂടി എഴുതിയിട്ടുണ്ട്. ഹൂസ് ദാറ്റ്? വെർജീനിയ വുൾഫിന്റെ കൂടെ നമ്മൾ ഒരാൾ കൂടി പഠിച്ചില്ലേ? A portrait of the artist as a young man പഠിച്ചത് ആരെയാ? ജെയിംസ് ജോയ്സ്. Yes, ജെയിംസ് ജോയ്സിന്റെ വർക്ക് ആണ് യുലിസസ്. So it is, the correct answer is Ulysses. Okay, Ulysses ഉണ്ട്, Dubliners ഉണ്ട്, ജെയിംസ് ജോയ്സിന്റെ വർക്ക് ആണ് യുലിസസ്. Okay, so please do remember, നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആവരുത് എക്സാമിന് പോകുമ്പോൾ. Okay, next one. ഒരു ഇൻഡയറക്റ്റ് സ്പീച്ച് കറക്റ്റ്ലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടി ഒന്ന് നോക്കൂ, ഇങ്ങനെ ചോദിക്കും. സോ ദാറ്റ്സ് വൈ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. She said, I have finished my work. How will you report this sentence? Obviously, നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ the answer is obviously, the answer is B.
B. Okay, she said she had finished. But have on a verb, appo adineയാണ് നമ്മൾ past out ആക്കേണ്ടത്. Had finished. Okay, had finished. Next one. ഈ ഒരു ക്വസ്റ്റ്യൻ ദ കോൺസെപ്റ്റ് ഇത് ഫിലിം സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. The concept of the male gaze, which highlights how women are portrayed as objects of visual pleasure in cinema, was introduced by. Male gaze എന്നുള്ളൊരു കോൺസെപ്റ്റ് വിഷ്വൽ പ്ലഷർ ഇൻ സിനിമ എന്നുള്ളൊരു വർക്കിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ദിസ് പേഴ്സൺ. വിഷ്വൽ പ്ലഷർ ആൻഡ് നെറേറ്റീവ് സിനിമ. It's a key important work of film studies. ഇവിടെ ഓപ്ഷൻസിലുള്ള എല്ലാ വർക്ക്സും ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലീസ് ഡു നോ. എസ്പെഷ്യലി ആൻഡ്രോയിഡ് പേസിന്റെ വാട്ടർ സിനിമയും നിങ്ങൾ നോക്കണം. റിയലിസം. മെയിൽ ഗേസ് ആരാ? മെയിൽ ഗേസ് എന്ന് പറഞ്ഞാൽ വിമനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന മൂവിയിലുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് മെയിൽ ഗേസ് എന്ന് പറയാ. ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഐറ്റം സോങ് അല്ലെങ്കിൽ വിമൻ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന കുറച്ച് സീൻസ് ഒക്കെ വെക്കും. ബിക്കോസ് ഇറ്റ് ഈസ് എ ഫാക്ടർ. കൊമേഴ്ഷ്യൽ സക്സസ് കിട്ടാൻ വിമൻ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന കുറച്ച് സീൻസ് ആഡ് ചെയ്യും മൂവീസിൽ. ആൻഡ് വേർ ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വിമൻ ഇസ് ബീൻ ഡൺ ആൻഡ് അതുവഴി മെയിൽ ഗേസ് വരും. ആരാണ്? നമ്മൾ ഓൾറെഡി ഫിലിം സ്റ്റഡീസ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പേഴ്സൺ ആൻഡ് ഈ കോൺസെപ്റ്റ് മറക്കരുതെന്ന്. യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് ലോറ മൾവി. ഓക്കെ, ലോറ മൾവിന്റെ വിഷ്വൽ പ്ലഷർ ആൻഡ് നെറേറ്റീവ് സിനിമയിലാണ് നമ്മൾ മെയിൽ ഗേസ് പഠിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് 2 more questions. We can finish it up. It's already 10 o'clock. We've started it off from 7:30. It's a bit long, I know. Task-based language teaching primarily emphasizes on task-based language. നമ്മൾ activity-based language teaching പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ആണ് this. Task-based language teaching. Yes, it is option B. Okay, meaningful tasks activities use ചെയ്തിട്ട് language പഠിക്കാം. Next one, formative assessment primarily aims to grade students at the end of a term, monitor and improve ongoing learning, rank students in class, test memorization skills. Formative assessment in opposite എന്താ? Grade students at end of a term. Student evaluation system. അതിന് എന്താ പേര് പറയാം? Yes, very good. Okay, Manu, very good. It is summative assessment. Formative assessment എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടയിൽ മോണിറ്റർ ചെയ്യാനും ഓൺഗോയിങ് ലേണിംഗ് കുട്ടികളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട ഒരു ടീച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മോണിറ്ററിംഗ് മെത്തേഡാണ് ഫോർമേറ്റീവ് അസസ്മെന്റ്. ഇറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ, നോട്ട് അറ്റ് ഓൾ അറ്റ് ദി എൻഡ് ഓഫ് എ ടേം. അറ്റ് ദി എൻഡ് ഓഫ് എ ടേം ഗ്രേഡ് സ്റ്റുഡൻസിന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേഡ് അനുസരിച്ച് അവരുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സമ്മേറ്റീവ് അസസ്മെന്റ്. ഇറ്റ് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് എ ടേം. Okay, so the correct answer here is monitor and improve ongoing learning. So that's about our session, and thank you all for being here for till this long session. Very long session ആയിട്ടുണ്ട്. കാരണം നമുക്ക് കേട്ടിട്ടിനൊരു റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാല് ഈ ടൈം പോരാ. പക്ഷെ ഐ ഹോപ്പ് ഈ ഒരു ടൈം ലിമിറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സംതിങ് ഹാവ് ഗോട്ടൺ ഇൻ ടു യുവർ മൈൻഡ് എന്ന് ഞാൻ can I trust on you? Have you got something? നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള പോയിന്റ്സ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുക. ഞാൻ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മോഡലിൽ നിങ്ങൾ കുറച്ചും കൂടി വർക്ക്സിന്റെ കുറച്ചും കൂടി ഡെപ്തിൽ അനലൈസ് ചെയ്യുക. ഡിസ്ക്രിപ്റ്റീവ് ലേണിംഗിന് പോകരുത്. MCQs വെച്ചിട്ട് PY ഫോർമാറ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ആ ഒരു 80 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത് ആൻഡ് ഫുൾ റിവിഷൻ ചെയ്യാൻ പറ്റിയെന്ന് ബിറ്റ് മോർ വാസ്റ്റ് ആൻഡ് ഈ ഒരു ലിമിറ്റഡ് ഇപ്പൊ ഓൾറെഡി 2.5 ടൈം ആയി. ആൻഡ് താങ്ക് യു ഓൾ
for being here. Thank you all for bearing with me. I hope you got some revising points and തന്നിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ ഡീപ്പായിട്ട് കുറച്ചും കൂടി വർക്ക് ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. PYQs മാക്സിമം ചെയ്യാം. ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് യു ആർ ആൻസറിങ് വെരി വെൽ. ആൻഡ് നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് യു വർ ഗിവിങ് ആൻസേഴ്സ്. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾ കുറച്ചും കൂടി സെഷൻസും കുറച്ചും കൂടി സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് ഇപ്പം നമ്മൾ എല്ലാം കൂടിയല്ലേ ഇന്ന് റിവൈസ് ചെയ്തിട്ടുള്ളത്. പെഡഗോജി, ടീച്ചിങ്, ലിറ്ററേച്ചർ, ഗ്രാമർ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ലിമിറ്റിൽ ഇത്രയൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. സോ ഐ ഹോപ്പ് you have got some points, and thank you all for your response and being very active during the PYQ session and even till this moment of night. നിങ്ങളുടെ എത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈം ഇവിടെ തന്ന് നിങ്ങൾ സ്പെൻഡ് ചെയ്തതിന് ഐ ഹോപ്പ് യു ഗെറ്റ് പെയ്ഡ് ഫോർ യുവർ എഫേർട്സ്. നിങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ KTET എക്സാം നിങ്ങൾക്ക് കിട്ടട്ടെ. നിങ്ങൾ എല്ലാവരും സക്സസ്ഫുള്ളി എക്സൽ ചെയ്യട്ടെ എക്സാമിന് ഞാൻ ഡിയർലി വിഷ് ചെയ്യുന്നു. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യു ഓൾ ആൻഡ് താങ്ക് യു ഓൾ ഫോർ ബിയറിംഗ് വിത്ത് മീ. ഓക്കെ. Yes, definitely we'll pray. I'll pray for you. Please do work on the areas. Sessions. നമുക്ക് സെഷൻസ് ഇനിയും പ്ലാൻ ചെയ്യാം. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മാക്സിമം ബെസ്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് ദ റിസൾട്ട് റിഗാർഡിംഗ് ദാറ്റ്. Okay, thank you all. I'm winding up. No more elaborating it. Okay. Okay, thank you, dears.